വേങ്ങേരി ബൈപ്പാസിലെ വാഹനാപകടത്തിൽ ബസ് ഡ്രൈവറും ഉടമയും അറസ്റ്റിൽ. കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന. കരുവന്നൂർ കേസിൽ ഇഡിക്കെതിരായ പെരിങ്ങണ്ടൂർ ബാങ്കിന്റെ ഹർജി കോടതിയിൽ. അരവിന്ദാക്ഷന്റെയും ജിൽസിന്റെയും ജാമ്യാപേക്ഷകളും ഇന്ന് പരിഗണിക്കും. മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനവുമായി സമസ്ത. PMA സലാമിനെ ഉന്നമിട്ട് രൂക്ഷ വിമർശനം. കടുത്ത നടപടി നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ആദ്യ സ്വർണം കണ്ണൂരിന്. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ ഗോപിക്ക് സ്വർണം. മുഹമ്മദ് അമീനും ബിജോയ് ജേക്കിനും നിത്യയ്ക്കും സ്വർണം. വിശദമായ വാർത്തയിലേക്ക്. കോഴിക്കോട് വേങ്ങേരി ബൈപ്പാസിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ബസ് ഡ്രൈവറും ഉടമയും അറസ്റ്റിൽ. ഡ്രൈവർ കാരന്തൂർ സ്വദേശി അഖിൽകുമാർ, ബസ് ഉടമ അരുൺ എന്നിവരാണ് പിടിയിലായത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന തുടരുകയാണ്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വളരെ ദാരുണമായ സംഭവമായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഇപ്പോൾ ബസ് ഡ്രൈവർ പിടിയിലായിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ധന്യ, അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് വേങ്ങേരിയിൽ ഉണ്ടായത്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള വിവിധ പരിശോധനകളും മറ്റും ഇവിടെ പുരോഗമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വിശദമായ പരിശോധന, 2 തലത്തിലുള്ള നടപടിക്രമങ്ങളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഒന്ന്, ഇത്തരം ബസ്സുകൾ അമിത വേഗതയിൽ ചീറിപ്പായുക അല്ലെങ്കിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുക തുടങ്ങിയ നടപടികൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടിക്രമമാണ്. അതിന്റെ ഭാഗമായുള്ള വളരെ വിശദമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ റോഡിന്റെ അവസ്ഥ, ബൈപ്പാസിൽ റോഡ് നിർമ്മാണം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് റോഡിന്റെ അവസ്ഥ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ റോഡിന്റെ സ്ഥിതിഗതി ഏതെങ്കിലും രീതിയിൽ അപകടത്തിനും കാരണമായോ എന്ന് പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അധികൃതർ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഇതിന്റെ ഭാഗമായുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. RTOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇന്നലെ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ അപകടത്തിന് കാരണക്കാരനായ ഡ്രൈവർ ഈ അഖിലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. നരഹത്യയും അലക്ഷ്യമായി വാഹനമോടിക്കലടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. ഒപ്പം അരുൺകുമാർ എന്ന വാഹനത്തിന്റെ ഉടമയ്ക്കെതിരെയും കേസെടുത്തിരുന്നു. ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന സ്ഥലത്താണ് ഇന്നലെ അപകടം നടന്നത്. ഈ വേങ്ങേരി ജംഗ്ഷനിൽ നിന്നും വളവ് തിരിഞ്ഞ് മുന്നിലേക്ക് എത്തിയ വാഹനം പിന്നീട് നീല തകര പാത്രങ്ങൾ അടിച്ച ഭാഗം പിന്നീട് ഡിവൈഡറുകളുള്ള ഇടത്തേക്ക് മാറിയിരുന്നു. അതിനുശേഷം നമ്മൾ ഏതാണ്ട് ഇപ്പോൾ ഈ എത്തി നിൽക്കുന്ന ഭാഗത്തെത്തിയപ്പോഴാണ് അപകടം ഉണ്ടായത്. ഈ വാഹനത്തിന്റെ തൊട്ട് മുന്നിലുള്ള 2 വാഹനങ്ങൾ, ഒരു ബസ് ഉണ്ടായിരുന്നു, ബസ്സിന് മുന്നിൽ 2 വാഹനങ്ങളുണ്ടായിരുന്നു. ആ വാഹനങ്ങൾ വേഗത കുറച്ചപ്പോൾ അതിന് ആനുപാതികമായ വേഗത കുറയ്ക്കാൻ പിന്നിലുള്ള സ്വകാര്യ ബസ് തയ്യാറാവാഞ്ഞതാണ് അപകടത്തിന് കാരണമായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബ്രേക്ക് ചെയ്യേണ്ടതിന് പകരം ആക്സിലേറ്ററിൽ ആണ് ഈ കാലമർത്തിയത്. അതാണ് അപകടത്തിന് ആക്കം കൂട്ടിയത്, അല്ലെങ്കിൽ എത്ര വലിയൊരു അപകടമായത് മാറാൻ കാരണമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതിലും. വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ്, പൂർണ്ണമായും ഒരു വലിയ വാഹനത്തിന് കടന്നു പോകാൻ ഇടമുള്ള സ്ഥലമാണ്. ആ ഇടത്ത് വെച്ചാണ് വാഹനത്തിന്റെ വേഗത കുറയ്ക്കാതെ വന്നത് ഒരു അപകടത്തിന് കാരണമായി മാറി. ശരി, അനീഷ് ഒന്ന് തുടരാമോ? ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകൻ ഡിജോ കാപ്പൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, ഇപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ഇത്തരം ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ പരിശോധന ശക്തമാക്കേണ്ടത് എന്നുള്ളൊരു രീതിയിലാണ് ഈ വകുപ്പ് പോലും പ്രവർത്തിക്കുന്നത്. അത് എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഇപ്പോൾ നടക്കുന്ന അപകടങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഇത് തുടർച്ചയായി ദിവസവും നമ്മൾ തന്നെ നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എണ്ണം കൂടുതലല്ലാതെ ഈ പരിശോധനയോ ക്യാമറയോ ഒന്നും ഫലം കണ്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നല്ല? മോട്ടോർ വാഹന വകുപ്പില് വാഹന പരിശോധനയ്ക്ക് തന്നെ എൻഫോഴ്സ്മെന്റ് ടീം എല്ലാ ജില്ലകളിലും 2 ടീം വെച്ചുണ്ട്. അവർക്ക്
പ്രത്യേക ഉപകരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് ഇവർ രംഗത്തിറങ്ങാറുള്ളത്. അതുവരെ ഇവർ എന്തെടുക്കുവാണ് എന്നുള്ളതാണ്. മനുഷ്യജീവന് വിലയില്ല എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, റോഡ് വാഹനം ഉപയോഗിക്കാൻ വേണ്ടി 15 കൊല്ലത്തെ റോഡ് ടാക്സ് ഒക്കെ കൊടുത്ത് ആളുകള് പണം കൊടുത്തിട്ടാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നത്. അതനുസരിച്ചുള്ള റോഡ് പോലും നന്നായി കൊടുക്കുന്നില്ല. ഉള്ള റോഡുകളിൽ പോലും വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യുന്നു. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ട്രാഫിക് കൺജഷൻ ഉണ്ടാകുന്നു. വാഹനങ്ങൾ സുഗമമായിട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പൊ ഈ നഷ്ടപ്പെട്ട സമയം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ബസ്സുകൾ അവരുടെ ടൈം പാലിക്കാനും കൂടെ വേണ്ടിയിട്ട് പിന്നെ റോഡിൽ ഒരു കുതിപ്പാണ്. ആ കുതിപ്പിലാണ് പല മരണങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 2 വീലറുകാരെയൊക്കെ ഇവർ കണ്ടില്ലെന്ന് നടിക്കും. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ടല്ലോ, ആനപ്പുറത്ത് ഇരിക്കുന്നതിന് പേടിക്കണ്ടാന്ന്. എന്ന് പറഞ്ഞാല് ഒരു ഉയരം കൂടിയ വണ്ടിയുടെ മുകളിൽ ഇരിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഡിമ്മ അടിക്കുക, രാത്രി കാലങ്ങളിൽ ഡിമ്മ അടിക്കുക എന്നൊക്കെ ഉള്ള ഒരു ഡ്രൈവർമാർക്ക് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനത്തെ ഒരു കൾച്ചറും ഇല്ല. അപ്പൊ 2 വീലർ വാഹനം ഓടിക്കുന്നവരോട് വളരെ ഒരു വളരെ ഒരു നെഗ്ലിജൻസ് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ അപകടം ഉണ്ടാകാൻ നോക്കി നിൽക്കാതെ ഈ എൻഫോഴ്സ്മെന്റ് ടീമും ഇടയ്ക്ക് പോലീസും ചെക്കിങ് നടത്തിയാൽ തന്നെ, ഇപ്പൊ റോഡിൽ ക്യാമറ വെച്ചതുകൊണ്ട് അപകടങ്ങൾ കുറയുന്നില്ല എന്നാണ് ഇപ്പൊ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന കണക്ക്. ഫിസിക്കലായിട്ടുള്ള ഒരു പരിശോധന റോഡിൽ അത്യാവശ്യമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് ആ കുടുംബം, നമുക്ക് ദുഃഖമുണ്ട് ആളുകൾക്കൊക്കെ. പക്ഷെ ആ ദുഃഖം നമ്മുടെയൊക്കെ അടുത്ത ഒരു വാർത്ത വന്നു കഴിയുമ്പോൾ അത് വിസ്മൃതിയിലായി പോകുന്നു. ആ കുടുംബത്തിന് അവരുടെ മിക്കവാറും അത്താണിയാകുന്നു. പിന്നെ കൂടുതലും ചെറുപ്പക്കാരായ ആളുകളൊക്കെയാണ് ജോലിക്ക് പോകുമ്പോൾ ഈ 2 വീലർ അപകടത്തിൽ മരണമടയുന്നു. അപ്പൊ ഒരു കുടുംബത്തിന്റെ വരുമാനം തന്നെ ഇല്ലാതാകുന്നു, ഉറ്റവരെ നഷ്ടപ്പെടുന്നു, വിധവകളാകുന്നു, അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കള് ജീവിച്ചിരിക്കേണ്ട ഒരു സ്ഥിതിയിലോട്ട് വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും പോലീസും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരും അവര് ഓഫീസുകളിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യാതെ ഫീൽഡിലും കൂടി പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാം. മറ്റൊന്ന്, ഇവിടെ പിഴ ചുമത്തുന്നത് നമുക്കറിയാതെ എത്രത്തോളം ഈ പറയുന്ന റൂൾസ് ഒക്കെ നോക്കിയാണ് അതിൽ പിഴ ചുമത്തലും കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് അറിയാം. ഇപ്പോൾ സാധാരണ വണ്ടികൾ, പ്രത്യേകിച്ച് ഈ ചെറിയ വാഹനങ്ങൾക്കൊക്കെ ചുമത്തുന്ന അത്രയും പിഴ പോലും വലിയ വാഹനങ്ങൾക്ക് ഇല്ല എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് വാഹനങ്ങൾക്ക്, ബസ് പോലെയുള്ള വലിയ വണ്ടികൾക്ക് ചുമത്തുന്നില്ല, ഇല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. അതിലൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിയമം ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ എത്രത്തോളം സ്പീഡിലാണ് ഈ നാട്ടിലൊക്കെ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നത് എന്നറിയാം. സ്പീഡ് ബ്രേക്കർ ഒക്കെ നമുക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം വെക്കുകയും പിന്നീട് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഡിജോ കാപ്പൻ, ഇപ്പോൾ കോഴിക്കോട് നിന്ന് അവിടെ പരിശോധന തുടരുകയാണ്. അവിടെ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം ബിജുമോൻ കെ ആണ് ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തിയത്. വളരെ വിശദമായ പരിശോധനകൾ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഇന്നലെയും ഇന്നുമൊക്കെ നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ CCTV മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്നതിനെക്കുറിച്ചൊരു ധാരണ വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് സ്ഥലത്തെത്തിയുള്ള പരിശോധന നടക്കുന്നത്. ഒപ്പം വാഹന പരിശോധനയും കാര്യമായി നടക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ റോഡ് പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവിടെ ഒരു ആക്സിഡന്റ് നടക്കാനുള്ള ഒരു സ്പോട്ടല്ല, കാരണം അതൊരു 1 വേ ആണ്. അത്യാവശ്യം വീതിയുണ്ട് റോഡിന്. ഒരു ആക്സിഡന്റ് നടക്കേണ്ട ഒരു സ്പോട്ടല്ല, സാധാരണ ആക്സിഡന്റുകൾ നടക്കുന്ന ഒരു സ്ഥലവുമല്ല. അപ്പോൾ അവിടെ നമ്മൾ ഇന്നലെ ക്യാമറയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇന്നലെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, 95% അപകടങ്ങളും നമ്മുടെ ഇവിടെ നടക്കുന്ന അപകടങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യന്റെ അനാസ്ഥ, അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളാണ് നമ്മളിവിടെ സംഭവിക്കുന്നത് മുഴുവൻ തന്നെ. അപ്പോൾ ഇതും അത്തരത്തിലൊരു അപകടം മാത്രമായിട്ടാണ് കാണാൻ കഴിയുള്ളൂ. കാരണം ആ ഡ്രൈവർ, പുറയിലെ വാഹനത്തിന്റെ ഡ്രൈവറിന് ഒരല്പ സ്പീഡ് മറ്റു ഫ്രണ്ടിൽ പോയ 2 വീലറും ബസ്സിനേക്കാളും ഒരല്പ സ്പീഡ് കൂടുതലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുമാത്രമല്ല, ആ ഡ്രൈവർ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു നടപടി പോലും ചെയ്തിട്ടില്ല. അല്പം പോലും ബ്രേക്കിംഗിന്റെ ഒരു ടയറിന്റെ മാർക്ക് നമുക്ക് റോഡിൽ കാണാനില്ല. അപ്പോൾ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അയാൾക്ക് ഫ്രണ്ടിലെ ബസ് നിർത്തിയതും അതിന്റെ പുറകിലെ 2 വീലർ നിർത്തുന്നതും കാണാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ അയാളത് എന്തുകൊണ്ട് കാണാതിരുന്നില്ല എന്നുള്ളത് ഇനി അയാളെ നേരിട്ട് അയാളിൽ നിന്ന് മൊഴിയെടുത്താലേ മനസ്സിലാക്കുകയുള്ളൂ. ഞാൻ ഡ്രൈവറെ കണ്ടിട്ടില്ല, ഇന്ന് കാണാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അയാൾക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാതായി എന്നുള്ളത് അയാളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ എന്താ തീർച്ചയായിട്ടും ഒരു ഡ്രൈവർ എന്ന് പറയുന്നത് 100% റെസ്പോൺസിബിളോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ്. വളരെയധികം ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ്. ഒരു ബസ്സിൽ നമുക്കറിയാം, ഒരു 50-60 അതിൽ മുകളിൽ ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ്.
അപ്പോൾ അത്രയും പേരുടെ ജീവൻ തന്റെ കയ്യിലാണെന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ഒരു ഡ്രൈവർ കാണിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം അയാൾ കാണിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം. ആക്സിഡന്റ് ചിലപ്പോൾ ഉണ്ടാവാം, നമുക്ക് ചിലപ്പോൾ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവും. പക്ഷേ എന്നാലും ഒരു പക്ഷേ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇത്രയും ദാരുണമായ രീതിയിൽ രണ്ടുപേർ മരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി കിട്ടിയേനെ. ഈ അടുത്ത 2 ആഴ്ചയായിട്ട് അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ ആക്സിഡന്റുകൾ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പോൾ ശക്തമായ നടപടികൾ മോട്ടോർ വാഹന വകുപ്പും പോലീസും എടുക്കുന്നുണ്ട്. ആക്ച്വലി ആക്സിഡന്റുകൾ കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ ഡെത്ത് റേറ്റും കുറയുന്നുണ്ട്, ആക്സിഡന്റുകളുടെ എണ്ണവും കുറയുന്നുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എന്തുകൊണ്ടാണെന്നറിയില്ല കുറ്റിയാടി ഭാഗത്ത് 2 ആക്സിഡന്റ് നടന്നു. അത് രണ്ട് വ്യത്യസ്തമായ ആക്സിഡന്റിൽ 2 പേര് മരിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് നടക്കുന്നത്. ഒരു 1.5 ആഴ്ച ഗ്യാപ്പ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ 2 ആക്സിഡന്റിന് ശേഷം തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മളൊരു ബസ്സുകൾക്ക് വേണ്ടി, പ്രൈവറ്റ് ബസ്സുകൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡ്രൈവ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം 2 പേര് മരിക്കാനിടയായ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് ഇന്ന് മുതൽ തന്നെ അതങ്ങ് സ്റ്റാർട്ട്. ഞാൻ ആക്ച്വലി അടുത്ത ആഴ്ച മുതൽ ഒന്നുകൂടെ പ്ലാൻ ചെയ്ത് സബ് ഓഫീസിലെയും RT ഓഫീസിലെയും ഉള്ള ഉദ്യോഗസ്ഥരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ക്വാഡ് രൂപീകരിച്ച് നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ സ്ക്വാഡുകൾക്ക്, എനിക്ക് 8 സ്ക്വാഡുകളാണ് ഇവിടെ ഉള്ളത്. ആ 8 സ്ക്വാഡുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് 8 ഭാഗത്ത് വടകര മുതൽ നമുക്ക് ആളെണ്ണം കുറവാണ്. 8 സ്ക്വാഡുകൾ ആക്ച്വലി കോഴിക്കോട് പോലുള്ള ഒരു വലിയ ജില്ലയിൽ അപര്യാപ്തമാണ്. അപ്പോൾ അത് എന്നാലും അത്രയും ആൾക്കാരെ വെച്ചിട്ട് മാക്സിമം അടുത്ത ഒരാഴ്ച കൊണ്ട് നമ്മളൊരു വാഹനങ്ങൾ ചെക്ക് റിപ്പോർട്ട് എഴുതുക, ഒഫൻസ് എഴുതി ഫൈൻ ഈടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ക്യാമ്പയിനിങ് പോലെ, ഒരു റോഡ് ക്യാമ്പയിനിങ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എല്ലാവർക്കും അങ്ങനെയാണ് നിർദ്ദേശം കൊടുത്തത്. നമ്മൾ ഒഫൻസ് കണ്ടാൽ എഴുതുക, അതോടൊപ്പം തന്നെ വണ്ടിയുടെ മെക്കാനിക്കൽ കണ്ടീഷൻ, ഫിസിക്കൽ കണ്ടീഷൻ പരിശോധിച്ച് അതിനെതിരെ നടപടികൾ എടുക്കുക. പിന്നെ മെയിനായിട്ട് ക്രൂവിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക. അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരാഴ്ച നമ്മൾ ബസ്സുകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതിന്റെ അർത്ഥം നമ്മൾ ഇതിന് മുമ്പ് നോക്കിയിട്ടില്ല എന്നല്ല, ഇനി നോക്കില്ല എന്നുമല്ല അതിന്റെ അർത്ഥം. നമ്മൾ ബസ്സുകൾക്ക് ചെക്ക് റിപ്പോർട്ട് എഴുതുന്നുണ്ട്, നിരന്തരമായി ചെക്ക് റിപ്പോർട്ട് എഴുതുന്നുണ്ട്, അവരുടെ ലൈസൻസുകൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്, അവരെ IDTR, നമ്മുടെ മലപ്പുറത്ത് IDTR ട്രെയിനിങ് സെന്റർ ഉണ്ട്, അവിടെ ട്രെയിനിങ്ങിന് അയക്കുന്നുണ്ട്. പക്ഷേ ഇനി ഈ വരുന്ന ഒരാഴ്ച ബസ്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ ഏറ്റവും ബേസിക് ആണ് പുറകിൽ ബ്രേക്ക് ചെയ്യാന്നുള്ളത്. അതായത് നമ്മുടെ പല ആൾക്കാർക്ക് അറിഞ്ഞിടത്താണ് നമ്മളൊരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഏത് വാഹനമായാലും, ബസ്സായാലും 2 വീലർ ഓടിക്കുന്നവരായാലും നമുക്കൊരു വണ്ടിക്ക് ഒരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ബ്രേക്ക് ചെയ്താൽ ആ സെക്കൻഡിൽ വണ്ടി നിൽക്കില്ല. അതിനൊരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് അതിനൊരു ഡിസ്റ്റൻസ് കൂടിയും കുറഞ്ഞു വരിക്കും. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മുടെ വണ്ടികളുടെ കണ്ടീഷൻ, നമ്മുടെ ബ്രേക്കിന്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് വണ്ടി നിൽക്കാൻ ഇത്ര സ്ഥലം വേണ്ടി വരും എന്ന് മനസ്സിലാക്കി വേണം ഒരു വാഹനം, ഏത് ഡ്രൈവറായാലും, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആയാലും 2 വീലർ ഓടിക്കുന്നവരായാൽ പോലും ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം വാഹനം വയ്ക്കാൻ. അത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടും അതുപോലെ തന്നെ റോഡിൽ വളരെ കീഴായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടും നടന്ന ഒരു ആക്സിഡന്റാണ് ഇന്നലെ സംഭവിച്ചത്. ഇന്ന് ഞങ്ങൾ ഡ്രൈവറെ കാണാൻ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കളക്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ അയാൾക്ക് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ലൈസൻസ് സസ്പെൻഷൻ എന്തായാലും ഉണ്ടാവും. ലൈസൻസ് സസ്പെൻഷന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അതായത് അയാൾക്ക് ഷോക്കോസ് നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത് അയാളിൽ നിന്ന് മൊഴിയെടുത്ത് അയാൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രമേ ലൈസൻസ് സസ്പെൻഷൻ ചെയ്യാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും അയാൾക്കെതിരെ ശക്തമായ നടപടി തന്നെ ഉണ്ടാവും. ആക്സിഡന്റിന്റെ എണ്ണത്തിൽ കുറവ് എന്നതിനേക്കാൾ ഉപരി മരണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. കാരണം ആൾക്കാർ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങി. നമുക്ക് ഈ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചാൽ അറിയാം, തലയ്ക്ക് പരിക്കേറ്റാണ് നമ്മുടെ ആൾക്കാർ കൂടുതൽ മരിക്കുന്നത്. 2 വീലർ ആക്സിഡന്റിൽ കൂടുതൽ മരിക്കും. 2 വീലർ ആണല്ലോ കൂടുതൽ ആക്സിഡന്റിൽ ആൾക്കാർ മരിക്കാൻ സാധ്യതയുള്ള ഒരു വാഹനം 2 വീലറാണ്. കാരണം ഡയറക്റ്റായിട്ട് നമ്മൾ റോഡിലോ എവിടെയെങ്കിലും തലയിടിച്ച് വീഴുന്ന ഒരു അവസ്ഥയുള്ളത് കൊണ്ട് 2 വീലറാണ് മരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ പില്ലിയൻ ഡ്രൈവേഴ്സ്, നമുക്ക് പുറകിലിരിക്കുന്നവർക്കാണ് അപകട സാധ്യത കൂടുതൽ. എപ്പോഴും 2 വീലറിൽ അപകട സാധ്യത കൂടുതലല്ല, മരണനിരക്ക് കൂടുതൽ പുറകിലിരിക്കുന്നത്. കാരണം നമുക്ക് ഫ്രണ്ടിലിരിക്കുന്നവർ നമുക്കറിയാം, നമ്മൾ ഹാൻഡിലും കൂടെ പിടിച്ചൊരു പിടുത്തമുള്ളതുകൊണ്ട് പെട്ടെന്ന് തെറിച്ച് പോയില്ല. പക്ഷെ പുറകിലിരിക്കുന്നവർ, നമ്മളെല്ലാം 2 വീലർ യാത്ര ചെയ്യുന്നതാണ്, പുറകിലിരിക്കുന്നവർ സാധാരണയായിട്ട് എങ്ങും പിടിക്കാതെ ഫ്രീ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം, അല്ലെങ്കിൽ 50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വാഹനം ഇടിച്ചാൽ ഈ 50 കിലോമീറ്റർ വെലോസിറ്റിയിലാണ് ഇയാൾ തെറിച്ച് പോയി റോഡിലോ പോസ്റ്റിലോ എവിടെയെങ്കിലും ഇടിക്കുന്നത്. അത് തീർച്ചയായിട്ടും 40 കിലോമീറ്ററിൽ സ്പീഡിൽ പോയി തലയിടിച്ചാൽ തീർച്ചയായിട്ടും ഡെത്ത് ഉറപ്പാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടിരിക്കുന്നത്. ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. സർ, ഈ ദീർഘദൂര ബസ്സുകൾ മരണപ്പാച്ചിലാണ് നടക്കുന്നത്. അതിനെതിരെ എന്ത് എൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ സ്വീകരിക്കുന്നത്? പല പ്രാവശ്യം പലരും പരാതി പറഞ്ഞ മടത്താണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. കണ്ണൂർ, കോഴിക്കോട് ബസ് ഉൾപ്പെടെ ടൈമിംഗിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടാണ് അവർ തല്ലുകൂടുന്നത്. എന്താണെങ്കിൽ പോലും റോഡിലിറങ്ങാൻ പ്രശ്നമല്ലേ? ഈ പറഞ്ഞതൊരു വാസ്തവമാണ്. ദീർഘദൂര ബസ്സുകൾക്ക് അവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ 1000-ന് മേൽ പെർമിറ്റ് ഉണ്ട്. ആക്ച്വലി ഇത്രയും പെർമിറ്റിന് ആവശ്യമില്ല. ഇനി ഈ പെർമിറ്റുകളുടെ സമയമൊക്കെ പുനഃക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹിമാലയൻ ടാസ്ക്കാണ്.
നമുക്ക് എളുപ്പം നടക്കുന്ന കാര്യമല്ല. ഇത്ര പല വണ്ടികൾക്ക് 2-3 മിനിറ്റ് ഗ്യാപ്പേ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള വഴക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിൽ അവർക്ക് സ്പീഡ് അവരെടുക്കുന്നു എന്നാണ് അവർ പറയുന്ന ന്യായം. കാരണം നമുക്ക് ഇവിടെ അറിയാം, നമുക്കിവിടെ കേരളത്തിൽ അങ്ങോളം NH-ന്റെ വൈഡനിങ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് പലയിടത്തും ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ട്രാഫിക് ബ്ലോക്കിൽ നഷ്ടപ്പെടുന്ന സമയം അവരല്ലാത്ത സ്ഥലത്ത് ഓടി അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് അതിൽ അല്പം വാസ്തവമുണ്ട്. കാരണം അവർക്ക് സമയം മറ്റൊരാളുടെ സമയത്തിന് ഓടിയാൽ അവരുമായിട്ട് വഴക്കുണ്ടാവും. അതൊക്കെ ഇവിടെ ഇവിടെ സാധാരണ നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കതൊരിക്കലും അതിന്റെ പേരിൽ ഓവർ സ്പീഡ് എടുത്ത് അപകടകരമായ വാഹനം ഓടിച്ച ആളുകളെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരെ തീർച്ചയായും ശക്തമായ നടപടി തന്നെ ഉണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ ആക്സിഡന്റ് റിപ്പോർട്ട് ഒന്ന് കാണാൻ കോഴിക്കോട് ഇന്നലെയുണ്ടായ വാഹനാപകടത്തെക്കുറിച്ച് തുടർന്ന് വലിയ രീതിയിലുള്ള നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് കോഴിക്കോട്. അവിടെ പരിശോധനകൾ നടക്കുന്നു. ട്രാഫിക് റൂൾസ് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുകയാണ് ഉദ്യോഗസ്ഥർ. ഇതിനുശേഷം വാഹന പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ ഉദ്യോഗസ്ഥർ സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. അപകടത്തെക്കുറിച്ചും പ്രതിക്കെതിരെ ഡ്രൈവർക്കെതിരെ എടുക്കുന്ന ശിക്ഷാ നടപടികളെക്കുറിച്ചും വിശദീകരിക്കുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. അതിനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ തലയിരിക്കുമ്പോൾ വാലാടേണ്ടെന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന സമസ്തയുടെ നേതൃത്വമുള്ളപ്പോൾ സമസ്തയുടെ പോഷക സംഘടനകൾ ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ട എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു. അതിനുള്ളൊരു മറുപടി കൂടിയായിട്ട് വേണം ഈ ഒരു അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളെ കാണുവാൻ. എന്താണെങ്കിലും ഈ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ലീഗ് അണികളോട് മിണ്ടാതിരിക്കാൻ അല്ലെങ്കിൽ ലീഗ് നേതാക്കളോട് ഇക്കാര്യത്തിൽ പ്രതികരിക്കരുതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ല. ഇതിൽ ഇടപെടേണ്ടവർ ഇടപെട്ടേ തീരൂ, നടപടിയെടുക്കേണ്ടതാണെങ്കിൽ നടപടിയെടുത്തേ തീരൂ എന്ന ഒരു സന്ദേശം, ശക്തമായ താക്കീതായിട്ട് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വാക്കുകളിലൂടെ. രഞ്ജിത്ത്, ഇത് ലീഗ് നമുക്കറിയാം ഈ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇടപെട്ട് ഒരു വെടിനിർത്തൽ, ഇനി അധികം പ്രതികരണങ്ങളൊന്നും ഉണ്ടാകരുത് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇപ്പോഴും ഫലം കാണുന്നില്ല എന്നുള്ളതാണോ? മലബാർ രാഷ്ട്രീയത്തിൽ ഇതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? കാരണം സമാനതകളില്ലാത്ത വിടവിലാണല്ലോ ഇരു പാർട്ടികളുടെയും ഇരു കക്ഷികളുടെയും ഇരു സംഘടനകളുടെയും ബന്ധം. തീർച്ചയായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ലീഗ് അണികൾക്ക് മാത്രമാണല്ലോ അനുസരിക്കാൻ ബാധ്യത. സ്വാഭാവികമാണ് സമസ്തയ്ക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കേൾക്കേണ്ട സാഹചര്യമില്ല, അങ്ങനെ ഒരു സാധ്യതയുമില്ല. സമസ്തയുടെ ഏറ്റവും പരമാധ്യക്ഷനായിട്ടുള്ള മുത്തു ജിഫ്രിക്കോയ തങ്ങൾ തന്നെ ഈ ഒരു വിഷയത്തിൽ സമസ്തയുടെ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ഇനി അദ്ദേഹത്തിന്റെ പിന്നാലെ എത്രമാത്രം ഈ പ്രതികരണങ്ങൾ മറ്റുള്ളവർ ഏറ്റുപിടിക്കുമെന്നതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടിയുടെ കർശന നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ ഇനി ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്നില്ല. പക്ഷേ ജിഫ്രി തങ്ങളുടെ വാക്കുകൾ അത് സമസ്തയുടെ അണികളായിട്ടുള്ളവർ, സമസ്തയുടെ പോഷക സംഘടനകളുടെ നേതാക്കൾ, ഇവരൊക്കെ തന്നെ വാർത്തകളിലേക്ക്. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിലേക്ക്. നാളെയാണ് ജോ ബൈഡൻ ടെല്ലവീവിൽ എത്തുക. 199 പേർ ഹമാസിനെ കൈവശം ബന്ദികൾ ആയുണ്ടെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഗാസയിലെ സാഹചര്യം ദുരിതപൂർണമാണ്. ഗാസയിൽ പോരാട്ടം രൂക്ഷം. പരമുള്ള ആക്രമണം ശക്തമാക്കി ഇസ്രായേലും ഹമാസും. തട്ടിക്കൊണ്ടുപോയവരിലെ വിദേശികളെ സാഹചര്യം അനുകൂലമാകുന്ന മുറയ്ക്ക് വിട്ടയക്കുമെന്ന് ഹമാസ്. 250 പേരെയാണ് ഹമാസ് തടഞ്ഞുവച്ചിരിക്കുന്നത്. ഗാസയിൽ സഹായം എത്തിക്കുന്നതിനായി സഹകരിക്കാമെന്ന യുഎസിനോട് ഇസ്രായേൽ. രാഫ അതിർത്തിയിൽ സഹായമടങ്ങുന്ന വാഹനവ്യൂഹം എത്തി. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ധനി, ഏറ്റവും പുതിയ വിവരം ഈ ജോ ബൈഡന്റെ ഇസ്രായേൽ സന്ദർശനം തന്നെയാണ്. ഇന്നലെ ആന്റണി ബ്ലിങ്കൻ US വിദേശകാര്യ സെക്രട്ടറി 8 മണിക്കൂറോളമാണ് ചർച്ച നടത്തിയത്.
ബെഞ്ചമിൻ നെതന്യാഹുവായി. അതിന്റെ പശ്ചാത്തലത്തിലാണ് നാളെ ജോ ബൈഡൻ ഇസ്രായേലിൽ എത്തും എന്ന് ബ്ലിങ്കൻ വ്യക്തമാക്കിയത്. ഇസ്രായേലും വാഷിംഗ്ടണും ഗാസയിലെ ജനങ്ങളെ സഹായിക്കാനായി പദ്ധതികൾ തയ്യാറാക്കുന്നു എന്നാണ് ആന്റണി ബ്ലിങ്കൻ അറിയിച്ചത്. അതായത് ഇസ്രായേലിനുള്ള US-ന്റെ ഐക്യദാർഢ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനൊപ്പം ഗാസയിലെ ജനങ്ങൾക്കൊപ്പം കൂടിയാണ് തങ്ങൾ എന്ന് വരുത്തി തീർക്കാനാണ് അമേരിക്കയുടെ ശ്രമം. കാരണം ഗാസയിൽ ഒരു കൂട്ടക്കുരുതി അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേലിനെ അവർ ഗാസയിൽ കയറി ആക്രമിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിന്റെ ഒരു ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിന്റെ ഒരു ഭീകരത ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ ഒരു സന്ദർശനം എന്നറിയുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നാളെ വളരെ തന്ത്രപ്രധാനമായ നയതന്ത്ര പ്രാധാന്യമുള്ള സന്ദർശനം ജോ ബൈഡൻ നടത്തുന്നു എന്നുള്ളതാണ്. ഇതിനിടെ ഈ ഹമാസ് ആക്രമണം തിരിച്ചടിയായുള്ള ഇസ്രായേലിന്റെ വ്യോമാക്രമണവും ഒപ്പം ഗാസയിലെ പ്രതിരോധവും ഒക്കെ വല്ലാതെ കടുത്തോടെ ഗാസ വൻ മനുഷ്യ ദുരന്തത്തിന്റെ മുനമ്പിൽ കൂടിയാണ്. കാരണം ഓരോ നിമിഷവും ഒരു മിനിറ്റിൽ ഒരാൾ വീതം ആശുപത്രിയിൽ എത്തുന്നു എന്നുള്ളതാണ് കണക്ക്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരണം 3000-ന് മുകളിലായി. അതായത് ഇതുവരെ ആക്രമണം ഉണ്ടായതിൻ്റെയൊക്കെ ഇരട്ടി മരണം ഗാസയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ മരിച്ചതിൽ 4-1 കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം. 10,000-ന് മുകളിൽ ആളുകൾക്ക് പരിക്കേറ്റ് വിവിധ ആശുപത്രികൾ ചികിത്സയിലുണ്ട്. ഇത്തരത്തിൽ ലോകാരോഗ്യ സംഘടനയൊക്കെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അടിയന്തരമായി സഹായം എത്തിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്രമണങ്ങൾ നിർത്തിവെച്ചില്ല എങ്കിൽ അത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്ക്, ദുരന്തങ്ങളിലേക്ക് പോകും. അത് കൂട്ടക്കുരുതിക്കിടയാക്കും. കാരണം ഇനിയും ഒരു 10-17 ലക്ഷം ജനങ്ങൾ ഈ മേഖലയിലുണ്ട്. 4-4.5 ലക്ഷം പേരാണ് ഒഴിഞ്ഞുപോയത്. ബാക്കി ആളുകൾ മൊത്തം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ ലെബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇന്നലെ അർദ്ധരാത്രി വലിയ ബോംബാക്രമണം ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ നടത്തി ഇസ്രായേൽ എന്നുള്ളതാണ്. നമുക്കറിയാം, ലെബനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ചെറിയ തോതിൽ ആക്രമണം ഉണ്ടായിരുന്നു. ഇത് ചെറുക്കുന്നതിന്റെ ഭാഗമായാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് വലിയ ആക്രമണം നടത്തിയത്. ഇസ്രായേലിനെ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഹിസ്ബുള്ളയ്ക്കും. ഈ ബന്ദികളാക്കിയവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനത്തിലേക്കായിരിക്കും കടക്കുക? ബന്ദികളാക്കിയത് പുതിയ കണക്കനുസരിച്ച് 199ഓളം ആളുകൾ വിദേശ പൗരന്മാരടക്കം ബന്ദികളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ വിദേശ പൗരന്മാരെ വിട്ടയക്കാം എന്ന് ഹമാസ് ഏതാണ്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഗാസയിലെ ആക്രമണം നിർത്തിയാൽ മാത്രമേ ഇസ്രായേലി പൗരന്മാരെ വിട്ടയക്കൂ എന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം. അത് വളരെ നിർണായകമായ ഒന്നാണ്. തങ്ങളുടെ വിദേശ പൗരന്മാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിവിധ രാജ്യങ്ങൾ, അതിൻ്റെയൊക്കെ കണക്ക് പ്രത്യേകമുണ്ട്, വിവിധ രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. ഇത് എങ്ങനെ ഈ വിഷയത്തെ സമീപിക്കും? നേരത്തെ ഈജിപ്ഷ്യൻ അതിർത്തി തുറന്നു കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. വിദേശ പൗരന്മാരെ, ബന്ദികളാക്കപ്പെട്ടവരെ അതിർത്തി കടത്താൻ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ശക്തമായ വ്യോമാക്രമണം, 10,000-കണക്കിന് പേർ ഈ വ്യോമാക്രമണം നടന്ന നശിക്കപ്പെട്ട കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന ദയനീയമായ വാർത്തകളും കാഴ്ചകളും പുറത്തു വരുന്നുണ്ട്. അവർക്ക് യാതൊരു സംവിധാനവും ഒരുക്കാനുള്ള സഹായം അല്ലെങ്കിൽ വെള്ളം പോലും നൽകാനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല. അത്രത്തോളം ദുരിതത്തിലാണ് ജനങ്ങൾ. നമുക്ക് ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ ഭീതിജനകമായ ദൃശ്യങ്ങളാണ്. കാരണം ശവപ്പറമ്പ് പോലെ ഗാസയുടെ മിക്ക പ്രദേശങ്ങളുമായി കഴിഞ്ഞു. ഇതൊക്കെ ഇനി തിരികെ പൂർവ്വസ്ഥിതിയിലെത്തും എന്ന കാര്യത്തിലൊക്കെ ഇനി പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ വലിയ മനുഷ്യ ദുരന്തം, വലിയ നാശനഷ്ടത്തിന്റെ ഒരു മേഖലയിലാണ് ഇപ്പോൾ ഗാസ ഉള്ളത്. ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം അത് വ്യാപിക്കുമോ എന്നുള്ളൊരു ആശങ്കയിലേക്ക് കൂടി കടക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ നയതന്ത്ര ശേഷി ഉപയോഗിക്കാൻ, അതായത് ഇസ്രായേലിനെ തടയാൻ വേണ്ടി ചൈനയോട് ഇറാൻ ആവശ്യപ്പെടുന്നത്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ ഈ ജോ ബൈഡനും നെതന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ച എത്രത്തോളം നിർണായകമാണ് പൊളിറ്റിക്കലി? ഒപ്പം തന്നെ ഈ മറ്റ് രാജ്യങ്ങളോട് ഇടപെടാൻ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ ഇത് വ്യാപിക്കാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? ഈ തൽക്കാലം മറ്റ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഒരു ആക്രമണ പദ്ധതിയിലേക്ക്, ലെബനൻ ഒഴിച്ച് മറ്റു രാജ്യങ്ങൾ ഒരു ആക്രമണത്തിലേക്ക് എത്തും എന്ന് കരുതാനാവില്ല. കാരണം ഇറാനാണ് നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരുപക്ഷെ ഈ പലസ്തീനെ സഹായിക്കാൻ ഇറങ്ങുക. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോകക്രമത്തിലൊക്കെ വന്ന മാറ്റത്തിനനുസരിച്ച് ഇറാന് അതിന് പരിമിതികളുണ്ട്. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചിരുന്നു ഫോണിൽ. അവിടെയും സമവായ ശ്രമങ്ങൾ ആവശ്യമാണ്. ഗാസയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഇടപെടൽ വളരെ പ്രധാനമാണ്. അമേരിക്ക കൂട്ടക്കുരുതി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും പൂർണ്ണമായും ഇസ്രായേലിനെ തടയാൻ, അവരുടെ പരമാധികാരത്തെ തടയാൻ അമേരിക്ക തയ്യാറാകുന്നില്ല. അങ്ങനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പമുണ്ട്. നമുക്കറിയാം, നേരത്തെയൊക്കെ ഇത്തരം ആക്രമണം ആരംഭിക്കുമ്പോൾ 5-10 ദിവസത്തിനകത്ത് ഈ ആക്രമണം പലവിധ ചർച്ചകളിലൂടെ അവസാനിക്കുന്നതാണ്. ഈജിപ്തൊക്കെ മിക്കവാറും ഇടപെട്ട്, സൗദിയൊക്കെ ഇടപെട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത്തവണ അറബ് രാഷ്ട്രങ്ങൾ പോലും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് വലിയ തോതിൽ ഒരാശങ്ക. ഈ ബൈഡന്റെ ഉൾപ്പെടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിന് എന്നുള്ള തരത്തിലേക്ക് പോകുമ്പോൾ ഈ ഗാസ പിടിച്ചെടുക്കുന്നത് അബദ്ധമായിരിക്കും എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് അമേരിക്ക ഉൾപ്പെടെ എത്തുന്നത്. എന്തുകൊണ്ടായിരിക്കും ആ വിഷയങ്ങളിൽ, ഇപ്പൊ ഗാസ എന്നുള്ളത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അത്തരത്തിലൊരു പ്രതികരണം ഇല്ലെങ്കിൽ അഭിപ്രായവുമായി ലോകരാജ്യങ്ങൾ എത്താനുള്ള കാരണം?
അമേരിക്ക ആദ്യം മുതൽ നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആദ്യം മുതലേ ഇസ്രായേലിനൊപ്പമായിരുന്നു. പക്ഷേ ഈ കൂട്ടക്കുരുതി നമുക്കറിയാം, ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴാൻ ഇടയുണ്ട് ഇനിയുള്ള കരയുദ്ധമടക്കം കാര്യമായി ആക്രമിച്ചാൽ. ആ കൂട്ടക്കുരുതി അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണം, അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ജോ ബൈഡൻ പറയുകയും ചെയ്തു, ബെഞ്ചമിൻ നെതന്യാഹുവിന്. പക്ഷേ ഈ പറച്ചിലുകളപ്പുറം ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാനോ ഈ വെള്ളം നൽകുന്നതിനപ്പുറം മറ്റ് അവശ്യ സാധനങ്ങൾ ഗാസയിലെ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ റെഡ് പോലും അല്ലെങ്കിൽ UN പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം ആശങ്കാജനകമാണ് ആ മേഖലയിലെ സ്ഥിതി. ഈ നെതന്യാഹുവിനും വലിയ ഭയം ഉണ്ടാവും അല്ലേ? ഈ ഇസ്രായേൽ സൈന്യത്തിന് ആൾനാശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെല്ലാം തിരിച്ചടിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ലോകരാജ്യങ്ങളൊക്കെ ഇതിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാകുമ്പോൾ ഈ ഗാസ എന്നുള്ളത് അല്ലെങ്കിൽ കരയുദ്ധം എന്നുള്ളതിനെ കുറച്ചുകൂടി വൈകിപ്പിക്കുന്നത്. കരയുദ്ധം ഇപ്പോൾ നമുക്കറിയാം, ആയിരക്കണക്കിന് ടാങ്കറുകൾ ഈ പലസ്തീൻ ഗാസയുടെ അതിർത്തിയിൽ ഉടനീളം വിന്യസിച്ചു കഴിഞ്ഞു. പക്ഷേ അതിനുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നത് ബങ്കറുകളിലാണ്. ഈ ബങ്കറുകളുടെ മനുഷ്യ കവചങ്ങൾ തീർത്താണ് അവർ പല സ്ഥലങ്ങളിലും ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ട്രീറ്റ് ടു സ്ട്രീറ്റ് ഫൈറ്റിലേക്ക്, തെരുവ് യുദ്ധത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഈ തീവ്രവാദികളെ കണ്ടുപിടിച്ച് ഇസ്രായേൽ സേനയ്ക്ക് അറ്റാക്ക് ചെയ്യാനും അവരെ കൊലപ്പെടുത്താനും ഒക്കെയുള്ള ഒരു പറഞ്ഞ പോലുള്ള നടപടിയിലേക്ക് പോകാൻ സാധിക്കും. അത് വലിയ തോതിലുള്ള കൂട്ടക്കുരുതി ഉണ്ടാക്കുമെന്നും ലോകരാജ്യങ്ങളുടെ മൊത്തം വികാരം ഇസ്രായേലിനെതിരാകുമെന്നുള്ള ബോധ്യത്തിലാണ് ഇസ്രായേൽ. അതുതന്നെയാണ് അമേരിക്ക അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു കരയുദ്ധം എന്നതിൽ ഏത് നിമിഷവും ഉണ്ടാകും എന്ന് 2 തവണ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ടായതിനു ശേഷവും ഇപ്പോഴും കരയുദ്ധത്തിലേക്ക് കടക്കാൻ ഇസ്രായേൽ മടിക്കുന്നത്. ശരി, നന്ദി രഞ്ജിത്ത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. അറബിക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയാണ് കേരളത്തിൽ ശക്തമായ മഴ പെയ്യാൻ കാരണം. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വരുന്ന ഏതാനും ദിവസങ്ങളിൽ കൂടി കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ഉയർന്ന തിരമാലകൾ വരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ജാഗ്രതാ നിർദ്ദേശം. ഞാനിപ്പോൾ നിൽക്കുന്നത് ടെക്നോ പാർക്കിന്റെ ഫേസ് 3ക്ക് സമീപത്താണ്. ഈ ഫേസ് 3യുടെ അയാളുടെ കാൽഭാഗം കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിലായിരുന്നു. ഇന്നലെയും സമാനമായ സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്നലെ ഏതാണ്ട് ഉച്ചയോടെയാണ് വെള്ളം ഇറങ്ങി തുടങ്ങിയത് പൂർണ്ണമായിട്ട്. അതിൻ്റെ ഫേസ് 3യിലേക്ക് എളുപ്പത്തിൽ കടന്നു പോകുന്ന ഒരു നടപ്പാലമാണിത്. ഇതിൻ്റെ ഇരു കൈവരികളും, അതായത് ഇതിൻ്റെ 2 ഭിത്തികളും കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ മഴയിൽ വെള്ളം കുതിച്ചൊഴുകി രണ്ടും തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ഇപ്പോൾ നടന്നു പോകാനുള്ള വഴി മാത്രമാണുള്ളത്. സുരക്ഷാ വേലിയായി തീർത്തിരുന്ന സ്ഥലമാണ് തകർന്ന് കഴിഞ്ഞ ദിവസം താഴേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായത്. ജീവനക്കാരടക്കം ഫേസ് 3യിലേക്ക് പോകുന്നത് ഈ വഴിയെയാണ്. കടന്നു പോകുന്ന വഴിയിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. പക്ഷേ ഫേസ് 3യിൽ നിന്ന് വെള്ളം ഇറങ്ങിയിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്ത മാത്രമാണ് നമുക്ക് ഇവിടുന്ന് പങ്കുവെക്കാൻ കഴിയുക. ഒരു തവണ കൂടി ഇങ്ങനെ ശക്തമായ മഴ പെയ്താൽ വീണ്ടും സമാനമായ സാഹചര്യമുണ്ടാകും. കാരണം മാലിന്യങ്ങളടക്കം ഈ സമീപത്തുള്ള തോടുകളിലേക്ക്, ഈ ചതുപ്പ് സ്ഥലങ്ങളിലേക്ക് അടിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. ഒരു തവണ കൂടി ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായാൽ വീണ്ടും സമാനമായ രീതിയിൽ ഇവിടെ വെള്ളം പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനടക്കമുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്യപൂർവമായിട്ടാണ് ഇത്തരത്തിൽ ടെക്നോ പാർക്കിന് ഉള്ളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം. ഇതിനു മുമ്പും പലതവണ പ്രളയത്തിന് സമാനമായ സാഹചര്യങ്ങൾ തലസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ ടെക്നോ പാർക്കിനകത്തേക്ക് ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം അത് അപൂർവമായിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി അധികൃതർ അത്തരമൊരു സാഹചര്യം ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കനത്ത മഴ വീണ്ടും പെയ്യാനുള്ള സാധ്യത തലസ്ഥാനത്തടക്കം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായ മുന്നറിയിപ്പാണ് മത്സ്യത്തൊഴിലാളികൾക്കടക്കം ദുരന്ത നിവാരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നടക്കം നൽകിയിരിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത തേടിയുള്ള ഹർജികളിൽ അല്പസമയത്തിനകം സുപ്രീം കോടതി വിധി പറയും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുന്നത്. നിയമസാധുത നൽകരുതെന്ന നിലപാടാണ് വാദത്തിലുടനീളം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. അശ്വിനി എസ് ചേരുന്നുണ്ട്. അശ്വിനി, ഇതിപ്പോൾ അല്പസമയത്തിനകം ഒരു ചരിത്ര വിധിയിലേക്കായിരിക്കുമോ സുപ്രീം കോടതി കടക്കുക? ധന്യ, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? ഒരു ചരിത്ര വിധി ഉണ്ടാകുമോ?
തീർച്ചയായിട്ടും അത്തരത്തിലൊരു വിധിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്വവർഗ വിവാഹം എന്നുള്ളത്. ഏറെ നാളായി, അതായത് 2023 ഏപ്രിൽ മുതൽ തുടങ്ങിയൊരു വാദമാണ്. 10 ദിവസങ്ങളിലായിട്ട് മാത്രമാണ് വാദം കേട്ടതെങ്കിലും ഏകദേശം 40 മണിക്കൂറിലേറെ വാദം ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിഷയത്തിൽ വാദം കേൾക്കുന്നത്. മുതിർന്ന അഭിഭാഷകരായ മുകുൾ റോത്തഗി, അഭിഷേക് മനു സിംഗ്വി, രാജു രാമചന്ദ്രൻ തുടങ്ങിയവർ വിഷയത്തിൽ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരാകുന്നുമുണ്ട്. അത്തരത്തിലേറെ ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ കൂടി ശ്രദ്ധ നേടുന്ന ഒരു വിഷയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എന്ത് വിധി വന്നാലും അതെല്ലാം ഇതിനകത്ത് സുപ്രധാനമായി തന്നെ വേണം കണക്കാക്കാനായിട്ട്. ഇതില് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന വാദങ്ങൾ ഏതു തരത്തിലാണ്? അതിനുള്ള ഒരു നിയമസാധുത നൽകരുത് എന്നുള്ളൊരു വാദം നടന്നിരുന്നുവല്ലോ. അതിൽ എത്രത്തോളം പ്രതീക്ഷയായിരിക്കും ആ വിഭാഗം വെക്കുന്നത്? ഇനി അതല്ല, നേരത്തെ അശ്വിനി പറഞ്ഞതുപോലെ ലോകം മുഴുവൻ നോക്കി ഇരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാകുന്ന ഒരു വിധിയിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങൾ, സമൂഹത്തിന്റെ മാറ്റം കൂടി കണ്ടുകൊണ്ട് ഈ ബെഞ്ച് എത്തരത്തിലൊരു വിധിയിലേക്ക് കടക്കാനായിരിക്കും സാധ്യത. ധന്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇതിൽ വാദം കേൾക്കുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് പുറമെ സഞ്ജയ് കിഷൻ കൗൾ, SR ഭട്ട്, ഹിമ കോഹ്ലി, PS നരസിംഹ എന്നിവരാണ് ബെഞ്ചിലുള്ളത്. ഇതിൽ DY ചന്ദ്രചൂഡിന്റെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്കത് എടുത്ത് പറയേണ്ടതാണ് ഈ സാഹചര്യത്തിൽ. കാരണം 2018 സ്വവർഗ രതി അനുകൂലമാക്കിയ സുപ്രീം കോടതി വിധി പറഞ്ഞ ബെഞ്ചിലെ ഒരു അംഗമായിരുന്നു ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാദങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ ഈ ബെഞ്ചിന്റെ നിലപാടുകൾ. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് പത്മലക്ഷ്മി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീമതി പത്മ, സ്വർഗ വിവാഹം അതിന് നിയമസാധുത നൽകണമെന്ന വളരെ സുപ്രധാനമായ ഹർജിയിലാണ് ഇന്ന് വിധി വരാനിരിക്കുന്നത്. എന്താണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടി ഒറ്റുനോക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ഈ കേസിന്റെ തുടക്കം മുതൽ, അതായത് 10 ദിവസത്തെ ഒരു മാരത്തോൺ ആയിട്ടുള്ള ഒരു വാദമായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട 5-അംഗ ബെഞ്ചാണ് അത് കേട്ടത്. ഈ ഒരു ദിവസത്തിൽ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നതിന്റെ കാരണം അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരിക്കലും തിയറിറ്റിക്കൽ ഇഷ്യൂസ് അല്ല, അത് ഞങ്ങളുടെ ലൈഫാണ്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് മാറ്റർ. ഏകദേശം 18 സെയിം സെക്സ് കപ്പിൾസ് ആണ് സുപ്രീം കോടതിനകത്തേക്ക് മൂവ് ചെയ്തത്. ഇതിലെന്താണ് പരിശോധിക്കുക? ഈ വ്യക്തി നിയമങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേക വിഭാഗത്തിലെ വകുപ്പുകളിൽ മാറ്റം വരുത്തിയുള്ള വിധിയായിരിക്കുമോ വരിക? തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ അനുകൂലമായിട്ടുള്ള കാര്യം. ഒരു അഭിഭാഷക എന്ന നിലയിൽ കോടതി വിധി വരാൻ വേണ്ടി നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന സമയത്ത് ഞാൻ മുൻകൂട്ടി യാതൊരുവിധ പ്രവചനങ്ങളും നടത്താനുള്ള അധികാരം എനിക്കില്ല. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായ വാദങ്ങളിനകത്ത് വ്യക്തമായി തന്നെ നമ്മൾ എടുത്ത് ആർഗ്യൂ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് ഇത്. India is a marriage-based culture, and that LGBT couple should be granted the same right as any heterosexual couple, such as status of the spouse in financial, banking, insurance issues, medical, end-of-life insurance, inheritance, succession, even adoption and surrogacy. ഇതേപോലെ ഒരു കേസ് നമ്മളുടെ കേരള ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. ഇതുപോലെയല്ല, ഏകദേശം സമാനമായിട്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ട്രാൻസ്പാരന്റിങ് സഹദാൻ ചെയ്യാം. ആ കേസിനകത്തും നമ്മള് പ്രധാനമായിട്ടും, അതായത് ആ കേസില് നമ്മൾ ആവശ്യപ്പെടുന്ന ഇത്രയേ ഉള്ളൂ, ഫാദർ ആൻഡ് മദർ എന്നതിന് പകരം ബ്ലാക്ക് ലോ ഡിക്ഷണറിയില് പ്രധാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെടുവിച്ച ഒരു വിധിയിൽ ബ്ലാക്ക് ലോ ഡിക്ഷണറിയിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പാരന്റ്, ദാറ്റ് മീൻസ് ദ ഫാദർ ആൻഡ് മദർ both are included. അതൊരു ഒരു യൂണിസെക്ഷൽ വേർഡ് അല്ലേ പാരന്റ് എന്ന രീതിയിൽ വ്യക്തമായി പറയുന്നു. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. നമ്മുടെ ആവശ്യവും അത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു മാർഗരേഖയുണ്ടോ? അപ്പൊ കുട്ടികളെ ദത്തെടുക്കുകയാണെങ്കിൽ പോലും അതിനൊരു മാർഗരേഖ അതെല്ലാം നമുക്ക് ഇന്നത്തെ അതാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സമാനമായി സഹദിന്റെയും സിയുടെയും കേസാണ്. അതിന് സമാനമായിട്ടുള്ള ഒരു കേസായിട്ട് ഞാൻ ഇതിനെ ഉപമിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പാരന്റ് എന്നൊരു വാക്കാണ്. സോ അപ്പോൾ പോലും
നമ്മൾ ഈ ഒരു വിധിയിൽ നിന്നായിരിക്കാം ഇനിയുള്ള പലതും മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ പത്മ, ഈ സ്വവർഗ വിവാഹം നിയമപരമാക്കാതെ തന്നെ ഈ പങ്കാളികൾക്ക് പല ആനുകൂല്യങ്ങളും ഉറപ്പാക്കുക എന്നൊരു നിർദ്ദേശം കോടതി നേരത്തെ വെച്ചിരുന്നല്ലോ. അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? അതിനോട് എനിക്ക് വിയോജിപ്പുള്ള വ്യക്തിയാണ്. കാരണം ഞാൻ ഓൾറെഡി തന്നെ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ അതായത് ഈക്വലന്റ് ആണ്. ഇത് ഇന്ത്യൻ മാരേജ് ബേസ്ഡ് കൾച്ചറാണ്. സോ കപ്പിൾ ഷുഡ് ബി ഗ്രാൻഡഡ് സെയിം റൈറ്റ് ആസ് എ ഹെറ്ററോസെക്ഷൽ കപ്പിൾ. എന്തിനാണ് ഒരു വേർതിരിവ്? എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന, സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഇന്ത്യ. അപ്പോഴല്ലേ നമ്മളെല്ലാവരും ഈക്വലന്റ് ആവുന്നുള്ളൂ, ആർട്ടിക്കിൾ 14 ഒരു അർത്ഥം വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇവർക്ക് മാത്രം ഞങ്ങൾ പ്രത്യേക റൈറ്റ് തരാം എന്ന് പറയുന്നതിനോട് എങ്ങനെ യോജിക്കാൻ സാധിക്കുന്നു എനിക്കറിയില്ല. പാർലമെന്റ് ഈ വിഷയം എങ്ങനെ എടുക്കുമെന്നാണ്, അല്ലെങ്കിൽ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് ഈ വിഷയത്തിനോട് ആദ്യം മുതലേ ബഹുമാനപ്പെട്ട അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്റ്റാൻഡിനോട് 100% വിയോജിപ്പുള്ള വ്യക്തിയാണ് ഞാൻ. അവർ എതിർ സത്യവാങ്മൂലം കൊടുത്തു എന്നാണ് നമ്മള് വാർത്താ മാധ്യമങ്ങളിലൂടെയും എല്ലാം തന്നെ നമ്മൾക്ക് വ്യക്തമാക്കാൻ, അതായത് നമുക്ക് മനസ്സിലാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ പൂർണ്ണമായിട്ടും വിയോജിപ്പ്, ശക്തമായി തന്നെയുള്ള വിഷമവും ഞാൻ രേഖപ്പെടുത്തിയ വ്യക്തിയാണ്. അതിൽ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുക. അത് കേന്ദ്രം മാത്രമല്ല, കേരളത്തോട് അഭിപ്രായം ചോദിച്ചപ്പോൾ കേരളം പോലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അറിയിച്ചിട്ടില്ല പല സംസ്ഥാനങ്ങളും. തീർച്ചയായിട്ടും അതിനകത്ത് പൂർണ്ണമായിട്ടും യോജിപ്പും വിഷമവും ഞാൻ രേഖപ്പെടുത്തിയ വ്യക്തിയാണ്. 99.9% ആളുകൾക്കും ഇതിനോട് വിയോജിപ്പാണെന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ ലൈവ് വായിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ ആ സമയം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അപ്പൊ ബാക്കി 1% ആണോ ഞങ്ങളെല്ലാവരും എന്ന് ചോദിക്കുകയുണ്ടായി. പക്ഷേ ഈ മതപരമായിട്ട് ഇപ്പൊ ജമാഅത്തിനെയും ഇല്ലെങ്കിൽ ഈ സന്യാസി, അഖിലേന്ത്യാ സന്യാസി ആ ടീമൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ കൂടിയായിരിക്കും സ്റ്റേറ്റുകൾ ഇതിൽ നിലപാടെടുക്കാത്തത്. പക്ഷെ കൃത്യമായി പാർലമെന്റിൽ ഈ വിഷയം ശരിയായ രീതിയിൽ ചർച്ച ചെയ്യുകയും തീരുമാനത്തിലേക്ക് കടക്കേണ്ടതുമില്ലേ? തീർച്ചയായിട്ടും കടക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഇതൊരു വിഷയം ഒരു എന്താ പറയാ വോട്ട് ബാങ്കായിട്ട് മാത്രം കാണരുതെന്നാണ് ഒരു എന്താ പറയാ എന്റെ ഒപ്പീനിയൻ. അങ്ങനെയാണ്. ഒരിക്കലും ഇതൊരു വോട്ട് ബാങ്കായിട്ട് നിങ്ങൾ കാണരുത്. കാരണം ഇവിടെ ജീവിക്കുന്ന കുറെ മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വാദിക്കുന്നത്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കുട്ടി ആക്ച്വലി ആ ഒരു ബേബിയുടെ റൈറ്റ്, അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരു പാർട്ട്ണറിന് വേണ്ടി ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല, റെന്റൽ അക്കോമഡേഷൻ കിട്ടില്ല. അങ്ങനെ അതായത് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റില്ല പാർട്ട്നേഴ്സിന്. പിന്നെ മീൻസ് ഒപ്പമുള്ള പാർട്ട്ണറിന്റെ മരണശേഷം ആ സ്വത്തുക്കളുടെ കാര്യം, 1000 പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരിക്കലും ഒരു ഇലക്ഷൻ, ഒരു വോട്ട് ബാങ്ക് ബേസ് ചെയ്തുകൊണ്ട് അത്തരം രീതിയിലേക്ക് ഒരിക്കലും ആ രീതിയിലത്തെ ഒരിക്കലും കടക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവിതമായി കാണുക. വർമ്മ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെ ഒരു കണ്ണാടി ഷുഡ് ബി നല്ലോണം തിളങ്ങുന്നതായിരിക്കണം. ആ കണ്ണാടിയിൽ ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു തിളങ്ങുന്ന കണ്ണാടിയുള്ള ഒരു സുദിനമായി മാറട്ടെ. പ്രതീക്ഷിക്കുന്ന വിധി ഉണ്ടാകട്ടെ. താങ്ക് യു ഞങ്ങളോട് ഈ സമയത്ത് സംസാരിച്ചതിന്. അശ്വിനി വീണ്ടും ചേരുന്നുണ്ട്. അശ്വിനി, എപ്പോഴായിരിക്കും കോടതി വിധി പറയുക? ധന്യ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ വിധി പ്രസ്താവിക്കും. കാരണം വാദങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇതിൽ നിന്ന് വിധി പ്രസ്താവിക്കുക മാത്രമാണ് ബാക്കിയുള്ളത്. നേരത്തെ നമ്മൾ ചർച്ചയിൽ കേട്ടിരുന്നു പത്മലക്ഷ്മി ഉന്നയിച്ച ചില വാദങ്ങൾ. അത് തന്നെയാണ് ഇതിനകത്ത് അവർ എടുത്തു പറയുന്നത്. അതുൾപ്പെടെ ചില പ്രശ്നങ്ങൾ, ഇപ്പം വിധി അനുകൂലമായി വന്നാൽ പോലും പല നിയമങ്ങളിലും മാറ്റങ്ങളടക്കം വരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് 1954 ഹിന്ദു മാരേജ് ആക്ട്, അത് പ്രകാരമാണ് ഇത്തരത്തിലൊരു ഹർജി ഇവർ നീക്കിയിട്ടുള്ളത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പുരുഷനും സ്ത്രീയും അടങ്ങുന്ന ദമ്പതികൾ എന്നാണ്. അതിനകത്ത് 4-ാം വകുപ്പിൽ അതിൽ വിവക്ഷിക്കുന്നത്. അതിൽ സ്ത്രീയും പുരുഷനും എന്നത് മാറ്റിയിട്ട് സ്ത്രീയും ഭാര്യയും ഭർത്താവും എന്നാണ് വിവക്ഷിക്കുന്നത്. അതിൽ സ്ത്രീയും പുരുഷനും എന്നാക്കണമെന്നാണ് ഇപ്പോൾ ഇവർ വാദം ഉന്നയിക്കുന്ന ഒരു പ്രധാന വിഷയം.
അതടക്കം മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിയമത്തിലടക്കം വലിയ മാറ്റങ്ങളായിരിക്കും വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിനെ എതിർക്കുന്നത്. കാരണം ഇത് പാർലമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു വിഷയമാണ്. കാരണം നിയമത്തിലടക്കം മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പാർലമെന്റ് വകുപ്പിനകത്തോട്ട് കയറി കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇടപെടാൻ പാടില്ല എന്നൊരു വാദമാണ് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, വരേണ്യവർഗത്തിന്റെ അർബൻ എലീറ്റിസ്റ്റുകൾക്ക് ഇടയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ഇതാണ്, അതായത് സ്വവർഗ ലൈംഗികത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആവശ്യം എന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഇതിന് നിയമസാധുത നൽകുന്നത് പരമ്പരാഗത കുടുംബ സങ്കല്പങ്ങൾക്കൊക്കെ എതിരാണ് എന്നാണ് കേന്ദ്രത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. നേരത്തെ അഡ്വക്കേറ്റ് പത്മ പറഞ്ഞതുപോലെ അതിൽ അവിടെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനിയിപ്പം കോടതിയിൽ നിന്ന് എന്ത് വിധി വന്നാലും എങ്ങനെയായിരിക്കും കേന്ദ്രം അതിനെ കൈകാര്യം ചെയ്യുന്നത്? ധനിയ ഈ പറഞ്ഞതുപോലെയാണ്. കാരണം സുപ്രീം കോടതി ഇതിൽ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കുകയാണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ടിലടക്കം മാറ്റങ്ങൾ വേണ്ടിവരും. കാരണം അതിനകത്ത് ദമ്പതികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഭാര്യയും ഭർത്താവും എന്നുള്ളത് ചേർന്നിട്ടാണ്, അതായത് ആ സങ്കല്പമാണ്. അപ്പം അതിന് മൊത്തത്തിൽ ഒരു ഉടച്ചുവാർക്കൽ ആവശ്യമുണ്ട്. കാരണം അതിൽ പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ വ്യക്തികൾ എന്ന രീതിയിൽ അതിനെ പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഇതിനകത്ത് വരുന്നുണ്ട്. അതടക്കം മാറ്റിയാൽ മാത്രമേ ഇതൊരു നിയമം സാധുത ഇതിന് കൈവരികയുള്ളൂ. അതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അതിനുശേഷം പല നിയമവ്യവസ്ഥകൾ, അതായത് ദത്തെടുക്കൽ നിയമം, അതുപോലെ തന്നെ സ്വത്ത് അവകാശത്തിന്റെ വിഷയം, പിന്നെ ഇൻഷുറൻസ് അടക്കമുള്ള വിഷയങ്ങൾ, ഇതിനകത്തെല്ലാം ഈ ഒരു മാറ്റം ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദമ്പതികളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വത്ത് ആർക്ക് പോകണം, കുട്ടിക്ക് നൽകുന്നതിനകത്ത് അടക്കമുള്ള വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതിനെയാണ് ഈ കുടുംബ വ്യവസ്ഥിതിയെ തകർക്കും എന്നുള്ള കേന്ദ്രത്തിന്റെ നിരീക്ഷണം തന്നെയാണ് ഇവിടെ വലിയ അപകടം. അത് ആരെ ഭയന്നുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിൽ, ആദ്യമായിട്ടല്ല കേന്ദ്രം അത് പറയുന്നത്. പക്ഷേ എന്തായിരിക്കും നിലപാട് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇതുമായി ബന്ധപ്പെട്ട്, വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങളിലേക്ക്. The queer community, the LGBTIQ people in this country are expecting a positive verdict. It is not because of the societal acceptance. It is only because of the constitutional support that we had throughout our life in India. We know in this case especially the Union Ministry and many other state governments and many religious fundamentalists opposed us without any reason. So we expect a positive but not in a high tone. I'm not saying there will be a completely agreeing queer friendly verdict will be is coming. So the current Supreme Court ruling which is about to come is of a concern for all of us, because when we think from the perspective of each individual, yes, they are dignified individuals, but then when you try to create an order outside of the vested interest of a very minority group of people, then that causes issues. Why? Because we know that out of natural order, when we look the natural order, the love making or sexual intercourse is for love and procreation. ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പങ്കുവെക്കുകയും ലീഗിനെതിരെയുള്ള വികാരം പങ്കുവെക്കുകയും ചെയ്യും. ഇത് ഈ വിഷയം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് ലീഗ് ഇക്കാര്യത്തിൽ സമവായ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന സന്ദേശമാണ് ഈ ജിഫ്രി തങ്ങളുടെ വാക്കുകൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ PM സലാമിന്റെ വാക്കുകളാണ്. PM സലാം തട്ടം വിവാദത്തിൽ തുടങ്ങിവെച്ച അദ്ദേഹം പരോക്ഷമായി നടത്തിയ വിമർശനമാണ് ഇന്നിപ്പോൾ ഈ സമസ്തയെ ലീഗിനെയും ഇത്രയും വലിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ നടത്തിയ അഭിമുഖങ്ങളിൽ PM സലാം മാത്രമല്ല ലീഗിലെ പല നേതാക്കളും സമസ്തയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നാണ് സമസ്ത നേതാക്കൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരാൾ തുടങ്ങി വെച്ചത് മറ്റുള്ളവർ ഏറ്റുപിടിച്ച് പോകുന്ന ഒരു സാഹചര്യം, ഇതിനൊക്കെ തന്നെ വഴിവെച്ചത് ലീഗിനേക്കാൾ ഈ CPM-നോട് ഇടതുപക്ഷത്തോട് സമസ്ത അടുക്കുന്നോ എന്ന ഒരു ചിന്ത ലീഗ് നേതാക്കളിൽ വന്നതാണ്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് സമസ്തയ്ക്കെതിരെ ഇത്തരത്തിൽ പരോക്ഷമായ പരിഹാസങ്ങളും വിമർശനങ്ങളൊക്കെ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിനുള്ള മറുപടി സമസ്ത അധ്യക്ഷൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഭരിക്കുന്നവരോട് എപ്പോഴും അടുപ്പം സൂക്ഷിക്കുക എന്നാണ് സമസ്തയുടെ നിലപാട്, നയം. അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അത് ആരും വിമർശിച്ചുകൊണ്ട് മാറില്ല എന്ന സമസ്തയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു വെടിനിർത്തൽ വേണമെങ്കിൽ സമസ്തയും ലീഗും നേതാക്കൾ തമ്മിലുള്ള ചർച്ച തന്നെ വേണം.
ഒരുപക്ഷെ സലാമിനെതിരെ നടപടി വേണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടേക്കും, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്താൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടേക്കും. അത്തരത്തിലുള്ള സമസ്തയുടെ നിലപാടുകളോട് ലീഗ് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് പ്രധാനപ്പെട്ടത്. നേരത്തെ തന്നെ നമുക്കറിയാം, ലീഗിലെ എല്ലാവരും സമസ്തയിലെ വിമർശനങ്ങൾ കേട്ടിരിക്കുന്നവരല്ല. ലീഗിന്റെ നിലപാടുണ്ട്. അത് സമസ്ത ഈ ഇടതുപക്ഷവുമായി അടുക്കുന്നതിന് ഒരിക്കലും ലീഗിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ലീഗ് നേതാക്കൾ പരസ്യമായും രഹസ്യമായും പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ സമസ്തയ്ക്കെതിരെ പരിഹാസവും വിമർശനവും ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊരു പറഞ്ഞു തീർക്കേണ്ട സമവായത്തിൽ എത്തേണ്ട വിഷയം തന്നെയാണ്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ലീഗിന് ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനവും മുന്നറിയിപ്പുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ് തങ്ങളാണ് വലിയ വിമർശനം ലീഗിനെതിരെ ഉന്നയിക്കുന്നത്. പറയാനുള്ള വിമർശനങ്ങളെല്ലാം കടന്നൽ ചരിത്രവിധി ഇന്ന് ഉണ്ടാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. സ്വർഗ വിവാഹ ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയാനിരിക്കുകയാണ്. അശ്വിനി ചേരുന്നുണ്ട്. അശ്വിനി, ഇവിടെ ഈ സ്വർഗ വിവാഹം അത് നിയമപരമാക്കുക എന്നുള്ളതിനോട് വലിയൊരു വിഭാഗം അതിനെതിരാണ്. അത് സമൂഹത്തിന്റെ പൊതുചിന്തയ്ക്കെതിരാണെന്നാണ് കേന്ദ്ര സർക്കാരും കോടതിയിൽ വാദിച്ചിരുന്നത്. പക്ഷേ DY ചന്ദ്രചൂഡിനെ പോലെയുള്ള ജഡ്ജിമാർ നേരത്തെ ഇതിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു രീതിയിൽ ഇവരെ അനുകൂലിക്കുന്ന തരത്തിലൊക്കെ പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പം എന്ത് പ്രതീക്ഷയാണ് പൊതുവെ ഈ വിഭാഗം പ്രതീക്ഷിക്കുന്നത്? അത്തരത്തിൽ കോടതിയിൽ നിന്ന് നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലാക്കി ഒരു വിധി വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ DY ചന്ദ്രചൂഡ് അടക്കമുള്ള നിയമ വിദഗ്ധർ ഇതിൽ ഈ വാദത്തിനിടെ നടത്തിയ പരാമർശങ്ങൾ തന്നെയാണ് ഇതിൽ ഈ ക്യൂർ വിഭാഗത്തിനടക്കം ഒരു പ്രതീക്ഷ നൽകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാദത്തിൽ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്ന വിഷയമായിരുന്നു ഇത് നഗര കേന്ദ്രീകൃത വരേണ്യ വർഗത്തിന്റെ കാഴ്ചപ്പാട് മാത്രമാണെന്നായിരുന്നു കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിച്ചത്. ഇതിനെ കൃത്യമായ സ്ഥിതി വിവര കണക്കുകളില്ലാതെ ആരോപിക്കാനാവില്ലെന്ന് ഈ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ വരേണ്യരുടെ മാത്രം വിഷയമല്ലെന്ന് വ്യക്തമാക്കാൻ ഹർജിക്കാരിൽ ഒരാളായ സൈനബ് പട്ടേലും തന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി നിലപാട് അറിയിച്ചിരുന്നു. കാരണം തെരുവിലടക്കം ഭിക്ഷ യാചിക്കേണ്ടി വന്ന സൈനബ് പട്ടേൽ തന്റെ ദുരവസ്ഥകളെല്ലാം കോടതിയിൽ വിവരിച്ചുകൊണ്ട് ഇതിനെതിരെ നിലപാടുകളെല്ലാം വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ എടുത്തു പറയേണ്ടത് DY ചന്ദ്രചൂഡിന്റെ ഒരു നേരത്തെയുള്ള ബെഞ്ചിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഇടപെടലായിരുന്നു. കാരണം ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്ത് നിയമനിർമ്മാണം നടക്കണമെന്ന സോളിസിറ്റർ ജനറലിന്റെ നിലപാടാണെന്ന് DY ചന്ദ്രചൂഡ് തിരുത്തിയത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് സുപ്രീം കോടതിയിൽ. ഇല്ലെങ്കിൽ ഇത് പണ്ടേ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇല്ലാതായി പോകുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഈ കേസ് നിലനിൽക്കാൻ തന്നെയുള്ള കാരണം. അങ്ങനെ നേരത്തെ നമ്മൾ നേരത്തെ സംസാരിച്ച അഡ്വക്കേറ്റിനോട് സംസാരിച്ചതുപോലെ അവർക്കൊന്നും ഈ കാര്യത്തിൽ പാർലമെന്റിൽ യാതൊരു വിശ്വാസവുമില്ല എന്നിടത്ത് നിൽക്കുമ്പോൾ ഏത് തരത്തിൽ കോടതി മൂവ് ചെയ്യും, ഇല്ലെങ്കിൽ വിധി വരും എന്നുള്ളതാണ്. ധന്യ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഇതിനകത്ത് കോടതിയുടെ ഒരു അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ പാർലമെന്റ് അടക്കമുള്ള നിയമനിർമ്മാണ സഭകളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയായിരിക്കും നടപ്പിലാകുക. അതിൽ പറയുന്നത് കോടതി ഇടപെടുന്നതിനെ കേന്ദ്ര സർക്കാർ എതിർക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് വിവാഹങ്ങൾ നിയമവിധേയമാക്കാനുള്ള അധികാരം നിയമനിർമ്മാണ സഭകൾക്കാണ്, കോടതിക്ക് അതിനുള്ള അധികാരം ഇല്ല എന്നാണ് ഭരണഘടന ബെഞ്ചിന് മുന്നിൽ മുകുൾ റോത്തഗിയല്ല ഭരണഘടന മുമ്പാകെ കേന്ദ്ര സർക്കാർ വാദിച്ചത്. സ്വവർഗ വിവാഹങ്ങൾ കോടതി നിയമവിധേയമാക്കരുതെന്നും ഇക്കാര്യത്തിൽ തീരുമാനം പാർലമെന്റിന് വിടണമെന്നും കേന്ദ്രം കോടതിയിൽ ആവശ്യപ്പെടുകയുണ്ടായി വാദത്തിനിടെ. എന്നാൽ ഇതിനെയെല്ലാം പാടെ തള്ളുന്ന നിലപാടാണ് ഭരണഘടനാ ബെഞ്ച് കൈക്കൊണ്ടിട്ടുള്ളത് വാദത്തിലുടനീളം. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷ നമുക്ക് വെക്കാം എന്നൊരു ഇതിൽ. ഈ വരേണ്യവർഗത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഇത് എന്നൊരു എതിർ സത്യവാങ്മൂലം കൂടി ആ സമയത്ത് കേന്ദ്രം നൽകിയിരുന്നു. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ ചില സംഘടനകൾ ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിരുന്നു. അപ്പം അതുകൂടിയൊക്കെ പരിഗണിച്ചില്ലെങ്കിൽ ആ വാദങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രതീക്ഷകൾ, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകളുടെ റിയാക്ഷൻസ് നമ്മൾ നേരത്തെ കേട്ടതാണ്. അപ്പം എന്ത് പ്രതീക്ഷയാണ് നിലവിൽ നമ്മളെപ്പോലൊരു രാജ്യത്ത് നിന്നുകൊണ്ട് ഇത് നേടിയെടുക്കാം, ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു അവർക്ക് വലിയ പ്രതീക്ഷയേകുന്ന ഒരു വിധിയിലേക്ക് കടക്കും എന്നുള്ള പ്രതീക്ഷകളാണോ അവർ നേരത്തെ പങ്കുവച്ചിരുന്നത്?
അത് തന്നെയാണ്, അങ്ങനെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം മിക്കവാറും ഉള്ള മതസംഘടനകൾ, അതായത് ജമാഅത്ത് ഉലമ, അതുപോലെ തന്നെ സന്യാസി സംഘടനകൾ, മറ്റ് ജാതി സംഘടനകളെല്ലാം ഇതിനെ എതിർത്തുകൊണ്ട് ഇതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാം നിലപാടുകൾ വളരെ ഇതിനെ എതിർത്തുകൊണ്ടുള്ള, സ്വവർഗ വിവാഹത്തിനെ എതിർത്തുകൊണ്ടുള്ളതാണ്. കാരണം ഇതൊരു ഓർത്തഡോക്സ് ആയിട്ടുള്ള സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ സംസ്കൃതി എന്നുള്ളതിൻ്റെ അതിൽ ഓർത്തഡോക്സ് ചിന്താഗതിയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ളൊരു വാദങ്ങളാണ് ഇവരെല്ലാം ഉന്നയിക്കുന്നത്. കാരണം വിവാഹം എന്നത് രണ്ട് ലിംഗക്കാർ തമ്മിലുള്ളതാണ്, അല്ലാതെ ഒരേ ലിംഗക്കാർ തമ്മിലുള്ളതല്ല. കാരണം വിവാഹത്തിൻ്റെ ഒരു ശേഷിപ്പുകൾ എന്ന് പറയുന്നത് കുട്ടികളും അതുപോലെ തന്നെയുള്ള സന്തതി പരമ്പരകളും ഒക്കെയാണ്. ഇതുണ്ടാകണമെങ്കിൽ രണ്ട് ലിംഗക്കാർ തമ്മിലുള്ള വിവാഹം ഉണ്ടായാൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇതെല്ലാം എത്രത്തോളം കോടതി അംഗീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഇന്ത്യ മാത്രമല്ല, ഇത് പല രാജ്യങ്ങളിലും, പല വിദേശ രാജ്യങ്ങളിലടക്കം ഇത്തരം സ്വവർഗ വിവാഹത്തിനെ എതിർക്കുന്ന ഒരു നിലപാടുകളുണ്ട്. കേവലം 34 രാജ്യങ്ങൾ മാത്രമാണ് ഇതുവരെ സ്വവർഗ വിവാഹത്തിനെ അനുകൂലിച്ച് നിയമം പാസ്സാക്കിയിട്ടുള്ളത് എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഇത്രയധികം രാഷ്ട്രങ്ങളുള്ള സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഇത്രയധികം രാഷ്ട്രങ്ങൾ പുരോഗമന ചിന്താഗതിയുള്ള പല രാഷ്ട്രങ്ങളിൽ പോലും ഈ ഇത്തരം വിവാഹത്തിന് അനുമതി നൽകിയിട്ടില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ശരി അശ്വിനി, ഇപ്പോൾ അതീഷ് അഗർവാളിന്റെ പ്രതികരണം കേൾക്കാം. This granting this permission will be very bad. This will be not in accordance with our system prevalent in India. हिंदुस्तान का एक अलग मेंटेलिटी है, यहाँ के अलग कायदे कानून हैं, और सुप्रीम कोर्ट को ये तो कानून बनाना इस तरीके का बहुत गलत होगा, क्योंकि कानून बनाने का काम भारत की जो इलेक्टेड पार्लियामेंट है उसका है. सुप्रीम कोर्ट को एग्जीक्यूटिव और लेजिस्लेचर के काम में इंटरफेरेंस नहीं करना चाहिए, ये मैं मानता हूँ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എല്ലാവരെയും കടന്നൽ കടിച്ച ശേഷം കൂടിന് തീ കൊടുത്തിട്ട് കാര്യമില്ലെന്നും ജിഫ്രി തങ്ങൾ തുറന്നടിച്ചു. സമസ്തയെ പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഇനി പറയരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. PMA സലാം ഉയർത്തിയ വിമർശനങ്ങളെ പരോക്ഷമായി വിമർശിച്ചായിരുന്നു ജിഫ്രി തങ്ങളുടെ വാക്കുകൾ. തീർച്ചയായും ഈ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല, അത് എരിഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് സമസ്തയുടെ ബഹുമാനനായ അധ്യക്ഷൻ മുത്തു ജിഫ്രി തങ്ങളുടെ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് ആദ്യമായാണ് അദ്ദേഹം ലീഗിനെതിരെ ഇത്രയും കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി ഇനി ഈ വിഷയത്തിൽ ആരും വലിയ പ്രസ്താവന നടത്തരുത് എന്ന് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അത്തരത്തിലുള്ള പ്രസ്താവനകൾ പോകരുത് എന്ന് പറഞ്ഞ അതേ ദിവസമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. 3 കാര്യങ്ങളാണ് ഇതിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, PMA സലാമിനെതിരെയുള്ള വിമർശനം. അത് സലാമിനെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ പറയാനുള്ളതൊക്കെ പറയുന്ന ആളുകളെ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നിയന്ത്രിക്കണം, കെട്ടിയിടണം, ചങ്ങലക്കിടണം, അല്ലെങ്കിൽ വേറെ എവിടെയും കൊണ്ടുപോകണം എന്നൊക്കെ തരത്തിൽ അതിരൂക്ഷ വിമർശനമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇനി വായടയ്ക്കണമെന്ന് പറയുന്നത് കടന്നൽക്കൂട് ഇളകി വന്ന് കടന്നൽ കുത്തേറ്റതിന് ശേഷം കടന്നൽക്കൂട് കത്തിക്കാൻ തീരുമാനിക്കുന്നത് പോലെയാണ്. അങ്ങനെയാണെങ്കിൽ അത് മുൻപേ നടത്തണമായിരുന്നു എന്ന ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് സമസ്തയ്ക്കറിയാം ആരെ എവിടെ നിർത്തണമെന്ന്, അതിൽ വേറെ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. സമസ്തയുടെ പോഷക സംഘടനകൾ സമസ്തയുടെ ഭാഗമാണ്. അത് ഊന്നുവടികൾ മാത്രമല്ല, ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ കൂടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വിമർശിക്കണമെങ്കിൽ വിമർശിക്കാനും സമസ്തയുടെ പോഷക സംഘടനകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ തലയിരിക്കുമ്പോൾ വാലാടേണ്ട എന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന സമസ്തയുടെ നേതൃത്വമുള്ളപ്പോൾ സമസ്തയുടെ പോഷക സംഘടനകൾ ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ട എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു. അതിനുള്ളൊരു മറുപടി കൂടിയായിട്ട് വേണം ഈ ഒരു അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളെ കാണുവാൻ. എന്താണെങ്കിലും ഈ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ലീഗ് അണികളോട് മിണ്ടാതിരിക്കാൻ, അല്ലെങ്കിൽ ലീഗ് നേതാക്കളോട് ഇക്കാര്യത്തിൽ പ്രതികരിക്കരുതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ല. ഇതിൽ ഇടപെടേണ്ടവർ ഇടപെട്ടേ തീരൂ, നടപടി എടുക്കേണ്ടതാണെങ്കിൽ നടപടി എടുത്തേ തീരൂ എന്ന ഒരു സന്ദേശം, ശക്തമായ താക്കീതായിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വാക്കുകളിലൂടെ. രഞ്ജിത്ത്, ഇത് ലീഗ് നമുക്കറിയാം ഈ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇടപെട്ട് ഒരു വെടിനിർത്തൽ, ഇനി അധികം പ്രതികരണങ്ങളൊന്നും ഉണ്ടാകരുത് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇപ്പോഴും ഫലം കാണുന്നില്ല എന്നുള്ളതാണോ? മലബാർ രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും? കാരണം സമാനതകളില്ലാത്ത വിടവിലാണല്ലോ ഇരു പാർട്ടികളുടെയും ഇരു കക്ഷികളുടെയും ഇരു സംഘടനകളുടെയും ബന്ധം.
സ്വർഗവിവാഹത്തിന് നിയമസാധുത തേടിയുള്ള ഹർജികളിൽ അല്പസമയത്തിനകം സുപ്രീംകോടതി വിധി പറയും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുന്നത്. നിയമസാധുത നൽകരുതെന്ന നിലപാടാണ് വാദത്തിലുടനീളം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. അശ്വിനി ന്യൂസ് ഡെസ്കിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. അശ്വിനി, ഇവിടെ ഇപ്പൊ ഞാനൊരു വീഡിയോ നോക്കുകയായിരുന്നു. സീനിയർ ലോയർ മേനക ഗുരുസ്വാമിയും അരുന്ധതി കഡ്ജുവും സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം അവർ എത്രത്തോളം ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അവകാശത്തിന്, ഇല്ലെങ്കിൽ ഇന്ന് വരാനിരിക്കുന്ന വിധിക്ക് വേണ്ടി എന്നുള്ളത്. അങ്ങനെ ഒരുപാട് പേരുടെ വലിയ ശ്രമത്തിന്റെ കൂടി റിസൾട്ടാണ് ഇന്ന് വരാനിരിക്കുന്നത്. എത്തരത്തിലായിരിക്കും? ധന്യ, ഇത് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല നിയമങ്ങൾ, അതായത് 1954 ഹിന്ദു മാരേജ് ആക്ട്, ഇതിനെല്ലാം പുറമെ സ്വകാര്യത, ഒരു വ്യക്തിയുടെ സ്വകാര്യത സംബന്ധിച്ചിട്ടുള്ള നിയമം, ഇതെല്ലാം മാറ്റം വരുത്തുന്നുണ്ട്. കാരണം ഇതിലെല്ലാം മൂന്നിയിട്ടുള്ള ഹർജിയാണ് അവർ നൽകിയിട്ടുള്ളത്. ഒരാളുടെ സ്വകാര്യ വ്യക്തിയുടെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് വിവാഹം എന്നുള്ളത്. അത് അയാളുടെ സ്വകാര്യതയാണ്. അത് മാനിച്ചുകൊണ്ട് വേണം വിവാഹം അനുവദിക്കാൻ. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റ്, അതായത് ഭാര്യ ഭർത്താവ് എന്നതിനപ്പുറം രണ്ടുപേർ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനൊരു നിയമസാധുത, അതാണ് അവർ ചോദിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു ലിവിങ് ടുഗദർ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും നിയമപരമായ സംരക്ഷണം അതിനകത്ത് ഒരു കക്ഷിക്ക് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിയമസാധുത അടക്കമുള്ള ഇതിനകത്ത് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്തുണ അവർക്ക് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ മറ്റു പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. അതായത് സഹായങ്ങൾ, ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങളടക്കം ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ആനുകൂല്യങ്ങളടക്കമുള്ള ആവശ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒരു അനുകൂലമായൊരു നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അത് പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഇതിനകത്ത് കേന്ദ്ര സർക്കാർ ഒരു അനുകൂലമായ നിലപാട് കണ്ടിട്ടുള്ളത്. ആനുകൂല്യങ്ങളടക്കം നൽകാൻ കേന്ദ്ര സർക്കാരിന് മടിയില്ല. പക്ഷേ ഇതൊരു ട്രഡീഷണൽ കാഴ്ചപ്പാടിനെ, അതായത് പുരുഷൻ സ്ത്രീ ഇവർ തമ്മിലുള്ള വിവാഹം എന്നതിനെ ഭാര്യ ഭർത്താവ്, അമ്മ അച്ഛൻ തുടങ്ങിയ പദങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ ഈ സർക്കാരിന്റെയും സ്വർഗ വിവാഹത്തെ എതിർക്കുന്നവരുടെയും ഒക്കെ കഴമ്പുള്ള വാദങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഇവര് പൊതുവായിട്ട് ഇതിനെ മൊത്തത്തിൽ എതിർത്തെങ്കിലും ചെറിയ ചെറിയ വാദങ്ങൾ, ഇപ്പോൾ ഈ കുട്ടികളെ ദത്തെടുക്കുന്നത് സംബന്ധിച്ച്, ഇല്ലെങ്കിൽ ഈ ഹോമോ സെക്ഷുവാലിറ്റി ഒരു പ്രശ്നമാണ്, അത് മെന്റലി ഈ കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന പോലെ, ഇല്ലെങ്കിൽ അവരെ വലിയ ട്രോമയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാക്കുമെന്ന്. ഞാൻ അശ്വിനിയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ അനന്തു ചിഞ്ചു ചേരുന്നു. എന്താണ് ഈ വിധിയിൽ എത്രത്തോളം പ്രതീക്ഷയാണ്? കോൾ കട്ടായിരിക്കുന്നു. അശ്വിനി, ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രശ്നമുള്ള ദമ്പതികളാണ്. ഇപ്പോൾ കുട്ടികളെ ദത്ത് കൊടുക്കുന്നത് ഈ കുട്ടികൾക്ക് പ്രയാസപ്പെടാൻ കാരണമാകും എന്നൊക്കെയുള്ള വാദമായിരുന്നു എതിർഭാഗം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നിയമം അംഗീകരിക്കരുത് എന്ന് വാദിക്കുന്ന ആ വിഭാഗം. അപ്പം അതൊക്കെ എത്രത്തോളം കോടതി ഇത്തവണ എടുക്കാനാണ് സാധ്യത? ധന്യ, ഇതിൽ വിധി പ്രസ്താവം വന്നിരിക്കുന്നു. 4 പ്രത്യേക വിധികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഞാനിപ്പോൾ എടുത്ത് പറയാൻ സൂചിപ്പിക്കുന്നത്. വിധി പ്രസ്താവം തുടങ്ങിയിരിക്കുന്നു. അതിൽ 4 ജഡ്ജിമാർ പ്രത്യേകമായിട്ടുള്ള വിധികളാണ് വായിച്ചിരിക്കുന്നത്. DY ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നത്, ജസ്റ്റിസ് കൗൾ, ജസ്റ്റിസ് ഭട്ട്, ജസ്റ്റിസ് നരസിംഹ, അതുപോലെ തന്നെ DY ചന്ദ്രചൂഡ് എന്നിവരുടെ വിധികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ ഇവർക്ക് വിഭിന്നമായ നിലപാടുകളാണ് ജഡ്ജിമാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു സമവായത്തിൽ എത്താൻ സമയം വേണ്ടി വരും. 4 പേർക്കും 4 നിലപാടുകളാണ് ഇതിൽ കൈക്കൊണ്ടിട്ടുള്ളതെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. 4 പേരുടേതാണ് വന്നിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെത്, അതുപോലെ തന്നെ ജസ്റ്റിസ് കൗൾ, ജസ്റ്റിസ് ഭട്ട്, ജസ്റ്റിസ് നരസിംഹ എന്നിവരുടേതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതിനനുസരിച്ച് ഇതിന്റെ വിധി കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. കാരണം വ്യത്യസ്തമായി വിധി വരികയാണെങ്കിൽ 5 അംഗ ബെഞ്ചിൽ ഭൂരിപക്ഷം ഏതിനാണ് വരുന്നത് അതായിരിക്കും നിയമസാധുത ലഭിക്കുക. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ശേഷിക്കുന്ന ഒരാളുടെ കൂടി വിധിക്ക് നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നാണ് പറയേണ്ടി വരിക. ധന്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് ചീഫ് ജസ്റ്റിസിന് പുറമെ സഞ്ജയ് കിഷൻ കൗൾ, അതുപോലെ തന്നെ SR ഭട്ട്, ഹിമ കോഹ്ലി, PS നരസിംഹ എന്നിവരാണ് ബെഞ്ചിലുള്ളത്. ഇതിനകത്ത് ഇനിയും ശേഷിക്കുന്നത് ഹിമ കോഹ്ലിയുടെ മാത്രമാണ് വാദം വരാനുള്ളത്. അതുകൂടെ നമുക്ക് കേൾക്കേണ്ടി വരും. I'm dealing with now in another segment of the judgment, which is titled "Queerness is not urban or elite." The discussion in this segment has not scratched the surface of the rich history of the lives of LGBTQ persons in India, which continue into the present. Yet even the limited exploration of the literature and reportage on the subject makes it abundantly clear that homosexuality or queerness is not solely an urban concept, nor is it restricted to the upper classes of privileged communities.
The discussion in the preceding paragraphs reveals the diversity of the queer population. People may be queer regardless of whether they are from villages, small towns, or semi-urban and urban spaces. Similarly, they may be queer regardless of their caste and economic location. It is not just the English-speaking man with a white-collar job who lives in a metropolitan city and is otherwise affluent who can lay claim to being queer, but also and equally the woman who works in a farm in an agricultural community. Persons may or may not identify with the labels queer, gay, lesbian, trans, etc., either because they speak languages which are not English or for other reasons. But the fact remains that many Indians are gender queer or enter into relationships with others of the same sex. In the words of a person assigned female at birth who worked at a factory in Ajmer, and I've quoted to imagine queer persons as existing only in urban and affluent spaces is to erase them, even as they exist in other parts of the country. It would also be a mistake to conflate the urban with the elite. This renders invisible large segments of the population who live in urban spaces but are poor or otherwise marginalized. Urban centers are themselves geographically and socially divided along the lines of class, religion, and caste, and not all those who live in cities can be termed elite merely by virtue of their residence in cities. This walk through history is not an attempt by this court to take on the mantle of historians. The discussion demonstrates that the institution of marriage has not remained static or stagnant. To the contrary, it is change which characterizes the institution. All social institutions transmogrify with time, and marriage is no exception. From sati and widow remarriage to child marriage and intercaste or interfaith marriages, marriage has metamorphosed. The institution as we know it today would perhaps be unrecognizable to our ancestors from 200 years ago. Despite vehement opposition to any departure from practice, the institution of marriage has changed. This is an incontrovertible truth. Yet it is also important to take note of the fact that these changes were brought about largely by acts of parliament of the legislatures of the states. While the passage of many laws was preceded by significant social activism, it was the legislature which ultimately responded to the call for change. Even as parliament and in some cases the courts expand the liberties of the people to conduct their lives in a manner they see fit in accordance with law, many sections of society remain opposed to these changes. Regardless of such opposition, the institution of marriage has undergone a sea change. It is therefore incorrect to characterize marriage as a static, stagnant, or unchanging institution. Fundamental rights are not merely a restraint on the power of the state, but provisions which promote and safeguard the interests of the citizens. They require the state to restrain its exercise of power and create conducive conditions for the exercise of rights. If such a positive obligation is not read into the state's power, then the rights which are guaranteed by the Constitution would become a dead letter. This is because the question of whether the state is curtailing the rights of citizens would only arise if the citizens have the capacity and capability to exercise such rights in the first place. The withdrawal of the state from the domestic space leaves the disadvantaged party unprotected, since classifying certain actions as being private has different connotations for those with and without power. In the case of personal relationships which are characterized by inequality, the actions of the more powerful person gains immunity from scrutiny and a degree of legitimacy. Thus, all activities in the private space dealing with intimate choices must not readily and blindly be categorized to be beyond the scope of the state's regulation. The state must assess if its interest in democratizing the private space overrides the interests of privacy in a given situation. In pursuance of the power conferred by Articles 245 and 246, read with entry 5 of the concurrent list, Parliament has enacted laws creating and regulating socio-legal institution of marriage. The state legislatures have made amendments to such laws with the assent of the President, since the subject of marriage is in the concurrent list. The petitioners seek that the court recognize the right to marry as a fundamental right. As explained above, this would mean that even if Parliament and the state legislatures have not created an institution of marriage in exercise of their powers under entry 5 of the concurrent list, they would be obligated to create an institution because of the positive postulate encompassed in the right to marry. This argument cannot be accepted. As explained in the previous section, the state through the instrument of law characterizes marriage with two constituent elements, the expressive component and the material component. Marriage may not have attained the social and legal significance it currently has if the state had not regulated through law.
Thus, while marriage is not fundamental in itself, it may have attained significance because of the benefits which are realized through regulation. If the court finds that a provision is contrary to Part 3 of the Constitution, it shall declare that it is void, or read it down by deleting phrases, or read words in by adding or substituting phrases to save it from being declared void. If in the present batch of petitions, this court holds that Section 4 of the Special Marriage Act is unconstitutional because it is under-inclusive to the extent that it excludes, by implication, marriage between same-sex couples, the court would either strike down Section 4 of the SMA or follow the workability model submitted by the petitioners. If the court follows the first approach, the purpose of a progressive legislation such as the SMA would be lost. The SMA was enacted to enable persons of different religions and castes to marry. If the SMA is held void for excluding same-sex couples, it would take India back to the pre-independence era, where two persons of different religions and castes were unable to celebrate love in the form of marriage. Such a judicial verdict would not only have the effect of taking the nation back to the era when it was clothed in social inequality and religious intolerance, would also push the courts to choose between eradicating one form of discrimination and prejudice at the cost of permitting another. If this court takes the second approach and reads words into the provisions of the SMA and provisions of other allied laws such as the Indian Succession Act and Hindu Succession Act, it would in effect be entering into the realm of the legislature. The submissions of the petitioners indicate that this court would be required to extensively read words into numerous provisions of the Special Marriage Act and other allied laws. The court is not equipped to undertake an exercise of such wide amplitude because of its institutional limitations. This court would in effect be redrafting the laws in the garb of reading words into the provisions. It is trite law that judicial legislation is impermissible. We are conscious that the courts usually first determine whether if the law is unconstitutional and then proceed to decide on the relief. However, in this case, an exercise to determine whether the SMA is unconstitutional because of under-inclusiveness would be futile because of the limitations of this court's power to grant a remedy. Whether a change should be brought into the legislative regime of the SMA is for Parliament to determine. Parliament has access to varied sources of information and represents in itself a diversity of viewpoints in the polity. The court, in the exercise of the power of judicial review, must be careful not to tread into the legislative domain. It is clarified that this court has not adjudicated upon the validity of any laws other than the SMA, the FMA, the adoption regulations, and the CARA circular. Page 153 पे correction था. The understanding of the Constitution, then I've said the goal of self-development and what it means to be human. This understanding of the Constitution is substantiated on the reading of Part 4 of the Constitution. To illustrate, Article 38 states that the state shall strive to promote the welfare of people. Then I've referred to Article 42 and Article 47. The Constitution, through both positive and negative postulations, inter alia capacitates citizens in their quest to develop themselves. Such capacity building enables them to achieve their full potential in both the private and the public space and to be happy. The Indian Constitution, unlike, say, the South African Constitution, does not expressly provide that the Constitution seeks to improve the quality of life and free the potential of each person. However, such an understanding can be gleaned from the provisions of Part 3 and Part 4. Thus, one of the purposes of the rights framework is to enable the citizenry to attain the goal of self-development. Humans are unique in many respects. We live in complex societies, are able to think, communicate, imagine, strategize, and to do more. However, that which sets us apart from other species does not by itself make us human. These qualities are necessary elements of our humanity, but taken alone they paint an incomplete picture. In addition to these qualities, our ability to feel love and affection for one another makes us human. We may not be unique in our ability to feel the emotion of love, but it is certainly a fundamental feature of our humanity. We have an innate need to see and to be seen, to have our identity, emotions, and needs fully acknowledged, recognized, and accepted. The ability to feel emotions such as grief, happiness, anger, and affection, and the need to share them with others makes us who we are. As human beings, we seek companionship, and most of us value abiding relationships with other human beings in different forms and capacities.
These relationships may take many forms: the natal family, cousins and relatives, friends, romantic partnerships, mentors or students. Of these, the natal family as well as the family created with one's life partner form the fundamental groups of society. The need and ability to be a part of a family forms a core component of our humanity. These relationships, which nourish the emotional and spiritual aspects of our humanity, are important in and of themselves. Further, they are as important to self-development as the intellectual and eventually financial nourishment we receive through education. Self-development cannot be measured solely in terms of educational qualifications and financial capabilities. Such a description is to forget what makes us human. It is insufficient if persons have the ability and freedom to form relationships unregulated by the state. For the full enjoyment of such relationships, it is necessary that the state accord recognition to such relationships. Thus, the right to enter into a union includes the right to associate with a partner of one's choice, according recognition to the association, and ensuring that there is no denial of access to basic goods or services, which is crucial to achieve the goal of self-development. On the other hand, the state could indirectly infringe upon the freedom when it does not create sufficient space to exercise that freedom. A formal associational status or recognition of the association is necessary for the free and unrestricted exercise of the freedom to form intimate associations. Needless to say, there may be reasonable restrictions on this right. However, other than legally valid and binding restrictions, the right to intimate associations must be unrestricted. The state, by not endorsing a form of relationship, encourages certain preferences over others. In a previous segment of this judgment, we have discussed the tangible and intangible benefits of recognizing relationships in the form of marriage. While the tangible benefits of marriage are traceable to the content of law, the intangible benefits are secured merely because the state recognizes the relationship through the instrument of law. Intangible benefits in the form of expressive advantages exist irrespective of the content of the law. Even if the law does not grant any special material benefits to a relationship, the relationship would still be considered to be legitimate in the eyes of society. The freedom to choose a partner and the freedom to enjoy their society, which are essential components of the right to enter into a union and the freedom of intimate association, would be rendered odious if the relationship were to be discriminated against. For the right to have real meaning, the state must recognize a bouquet of entitlements which flow from an abiding relationship of this kind. A failure to recognize such entitlements would result in systemic discrimination against queer couples. Unlike heterosexual couples who may choose to marry, queer couples are not conferred with the right to marry by statute. To remedy this, during the course of the hearing, the Solicitor General of India made a statement that a committee chaired by the Cabinet Secretary will be constituted to set out the rights which will be available to queer couples and unions. The committee shall set out the scope of the benefits which accrue to such couples. I've traced the right to form unions through a variety of provisions of the Constitution, and I'll refer to Article 19(1)(e) among other things. Citizens of India have the right to settle in any part of the territory of India in terms of Article 19(1)(e). They, like all other citizens, may exercise this right in two ways. First, they may build their lives in a place of their choosing in accordance with law, either by themselves or with their partner. They may reside in that place permanently, subject to other reasonable restrictions, including those intended to protect the rights of tribal communities. This right is uniquely significant to persecuted groups, such as queer persons, intercaste couples, or interfaith couples, who migrate from their hometowns to other places in the country, including cities. And second, they may settle down with another person by entering into a lasting relationship with them. In fact, this mode of the exercise of the right under Article 19(1)(e) is encompassed by the first mode, because to many people, building a life includes choosing their life partner. Hence, the right to enter into a union is also grounded in Article 19(1)(e). Article 21 is available to all persons, including queer persons. Article 21 encompasses the rights to dignity, autonomy, and privacy. Each of these facets animates the others. It is not possible to speak of the right to enter into a union without also speaking of the right to intimacy, which emanates from these rights. 170 note karte. These rights demand that each individual be free to determine the course of their life as long as their actions are not barred by law. Choosing a life partner is an integral part of determining the course of one's life. Most people consider this decision to be one of the most important decisions of their life.
one which defines their very identity. Life partners live together, spend a significant amount of time with one another, merge their respective families, create a family of their own, care for each other in times of sickness, support one another, and much more. Hence, the ability to choose one's partner and to build a life together goes to the root of the right to life and liberty under Article 21. Undoubtedly, many persons choose not to have a life partner, but this is by choice and not by a deprivation of their agency. The law constrains the right to choose a partner in certain situations, such as when they are within prohibited degrees of relationships or are in a consanguineous relationship. All persons, including members of the queer community, have the right to judge the moral quality of the actions in their own lives, and having judged their moral quality, have the right to act on their judgment in a manner they see fit. This attribute is of course not absolute and is capable of being regulated by law. In the segment of this judgment on the right to life and liberty, this court noticed that the meaning of liberty is, at its core, the ability to do what one wishes to do and be who one wishes to be in accordance with law. All persons may arrive at a decision regarding what they want to do and who they want to be by exercising their freedom of conscience. They may apply their sense of right and wrong to their lives and live as they desire in accordance with law. Some of the decisions, the moral quality of which they will judge, including the decision on who their life partner will be and the manner in which they will build their life together. Each individual is entitled to decide this for themselves in accordance with their conscience. This court has recognized that equality demands that queer persons are not discriminated against. An abiding cohabitational relationship, which includes within its fold a union of two individuals, cannot be discriminated against on the basis of sexual orientation. Material and expressive entitlements which flow from a union must be available to couples in queer unions. Any form of discrimination has a disparate impact on queer couples who, unlike heterosexual couples, cannot marry under the current regime. When Article 15 is read in a broader manner indicated above, the word sex in Article 15 takes within its meaning sexual orientation, not only because of the causal relationship between homophobia and sexism, but also because sex is used as a marker of identity. The word sex cannot be read independent of the social and historical context. Thus, sex in Article 15 includes within its fold other markers of identity which are related to sex and gender, such as sexual orientation. Thus, the restriction on the right to enter into a union based on sexual orientation would violate Article 15 of the Constitution. The gender of a person is not the same as their sexuality. A person is a transgender person by virtue of their gender identity. A transgender person may be heterosexual or homosexual, or of any other sexuality. If a transgender person is in a heterosexual relationship and wishes to marry their partner, and if each of them meets the other requirements set out in the applicable law, such a marriage would be recognized by the laws governing marriage. This is because one party would be the bride or the wife in the marriage, and the other party would be the bridegroom or the husband. The laws governing marriage are framed in the context of a heterosexual relationship. Since a transgender person can be in a heterosexual relationship like a cis male or a cis female, a union between a trans woman and a trans man, or a trans woman and a man, or a trans man and a woman can be registered under the marriage laws. The transgender community consists of inter alia transgender men and transgender women. A transgender man has the right to marry a woman under the laws governing marriage in the country, including personal laws. Similarly, a transgender woman has the right to marry a man. A transgender man and a transgender woman can also marry. Intersex persons who identify as a man or a woman and seek to enter into a heterosexual marriage would also have a right to marry. Any other interpretation of the laws governing marriage would be contrary to Section 3 of the Transgender Persons Act and Article 15 of the Constitution. Now I've gone to the CARA regulations, Regulation 5.3 of the adoption regulations, and I've said that Regulation 5.3 of the adoption regulations exceeds the scope of the JJI. However, Regulation 5.3 of the adoption regulations bars unmarried partners from being prospective adoptive parents. These regulations only permit persons to adopt in an individual capacity and not jointly as an unmarried couple. Regulation 5.2 states that every person, irrespective of whether they are married or unmarried, will be able to be prospective adoptive parents. The subsequent criteria in Clause A, that is the requirement for the consent of both spouses if they are married, does not exclude an unmarried couple from adopting.
It only states that if a couple is married, then the consent of both the parties shall be secured. However, Regulation 5.3 in express terms excludes unmarried couples from adopting by prescribing the condition that the couple must have been in 2 years of a stable marital relationship. Page 210. As observed in the previous paragraph, the JJ Act does not, the Juvenile Justice Act does not preclude unmarried couples from adopting. Though Section 57 of the Act grants CARA the power to prescribe additional criteria, the criteria must not exceed the scope of the legislative policy. Neither the general principles guiding the JJ Act nor Section 57 in particular preclude unmarried couples from adopting a child. In fact, all the other criteria ensure the child's best interest. The Union of India has not proved that precluding unmarried couples from adopting a child, even though the same people are eligible to adopt in their individual capacity, is in the child's best interest. Thus, CARA has exceeded its authority by prescribing an additional condition by way of Regulation 5.3, which is contrary to the tenor of the Juvenile Justice Act and Section 57 in particular. The adoption regulations use marriage as a yardstick to classify couples. There is an intelligible differentia in using marriage as an indicator to classify couples in the sense that married couples can easily be distinguished from unmarried couples. However, the differentia does not have a rational nexus with the object sought to be achieved by the CARA regulations, which is to ensure that the best interest of the child is protected. Placing a child in a stable family is undoubtedly in pursuance of a child's interest. However, the respondents have not placed any data on the record to support their claim that only married relationships can provide stability. It is true that separating from a married partner is a cumbersome process when compared to separating from a partner with whom a person is in a live-in relationship. This is because separation from a married partner is regulated by the law, while live-in relationships are unregulated by law, other than for the limited purposes of domestic violence. For instance, the law deters a person from securing a divorce immediately by prescribing conditions such as a 6-month waiting period after a petition for divorce by mutual consent is filed. Merely because a marriage is regulated by the law, it cannot be assumed that marriage alone or that every marriage accords stability to a relationship. Similarly, it cannot also be inferred that the couples who are not in a married relationships are not serious about the relationship. The stability of the household depends on various factors, such as the effort and involvement of the partners in establishing and running a household, creating a safe space at home, creating a healthy work-life balance, and a household where mental, physical, and emotional violence is not inflicted on one another. There is no single form of a stable household. There is no material on the record to prove the claim that only a married heterosexual couple would be able to provide stability to the child. In fact, this court has already recognized the pluralistic values of our Constitution, which guarantee a right to different forms of association. Regulation 5.3, though facially neutral, indirectly discriminates against atypical unions, such as the relationship between non-heterosexual partners, which have not been recognized by the state. Queer marriages have not been recognized by the state, and queer persons in atypical unions cannot yet enter into a marriage which is recognized by the state. Though the additional criteria prescribed by the adoption regulations would also affect a heterosexual person's eligibility to adopt a child, it would disproportionately affect non-heterosexual couples. This is because the state has not conferred legal recognition to unions between queer persons in the form of marriage. Consequently, an unmarried heterosexual couple who wishes to adopt a child has the option of marrying to meet the eligibility criteria for adoption. However, this option is not available to queer couples. When Regulation 5.3 is understood in the light of this position, a queer person who is in a relationship can only adopt in an individual capacity. This exclusion has the effect of reinforcing the disadvantage already faced by the queer community. The law cannot make an assumption about good and bad parenting based on the sexuality of individuals. Such an assumption perpetuates a stereotype based on sexuality that only heterosexuals are good parents and all other parents are bad parents, which is prohibited by Article 15. This assumption is not different from the assumption that individuals of a certain class or caste or religion are better parents. In view of the above observations, the adoption regulation is violative of Article 15 for discriminating against the queer community. According to the adoption regulations, unmarried couples cannot jointly adopt a child. Though the additional criteria prescribed by the CARA circular would also affect a heterosexual person's eligibility to adopt a child, it would disproportionately affect non-heterosexual couples.
This is because the state has not conferred legal recognition to the unions between queer persons in the form of marriage. Consequently, an unmarried heterosexual couple who wishes to adopt a child has the option of marrying to meet the eligibility criteria for adoption. However, this is not an option for queer couples. When the Kara circular is read in the light of this legal position, a person of the queer community would be forced to choose between their wish to be an adoptive parent and their desire to enter into a partnership with a person they feel love and affinity with. This exclusion has the effect of reinforcing the disadvantage already faced by the queer community. For these reasons and the reasons recorded in section D so and so, the Kara circular is violative of Article 15 of the Constitution. I've addressed myself to my disagreement with the scholarly judgment of my learned brother, Justice Bhatt. My learned brother relies on the example of Article 19(1)(d) to buttress this point. He states that in the absence of a law which casts a duty on the state to provide transportation through roads, a citizen cannot approach the court and seek the construction of a road to enforce the right to move freely. The opinion of my learned brother fails to have noted the judgment of a 3-judge bench of this court in state of Himachal Pradesh versus Umed Ram Sharma. I'll not read the rest of that. Contrary to what is stated in the judgment of Bhatt, the directions in my judgment do not require the state to create a social or legal status or a social institution. The directions are with a view to recognizing the choice that a person makes for themselves when they choose another to be their partner for life. The directions seek to make that choice a meaningful one. Nowhere do they create an institution of any kind. Rather, they give effect to the fundamental rights in Part 3 of the Constitution. This is the mandate of this court under Article 32, which says that the Supreme Court shall have the power to issue directions or orders or writs for the enforcement of any of the rights conferred by this part. No response is forthcoming to my detailed exposition of the scope of the powers of this court under Article 32. In section D1 of my judgment, in fact, Justice Bhatt himself recognized that courts often enable and oblige the state to take measures. My learned brother also arrives at the conclusion that the state is indirectly discriminating against the queer community, but fails to exercise the power vested in this court by Article 32 to alleviate this discrimination in any way. This court is not through judicial diktat creating a legal regime exclusively for persons of the queer community, but merely recognizing the duty of the state to recognize the entitlements flowing from exercising the right to choose a life partner. Page 234. The judgment of my learned brother contradicts itself when he holds that the SMA is not discriminatory by relying on its object on the one hand, and that the state has indirectly discriminated against the queer community because it is the effect and not the object which is relevant on the other. My learned brother discusses in detail the deprivation, exclusion, and discrimination faced by the queer community. In effect, he firstly recognizes that they have a right not to be discriminated against, and secondly holds that the actions of the state have the effect of discriminating against them. However, he does not take the step which logically flows from such a ruling, which is to pass directions to obviate such discrimination and ensure the realization of the rights of the queer community. I cannot bring myself to agree with this approach. The realization of a right is effectuated when there is a remedy available to enforce it. The principle of ubi jus, ibi remedium, that is, an infringement of a right as a remedy, which has been applied in the context of civil law for centuries, cannot be ignored in the constitutional context. Absent the grant of remedies, the formulation of doctrines is no more than judicial platitudes. In view of the deeming fiction created by Section 12 of the Hindu Adoptions and Maintenance Act 1956 and Section 63 of the JJ Act, an adopted child is a legitimate child of the adopting couple. The manner of determination of legitimacy prescribed by Section 112 of the Indian Evidence Act shall not apply in view of the deeming fiction created by Section 12 of the Hindu Adoptions and Maintenance Act and Section 63 of the JJ Act. Thus, all the benefits which are available under the law to a legitimate child who has been validly adopted of a married couple will equally be available to the legitimate child of an unmarried couple. For example, Section 20 of the Hindu Adoptions Act, which provides that a Hindu is to maintain their children, does not make any distinction between a legitimate child of a married and unmarried couple. Similarly, succession law in India does not differentiate between the child of a married and unmarried couple if the child has been adopted by following the due process of law.
Further, the breakdown of the relationship of an unmarried couple will not lead to a change in applicable law, because the child will continue to be a legitimate child even after the breakdown of the relationship. It is therefore unclear what the disastrous consequences referred to are. My learned brother has also failed to address whether Regulation 5.3 is discriminatory for distinguishing between married and unmarried couples for the purpose of adoption, and for the disproportionate impact that it has on the members of the queer community, while simultaneously holding that the state cannot on any account make regulations that are facially or indirectly discriminatory on the ground of sexual orientation. Now I'll pronounce my directions. The first part of my directions are directions to obviate discrimination. Counsel for the petitioners and some counsel for the respondents advanced extensive submissions on the various forms of violence and discrimination that society and the state machinery inflict upon the queer community, and especially queer couples. This has been discussed in detail in the prefatory part of the judgment. Counsel sought directions to obviate such violence and discrimination. Now my directions. A. The union government, state governments and governments of union territories are directed to 1. Ensure that the queer community is not discriminated against because of their gender identity or sexual orientation. 2. Ensure that there is no discrimination in access to goods and services to the queer community which are available to the public. 3. Take steps to sensitize the public about queer identity, including that it is natural and not a mental disorder. 4. Establish hotline numbers that the queer community can contact when they face harassment and violence in any form. 5. Establish and publicize the availability of safe houses or garima grahs in all districts to provide shelter to members of the queer community who are facing violence or discrimination. 6. Ensure that treatments offered by doctors or other persons which aim to change gender identity or sexual orientation are seized with immediate effect. 7. Ensure that intersex children are not forced to undergo operations with regard only to their sex, especially at an age when they are unable to fully comprehend and consent to such operations. 8. Recognize the self-identified gender of all persons, including transgender persons, hijras, and others, with socio-cultural identities in India as male, female, or third gender. No person shall be forced to undergo hormonal therapy or sterilization or any other medical procedure either as a condition or prerequisite to grant legal recognition to their gender identity or otherwise. B. The appropriate government and the Mental Health Care Act must formulate modules covering the mental health of queer persons in their programs under Section 29(1). Programs to reduce suicides and attempted suicides envisaged by Section 29(2) must include provisions which tackle queer identity. C. The following directions are issued to the police machinery. 1. There shall be no harassment of queer couples by summoning them to the police station or visiting their places of residence solely to interrogate them about their gender identity or sexual orientation. 2. They shall not force queer persons to return to their natal families if they do not wish to return to them. 3. When a police complaint is filed by queer persons alleging that their family is restraining their freedom of movement, they shall, on verifying the genuineness of the complaint, ensure that their freedom is not curtailed. 4. When a police complaint is filed apprehending violence from the family for the reason that the complainant is queer or is in a queer relationship, they shall, on verifying the genuineness of the complaint, ensure due protection. And 5. Before registering an FIR against a queer couple or one of the parties in a queer relationship, where the FIR is sought to be registered in relation to their relationship, they shall conduct a preliminary inquiry in terms of Lalita Kumari versus Government of UP to ensure that the complaint discloses a cognizable offence. The police must first determine if the person is an adult. If the person is an adult and is in a consensual relationship with another person of the same or different gender, or has left their natal home of their own volition, the police shall close the complaint after recording a statement to this effect. Conclusions and orders of enforcement. In view of the discussion above, the following are the conclusions. This court is vested with the authority to hear this case. Under Article 32, this court has the power to issue directions, orders, or writs for the enforcement of the rights in Part 3. B. Queerness is a natural phenomenon known to India since ancient times. It is not urban or elite. C. There is no universal conception of the institution of marriage, nor is it static. Under Articles 245 and 246 of the Constitution, read with entry 5 of List 3 to the 7th Schedule, it lies within the domain of Parliament and the state legislatures to enact laws recognizing and regulating queer marriage. D. Marriage has attained significance as a legal institution largely because of regulation by the state.
By recognizing a relationship in the form of marriage, the state grants material benefits exclusive to marriage. E. The state has an interest in regulating the intimate zone to democratize personal relationships. F. The issue of whether the Constitution recognized the right to marry did not arise before this court in Justice K.S. Puttaswamy, 9 judges, Shafin Jahan and Shakti Vahini. G. The Constitution does not expressly recognize a fundamental right to marry. An institution cannot be elevated to the realm of a fundamental right based on the content accorded to it by law. However, several facets of the marital relationship are reflections of constitutional values, including the right to human dignity and the right to life and personal liberty. H. This court cannot either strike down the constitutional validity of the Special Marriage Act or read words into the Special Marriage Act because of its institutional limitations. This court cannot read words into the provisions of the SMA and provisions of other laws, allied laws such as the Indian Succession Act and the Hindu Succession Act, because that would amount to judicial legislation. The court, in the exercise of the power of judicial review, must steer clear of matters, particularly those impinging on policy, which fall within the legislative domain. I. The freedom of all persons, including queer couples, to enter into a union is protected by Part 3 of the Constitution. The failure of the state to recognize the bouquet of entitlements which flow from a union would result in a disparate impact on queer couples who cannot marry under the current legal regime. J. In Article 15(1), the word sex must be read to include sexual orientation, not only because of the causal relationship between homophobia and sexism, but also because the word sex is used as a marker of identity, which cannot be read independent of the social and historical context. K. The right to enter into a union cannot be restricted based on sexual orientation. Such a restriction will be violative of Article 15. Thus, this freedom is available to all persons, regardless of gender identity or sexual orientation. L. The decisions in Naptej and Justice K.S. Puttaswamy, 9 judges, recognize the right of queer couples to exercise the choice to enter into a union. This relationship is protected from external threat. Discrimination on the basis of sexual orientation will violate Article 15. M. Transgender persons in heterosexual relationships have the right to marry under existing law, including personal laws which regulate marriage. N. Intersex persons who identify as either male or female have the right to marry under existing law, including personal laws which regulate marriage. O. The state must enable the LGBTQ community to exercise its rights under the Constitution. Queer persons have the right to freedom from coercion from their natal families, agencies of the states, including the police and other persons. P. Unmarried couples, including queer couples, can jointly adopt a child. Regulation 5(3) of the Adoption Regulations is ultra vires the Juvenile Justice Act, Articles 14 and 15. Regulation 5(3) is read down to exclude the word marital. The reference to a couple in Regulation 5 includes both married and unmarried couples as well as queer couples. The principle in Regulation 5(2)(a) that the consent of spouses in a marriage must be obtained if they wish to adopt a child together is equally applicable to unmarried couples who seek to jointly adopt a child. However, while framing regulations, the state may impose conditions which will subserve the best interest and welfare of the child in terms of the exposition in this judgment. Q. In view of the interpretation of Regulation 5(3) of the Adoption Regulations, the issue of whether the Kara Circular disproportionately impacts the queer community no longer arises. R. The Union Government, state governments, and governments of Union territories shall not discriminate against the freedom of queer persons to enter into union with benefits under law. And S. We record the assurance of the Solicitor General that the Union Government will constitute a committee chaired by the Cabinet Secretary for the purpose of defining and elucidating the scope of the entitlements of queer couples who are in unions. The committee shall include experts with domain knowledge and experience in dealing with the social, psychological, and emotional needs of persons belonging to the queer community, as well as members of the queer community. The committee shall, before finalizing its decisions, conduct wide stakeholder consultation amongst persons belonging to the queer community, including persons belonging to marginalized groups, and with the governments of the states and union territories. The committee shall, in terms of the exposition in this judgment, consider the following. 1. Enabling partners in a queer relationship, A, to be treated as a part of the same family for the purposes of a ration card, and B, to have the facility of a joint bank account with the option to name the partner as a nominee in case of death. 2. In terms of the decision in Common Cause versus Union of India as modified by Common Cause versus Union of India 2,
Medical practitioners have a duty to consult family or next of kin or next friend in the event of patients who are terminally ill and have not executed an advance directive. Parties in a union may be considered family for this purpose. 3. Jail visitation rights and the right to access the body of the deceased partner and arrange the last rites. And 4. Legal consequences such as succession rights, maintenance, financial benefits such as under the Income Tax Act 1961, rights flowing from employment such as gratuity and family pension and insurance. The report of the committee chaired by the Cabinet Secretary shall be implemented at the administrative level by the Union Government and the governments of the states and the Union Territories. This is good. I've had the benefit of the exhaustive and erudite judgment of Chief Justice Chandrachud, which enumerates the prevalence of these relationships in history, the constitutional recognition of the rights to form union, in other words, what I categorize as civil unions, and the necessity of laying down guidelines to protect the non-heterosexual unions. In a way, this is a step forward from the decriminalization of private consensual sexual activities. However, the subject matter itself persuades me to pen down a few words while broadly agreeing with my brother's judgment. I've dealt with the historical prevalence of non-heterosexual unions. I've said that it is no longer res integra, that the duty of a constitutional court is to uphold the rights enshrined in the Constitution and not to be swayed by majoritarian tendency or popular perceptions. This court has always been guided by constitutional morality and not by social morality. Pluralistic social fabrics has been an integral part of the Indian culture. I have referred to some observations from the Rig Veda and the Kumdas and Bhatya Sarigara. And then I've said the significant aspect is that the same-sex union were recognized in antiquity not simply as unions that facilitate sexual activity, but as relationships that foster love, emotional support, and mutual care. I've referred to some traditions in the Sufi traditions. Then I've said the marriage as an institution developed historically and served various social functions. It was only later in its long history that it came to be legally recognized and codified. However, these laws regulated only one type of social historical union, that is the heterosexual union. It would thus be misconceived to claim that non-heterosexual unions are only a facet of modern social milieu. The objective of penning down this section is to provide perspective on the existence of non-heterosexual unions despite continued effort towards their erasure by heteronormity of majority. The non-heterosexual unions are entitled to protection under a constitutional scheme. I have referred to the necessity of recognizing what I have categorized as civil unions. The judgment of the Chief Justice notes the right to form union is a feature of Article 19 and 21. Therefore, the principle of equality enumerated under Article 14 and 50 demand this right to be available to all regardless of sexual orientation and gender. Having recognized this right, this court has taken on board the statement of the Learned Solicitor General to constitute a committee to set out the scope of the benefits available to such union. I agree with the Honorable Chief Justice. I have referred to the Special Marriage Act and discussed the statement, object and reason therefore. From the above, the SMA postulates a special form of marriage available to any person in India, irrespective of faith. Therefore, SMA provides a secular framework for solemnization and registration of marriage. It is here that I respectfully disagree with my brother Justice Bhatt that the sole intention of SMA was to enable marriage of heterosexual couples exclusively. To my mind, the stated objective of SMA was not to regulate marriages on the basis of sexual orientation. This cannot be so, as it would amount to conflating the differentia with the objective of the statutes. Although substantive provisions of SMA confer benefits only on heterosexual relationships, this does not automatically reflect the objective of the statutes. I have said if the intent of the SMA was to facilitate interfaith marriages, then there would be no rational nexus with the classification it makes of excluding non-heterosexual relationships. Then I have referred to the regulation of only heterosexual marriages would not be a legitimate state objective.
more so in cases where ex-officio protected categories under Article 15(1) of the Constitution. However, I recognize, therefore, I have said that if this was so, the SMA would be violative of Article 14. However, I recognize that there are multifarious interpretative difficulties in reading the SMA to include marriage between non-heterosexual relationships. These have been enumerated in a significant detail in the opinions of both the Honorable Chief Justice and Justice Bhatt. I also agree that the entitlements devolving from marriage are spread across the proverbial spider web of legislations and regulations. As rightly pointed out by the learned Solicitor General, tinkering with the scope of marriage under SMA Act can have a cascading effect across these disparate laws. In fact, the presence of this web of statutes show that discrimination under SMA is but one example of a larger, more deeper form of social discrimination against non-heterosexual people that is pervasive and structural in nature. Ordinarily, such an intensive form of discrimination should require keener and more intensive judicial scrutiny, but then that's the statute. And I say, non-heterosexual unions and heterosexual unions marriages ought to be considered as two sides of the same coin, both in terms of recognition and consequential benefits. The only deficiency at present is the absence of a suitable regulatory framework for such unions. I refer to Natej's view. I believe this movement presents an opportunity of reckoning with this historical injustice and casts a collective duty upon all constitutional institutions to take affirmative steps to remedy the discrimination. The next step in due course would be to create an edifice of governance that would give meaningful realization to the rights to enter into the union, whether termed as marriage or as unions. Then I've referred to the interpreting statutes using constitutional principles. As noted above, the benefits pertaining to marriage are spread across several incidental legislation and regulations. These statutes presently do not explicitly extend to civil unions. However, now that we have recognized the right to enter into civil union, such statutes must be read in a manner to give effect to this right, together with the principles of equality and non-discrimination under Article 14 and 15. In other words, statutory interpretations must be in consonance with constitutional principles that are enumerated by this court. Needless to say, this should not detract from the committee's task of ironing out the nitty-gritties of the entitlement of civil union. This exercise is necessary to foster a greater coherence within the legal system as a whole, both intercede the statutes and between statutes and the Constitution. I refer to some views from how the German courts and the South African courts have dealt with these issues. Then I've referred to the interpretation on the issue of public policy. I've said this technique of reading constitutional values should be used harmoniously with other canons of statutory interpretation. I've gone on to the need for anti-discrimination law. I wholeheartedly in agreement with the opinion of Honorable Chief Justice that there is need for separate anti-discrimination law which inter alia prohibits discrimination on the basis of sexual presentation. Presently, there are several laws that have anti-discrimination aspects. However, they are fragmented and may fail to capture the multitudinous forms of discrimination. Another compelling reason for a law that places the horizontal duty of anti-discrimination is provided by the spirit of Article 15, which prohibits discrimination both by the state and private actors. My suggestions for anti-discrimination law are as follows. First, such law should recognize discrimination in an intersectional manner. This is to say, in assessing any instance of discrimination, the court cannot confine itself to a singular form of discrimination. Instead, discrimination must be looked at as a confluence of factors, as identities and individual instances of oppression that intersect and create a distinct form of disadvantage. Discrimination laws can only be effective if they address the types of inequalities that have developed in a given society. Refer to the equal rights to equal love. The principle of equality mandates the non-heterosexual union are not excluded from the mainstream of socio-political framework. However, the next step would be to examine the framework itself. I believe the recognition of non-heterosexual union can challenge. വളരെ പ്രധാനപ്പെട്ട ചരിത്ര വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. ഇഷ്ടമുള്ള പങ്കാളികളെ തിരഞ്ഞെടുക്കാം, പക്ഷേ നിയമനിർമ്മാണം കോടതിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. നിയമം നിർമ്മിക്കേണ്ടത് പാർലമെന്റാണ് എന്ന് കോടതി പറയുന്നു.
നിയമത്തിൽ മാറ്റം വരുത്തേണ്ടത് കേന്ദ്രമാണ്, പാർലമെൻറ്റാണ്. അതിനുള്ള നിയമനിർമ്മാണത്തിലേക്ക് അതുകൊണ്ട് കോടതി കിടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ സാരാംശമായി പറഞ്ഞത്. അശ്വിനിയായിരുന്നു. അശ്വിനി, 4 വിധികളാണ്, 4 വ്യത്യസ്ത വിധികളാണ്. ഒപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകളുമുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 4 വ്യത്യസ്ത വിധികളാണ്. 5 അംഗ ബെഞ്ചിന്റെ 4 ജഡ്ജിമാരുടെ 4 വ്യത്യസ്ത വിധികളാണ് ഉള്ളത്. അതിൽ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെയും അതുപോലെ തന്നെ ആർ ഭട്ടിന്റേതും രവീന്ദ്ര ഭട്ടിന്റേതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന്റേതും ഓൾറെഡി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സഞ്ജയ് കിഷൻ കൗൾ തന്റെ വിധിന്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹിമ കോഹ്ലിയുടെയും വിധി ന്യായങ്ങളാണ് വരാനുള്ളത്. ഇതിൽ ഹിമ കോഹ്ലിയുടേത് നയം എന്ന് പറയാൻ വിധിന്യായം വായിക്കുകയായിരിക്കില്ല. അവർ ഇതിൽ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ ഒപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദത്തിനൊപ്പം അനുകൂലിക്കുക അല്ലെങ്കിൽ പ്രതികൂലിക്കുന്ന രീതിയിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഹിമ കോഹ്ലിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും നിർണായകമാകുന്നത്. വാദത്തിലുടനീളം അല്ലെങ്കിൽ വിധി പ്രസ്താവത്തിലുടനീളം നമ്മൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ക്യൂർ കമ്മ്യൂണിറ്റി ഉന്നയിച്ച വാദങ്ങൾ എല്ലാം ശരിവെക്കുന്നുണ്ടെങ്കിലും, സുപ്രീം കോടതി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ശരിവെക്കുന്നുണ്ടെങ്കിലും ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളോടോ നിർദ്ദേശിക്കാൻ കോടതി തയ്യാറാകില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഭരണഘടനാ പ്രകാരം അതിന്റെ നിയമനിർമ്മാണം നടത്തേണ്ടത് സഭകളാണ്. അതുകൊണ്ട് തന്നെ ആ അവകാശം അവരുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനമായിട്ടും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ പറഞ്ഞ അതേ വാദം തന്നെ അത് ശരിവെക്കുകയായിരുന്നു കോടതി. വാദത്തിലുടനീളം കേന്ദ്ര സർക്കാരിന്റെ മറ്റു വാദങ്ങൾ, അതായത് ഭാര്യ ഭർത്താവ് എന്നീ പദങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെയുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് എന്നിവയിലെ വിവക്ഷണങ്ങൾ എല്ലാം അത് ഒന്നും സ്റ്റാറ്റിക് അല്ല, അതായത് അതൊന്നും സ്ഥിരമല്ല, അത് മാറ്റപ്പെടേണ്ടതാണ്. ഇത് പലതും ഈ ഒരു പ്രത്യേക വസ്തുത എടുക്കുകയാണെങ്കിൽ അതെല്ലാം പലതും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ കണക്കാക്കപ്പെടേണ്ടതാണെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളടക്കം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായ രീതിയിലല്ല നിലവിൽ വന്നിരിക്കുന്നതെങ്കിൽ പോലും വാദങ്ങളിലെല്ലാം അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നു. ഓരോ ആവശ്യങ്ങളും അവരുടെ ഓരോ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി അതിനെല്ലാം അഡ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നിർദ്ദേശങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിയമസാധുത വിവാഹത്തിന് കിട്ടുന്നില്ലെങ്കിൽ പോലും കുട്ടികളെ ദത്തെടുക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ അനുകൂലമായ നിലപാടുകളാണ് ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സഞ്ജയ് കിഷൻ കൗളിന്റേതും ചീഫ് ജസ്റ്റിസിന്റേതും ഏകദേശം സമാനമായ നിലപാടുകളാണ് വന്നിട്ടുള്ളത്. രവീന്ദ്ര ഭട്ട് മാത്രമാണ് ഇതിൽ നിന്ന്, അതായത് നിയമസാധുത കൊടുക്കരുതെന്നുള്ള തരത്തിലുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇനി ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹിമ കോഹ്ലിയുടെയും വാദങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് യോജിച്ച് ജസ്റ്റിസ് സഞ്ജയ് കൗളിന്റെ വിധിന്യായം വന്നിരിക്കുന്നു. ജസ്റ്റിസ് സഞ്ജയ് കൗൾ പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഇതിന്റെ ഭാഗമായി വരുന്നു. സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് ഒരു വാലിഡ് പോയിന്റായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാക്കും. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് ഇത്തരത്തിൽ സഞ്ജയ് കൗൾ യോജിക്കുകയാണ്. ജസ്റ്റിസ് ഭട്ട് ഇത്തരത്തിൽ ആർട്ടിക്കിൾ രഞ്ജിത്ത് രവീന്ദ്ര ഭട്ട് തന്റെ വിധിന്യായം വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ക്യൂർനെസ് ഈസ് നെയ്തർ അർബൻ ഓർ നോർ എലീറ്റിസ്റ്റ്. അതായിരുന്നു പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്ന വാദം. കാരണം ഇതൊരു അർബൻ സമൂഹത്തിനിടയ്ക്ക്, അതായത് നഗര കേന്ദ്രീകൃതമായ വളരെ സമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം കണ്ടുവരുന്നൊരു രീതി മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ മാത്രം വാദമാണെന്നുള്ള തരത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിനെ സമീപിച്ചത്. എന്നാൽ ഇതെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് ജഡ്ജിമാരെല്ലാം നിലപാടെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ സഞ്ജയ് കിഷൻ കൗൾ, ഇപ്പോൾ രവീന്ദ്ര ഭട്ടും ഇതിന് നിയമസാധുത നൽകുന്നതിനെ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ക്യൂർനെസ് എന്നതിനെ നെയ്തർ അർബൻ ഓർ എലീറ്റിസ്റ്റ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതൊരു പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, അത് ജനങ്ങൾക്കിടയിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു അതിന് സമ്പന്നരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർതിരിവുകളോ ഒന്നുമില്ലാതെ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്താ രീതികൾ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ തന്നെ കണക്കാക്കണം. അതല്ലാതെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കുറച്ച് ആളുകൾ മാത്രമല്ല ഇതിനെ അനുകൂലിക്കുന്ന നിലപാട്. ഇപ്പോൾ ശ്രീ ഫസൽ ഗഫൂർ ടെലിഫോൺ ലൈനുണ്ട്. ഫസൽ ഗഫൂർ, നിയമനിർമ്മാണം എന്നത് പാർലമെന്റിന്റെ അവകാശമാണ്. നിയമനിർമ്മാണത്തിന് കോടതിക്ക് ഈ പറഞ്ഞതുപോലെ ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല. സ്വവർഗ പങ്കാളികളോട് വിവേചനം പാടില്ല. കുട്ടികളെ ദത്തെടുക്കാം, ഇഷ്ടമുള്ള പങ്കാളികളെ തിരഞ്ഞെടുക്കാം. അങ്ങനെ വ്യത്യസ്തമായ വിധികൾ ജഡ്ജിമാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്നാമത് അനാവശ്യമായിട്ടുള്ള ഒരു സംവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞ സാധനമുണ്ട്. സംസ്കാരത്തില് 95% ജനങ്ങളൊന്നും ഇത് അംഗീകരിക്കുന്നില്ല.
പിന്നെ ഈ ആർട്ടിക്കിൾ 14 എന്നൊക്കെ പറഞ്ഞിട്ട് വിധി ഉറപ്പിടിക്കുക. വിധിയല്ലത്. ഇപ്പൊ ഇവര് തന്നെ കൺഫ്യൂസ്ഡ് ആണ്. 4 ജഡ്ജിമാര് 4 തരത്തിൽ എന്തൊക്കെ എഴുതി കൂട്ടിയിരിക്കണം. ആ എഴുതി കൂട്ടിയിൽ തന്നെ ഇവർ പറഞ്ഞിരിക്കണം നിയമനിർമ്മാണം പാർലമെന്റിന്റെ ഇതാണെന്നാണ്, മറ്റേ അവകാശത്തിൽപ്പെട്ടതാണ്. അതേസമയം ഇവർ പറയുന്ന സെക്ഷൻ 4 സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ സെക്ഷൻ 4 തുല്യതക്കെതിരാണ്. അതായത് ഈ നിയമത്തിന്റെ ഇടുങ്ങിയ വായനകളാണ് അതൊക്കെ. ഇത് ഒരു കാര്യം ഞാൻ പറയാം, സ്വർഗരതിയിൽ ഏർപ്പെടുന്ന ആൾക്കാരെ ജയിലിലാക്കുന്നതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഞങ്ങൾ എതിരാണ്. പക്ഷെ മറിച്ച് അതൊരു വിവാഹത്തിലോട്ട് കൊണ്ടെത്തിക്കുകയും പിന്നീട് അതിന്റെ സ്വത്തിന്റെ തർക്കങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ദത്തെടുക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വെറുതെ അനാവശ്യമായിട്ട് കോടതി പോയിട്ട് ഇടപെടേണ്ട ആവശ്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും ഇത് പാർലമെന്റിലോട്ട് വരട്ടെ. കേന്ദ്രത്തിലിരിക്കുന്ന BJP ഗവൺമെന്റിന് ഇതിനെതിരാണെന്നുള്ള കാര്യം വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ നിയമനിർമ്മാണം എന്നുള്ള വിഷയം വരുമ്പോൾ ആണ് നമ്മൾ ഇതിന്റെ യഥാർത്ഥത്തിലെ രൂപത്തിലെത്തുന്നത്. രണ്ടുപേര് തമ്മിൽ ബന്ധപ്പെടുകയില്ല എന്നുള്ളത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതൊരു നിയമത്തിലൂടെ ഒരു വിവാഹമായിട്ട് മാറ്റുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു. ശരി, ശ്രീ ഫസൽ ഗഫൂറാണ് പ്രതികരിച്ചത്. അശ്വിനി, പുരാതന കാലം മുതൽ സുവർഗ ബന്ധങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ജഡ്ജി പറയുന്നു. ഒപ്പം സുവർഗ ദമ്പതികൾക്ക് സുരക്ഷിതമായ വീടുകൾ ഉണ്ടാവണം എന്ന് കോടതിയുടെ പരാമർശമുണ്ട്. ശസ്ത്രക്രിയയ്ക്കോ ഹോർമോൺ തെറാപ്പിക്കോ നിർബന്ധിക്കരുത് എന്ന് ജഡ്ജി പറയുന്നു. സുവർഗ ദമ്പതികളുടെ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ സമിതി പരിശോധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഒരു പാർഷ്യലായി ഒരു അംഗീകാരം ഇവരുടെ പല ആവശ്യങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഒരു പാർലമെന്റിലേക്ക് വിട്ടുകൊണ്ടുള്ള ഒരു വിധിന്യായമല്ല. അതെ രഞ്ജിത്ത്, തീർച്ചയായിട്ടും. കാരണം ക്യൂർ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നവർ, ട്രാൻസ്ജെൻഡേഴ്സ് ആവട്ടെ അതുപോലെ ഹിജഡകളാവട്ടെ, അവർക്കെല്ലാം ഒരു എല്ലാ ഭാഗത്തു നിന്നും ഡിസ്ക്രിമിനേഷൻ, അതായത് വേർതിരിവുകൾ അടക്കമുള്ള ഇത് നേരിടുന്നുണ്ട്. അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പ്രത്യേകം സുരക്ഷ ഉറപ്പാക്കാനായിട്ടുള്ള കേന്ദ്രങ്ങളും ജില്ലാ കേന്ദ്രീകൃതമായി തന്നെ ഒരുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളടക്കം വളരെ വിപുലമായ നിർദ്ദേശങ്ങൾ, വളരെ ഓരോ പ്രശ്നങ്ങൾ എടുത്ത് ചൂണ്ടിക്കാട്ടി അതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്നതടക്കം ചീഫ് ജസ്റ്റിസ് നടത്തുകയുണ്ടായി. അതായത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരുക്കാനുള്ള കേന്ദ്രങ്ങൾ, അതായത് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് തുടരാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ നിർബന്ധിതമായ ഒരു ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ് മെൻ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആകാൻ അവരെ നിർബന്ധിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഹോർമോണൽ തെറാപ്പി അടക്കമുള്ള ചികിത്സാ രീതികളിലേക്ക് മാറുന്നത് അവർക്ക് നിർബന്ധിതരാകാതിരിക്കാനുള്ള വേണ്ട മുൻകരുതലുകളടക്കം എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ, അതായത് വളരെ വിപുലമായ നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരുകൾക്കും യൂണിയൻ ടെറിട്ടറികൾക്കും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്കും നൽകിയിട്ടുള്ളത്. ശരി അശ്വിനി, തിരിച്ചു വരാം. വളരെ പെട്ടെന്ന് ഒരു ഇടവേള, അത് കഴിഞ്ഞാൽ ഈ വാർത്തയിലേക്ക് തന്നെ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്, അതിലേക്ക് തന്നെ തിരിച്ചെത്താം. ഈ പരിപാടി തീർച്ചയായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ലീഗ് അണികൾക്ക് മാത്രമാണല്ലോ അനുസരിക്കാൻ ബാധ്യത. സ്വാഭാവികമാണ് സമസ്തയ്ക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കേൾക്കേണ്ട സാഹചര്യമില്ല, അങ്ങനെ ഒരു സാധ്യതയുമില്ല. സമസ്തയുടെ ഏറ്റവും പരമാധ്യക്ഷനായിട്ടുള്ള മുത്തു ജിഫ്രിക്കോയ തങ്ങൾ തന്നെ ഈ ഒരു വിഷയത്തിൽ സമസ്തയുടെ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ഇനി അദ്ദേഹത്തിന്റെ പിന്നാലെ എത്രമാത്രം ഈ പ്രതികരണങ്ങൾ മറ്റുള്ളവർ ഏറ്റുപിടിക്കുമെന്നതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടിയുടെ കർശന നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ ഇനി ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്നില്ല. പക്ഷേ ജിഫ്രി തങ്ങളുടെ വാക്കുകൾ അത് സമസ്തയുടെ അണികളായിട്ടുള്ളവർ, സമസ്തയുടെ പോഷക സംഘടനകളുടെ നേതാക്കൾ, ഇവരൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ തോതിൽ പങ്കുവെക്കുകയും ലീഗിനെതിരെയുള്ള വികാരം പങ്കുവെക്കുകയും ചെയ്യും. ഇത് ഈ വിഷയം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് ലീഗ് ഇക്കാര്യത്തിൽ സമവായ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന സന്ദേശമാണ് ഈ ജിഫ്രി തങ്ങളുടെ വാക്കുകൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ PM.S. സലാമിന്റെ വാക്കുകളാണ്. PM.S. സലാം തട്ടം വിവാദത്തിൽ തുടങ്ങിവെച്ച അദ്ദേഹം പരോക്ഷമായി നടത്തിയ വിമർശനമാണ് ഇന്നിപ്പോൾ ഈ സമസ്തയെ ലീഗിനെയും ഇത്രയും വലിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ നടത്തിയ അഭിമുഖങ്ങളിൽ PM.S. സലാം മാത്രമല്ല ലീഗിലെ പല നേതാക്കളും സമസ്തയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നാണ് സമസ്ത നേതാക്കൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരാൾ തുടങ്ങി വെച്ചത് മറ്റുള്ളവർ ഏറ്റുപിടിച്ച് പോകുന്ന ഒരു സാഹചര്യം, ഇതിനൊക്കെ തന്നെ വഴിവെച്ചത് ലീഗിനേക്കാൾ ഈ CPM-നോട് ഇടതുപക്ഷത്തോട് സമസ്ത അടുക്കുന്നോ എന്ന ഒരു ചിന്ത ലീഗ് നേതാക്കളിൽ വന്നതാണ്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് സമസ്തയ്ക്കെതിരെ ഇത്തരത്തിൽ പരോക്ഷമായ പരിഹാസങ്ങളും വിമർശനങ്ങളൊക്കെ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിനുള്ള മറുപടി സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഭരിക്കുന്നവരോട് എപ്പോഴും അടുപ്പം സൂക്ഷിക്കുക എന്നാണ് സമസ്തയുടെ നിലപാട്, നയം. അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അത് ആരും വിമർശിച്ചുകൊണ്ട് മാറില്ല എന്ന സമസ്തയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു വെടിനിർത്തൽ വേണമെങ്കിൽ സമസ്തയും
ലീഗും നേതാക്കൾ തമ്മിലുള്ള ഒരു ചർച്ച തന്നെ വേണം. ഒരുപക്ഷെ സലാമിനെതിരെ നടപടി വേണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടേക്കും, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്താൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടേക്കും. അത്തരത്തിലുള്ള സമസ്തയുടെ നിലപാടുകളോട് ലീഗ് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് പ്രധാനപ്പെട്ടത്. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. തലക്കെട്ടുകൾ. സ്വവർഗ വിവാഹത്തിന് അംഗീകാരമില്ല. 5 അംഗ ബെഞ്ചിൽ 3 പേർ തള്ളി. യോജിച്ചത് ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കൗളും. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ജോ ബൈഡൻ ഇസ്രായേലിലേക്ക് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4000 കടന്നു. വാഹനാപകടത്തിൽ വേങ്ങേരി വാഹനാപകടത്തിൽ ബസ് ഡ്രൈവറും ഉടമയും അറസ്റ്റിൽ. കോഴിക്കോട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന. കരുവന്നൂർ കേസിൽ ഇഡിക്കെതിരായ പെരിങ്കണ്ടൂർ ബാങ്കിന്റെ ഹർജി കോടതിയിൽ. അരവിന്ദാക്ഷന്റെയും ഗിൽസിന്റെയും ജാമ്യാപേക്ഷകളും ഇന്ന് പരിഗണിക്കും. മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനവുമായി സമസ്ത. PMA സലാമിനെ ഉന്നമിട്ട് രൂക്ഷ വിമർശനം. കടുത്ത മറുപടി നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ആദ്യ സ്വർണം കണ്ണൂരിന്. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ ഗോപിക്ക് സ്വർണം. മുഹമ്മദ് അമീറും ബിജോയ് ജയ്ക്കിനും നിത്യയ്ക്കും സ്വർണം. സ്വവർഗ വിവാഹത്തിന് അംഗീകാരമില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാന ചരിത്രപരമായ വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 5 അംഗ ബെഞ്ചിൽ 3 പേർ തള്ളി. യോജിച്ചത് ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കൗളും മാത്രമാണ്. അശ്വിനി ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അശ്വിനി, 4 പേർ, പ്രധാനപ്പെട്ട 4 വിധിന്യായങ്ങൾ, ഒപ്പം ചീഫ് ജസ്റ്റിസും ചേർന്ന് പറഞ്ഞു. അതിൽ 2 പേർ മാത്രം യോജിക്കുന്നു. എന്തൊക്കെയാണ് മറ്റ് പ്രധാന വിയോജിപ്പുകൾ? രഞ്ജിത്ത്, ഇതിന് നിയമനിർമ്മാണത്തിന് അംഗീകാരമില്ല എന്നതല്ല, അതിൽ നിയമനിർമ്മാണത്തിന് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ കോടതിക്കാകില്ല എന്നുള്ള നിലപാടാണ് ഇതിൽ പറയുന്നത്. ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ആ വാദമാണ്. അതായത് ഭരണഘടന അനുശാസിക്കുന്ന നിയമനിർമ്മാണത്തിന്റെ അധികാരം അത് പാർലമെന്റ് അടക്കമുള്ള സഭകൾക്കാണുള്ളത്. അതിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറല്ല എന്നതാണ് അതിൽ പറയുന്നത്. അതായത് നിയമസാധുത അല്ലെങ്കിൽ നിയമസാധുത നൽകണമെന്ന നിലപാടുകളാണ് ജഡ്ജിമാർക്കുള്ളതെങ്കിൽ പോലും അതിലേക്ക് കടന്നു കയറി നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ തയ്യാറല്ല എന്നതാണ് അതിൽ പറയേണ്ടത്. അങ്ങനെ വേണം അതിൽ വിശേഷിപ്പിക്കാനായിട്ട്. കാരണം 3 പേരും ഇതിൽ വന്ന വിധിന്യായങ്ങളിൽ 3 പേരും ഇതിനെ 3 പേരല്ല, ചീഫ് ജസ്റ്റിസും സഞ്ജയ് കിഷൻ കൗളും ഇതിനെ വിവാഹത്തിനെ അനുകൂലിക്കുന്നു എന്നതാണ് പറയേണ്ടത്. കാരണം അത് ഹിന്ദു മാരേജ് ആക്ട് ആയാലും സ്പെഷ്യൽ മാരേജ് ആക്ടിലായാലും ഇതെല്ലാം ഇപ്പോൾ അതിന് അപ്ഡേഷൻ വേണ്ടതാണ്. അതായത് ഇപ്പോൾ കാലാനുസൃതമായി അതിന് മാറ്റം വരുത്തേണ്ടതാണ്. അത് അതേപോലെ തന്നെ നിലനിൽക്കേണ്ടതല്ല. വിവാഹം എന്ന സങ്കല്പം പോലും കാലാനുസൃതമായ മാറ്റം അല്ലെങ്കിൽ അതിനകത്ത് അതിൻ്റെ വേണ്ട മോഡിഫിക്കേഷൻസ് എല്ലാം വരുത്തേണ്ടതെന്ന നിലപാടുകളാണ് ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളും എല്ലാം കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ നിയമനിർമ്മാണം നടത്തേണ്ടതാണ് എന്നൊരു നിലപാടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്, പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ തീരുമാനം എടുക്കേണ്ടത് പാർലമെന്റാണ്. കാരണം അതിലേക്ക് അവരുടെ അധികാരത്തിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറല്ല എന്നതാണ് ഇതിൽ എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ കോടതി തയ്യാറെടുത്തില്ല. പകരം ഇവരുടെ ആനുകൂല്യങ്ങൾ, അവകാശങ്ങളും ഇവർ നേരിടുന്ന വിവേചനങ്ങളും അടക്കമുള്ള പ്രശ്നങ്ങളിലേക്കെല്ലാം കോടതി എത്തിപ്പെടുകയും ചെയ്തു. അതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് കേന്ദ്രത്തിനടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമിതി, ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് സമിതി രൂപീകരിക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്തേണ്ട അവർ കമ്മിറ്റി രൂപീകരിക്കേണ്ടതിൽ അടക്കമുള്ള മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ അവർ കണ്ടെത്തേണ്ട കാര്യങ്ങളും എല്ലാം വിശദമായി തന്നെ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട വിധിന്യായം വരുന്നത്. അതായത് ജസ്റ്റിസ് കൗളിനോട് യോജിച്ച് ചീഫ് ജസ്റ്റിസിനോട് ജസ്റ്റിസ് കൗൾ മാത്രം യോജിക്കുന്നു. 3-1 ഇത്തരത്തിൽ ഭേദഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വവർഗ വിവാഹത്തിന്
നിയമസാധുതയില്ല. 3-2 എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 3-2 തള്ളി എന്ന പ്രധാനപ്പെട്ട വിവരം ഇക്കടത്തിൽ പുറത്തു വരുന്നുണ്ട്. നിയമത്തിൽ മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ്. പാർലമെന്റിനാണ് അധികാരം. രാജ്യം കാത്തിരുന്ന ചരിത്രപരമായ വിധിയിലൂടെയാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ബെഞ്ച് ഈ തീരുമാനം കൈക്കൊണ്ടത്. 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജയ് കൗൾ എന്നിവർ സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകുന്നതിനെ അനുകൂലിച്ചു. അതേസമയം രവീന്ദ്ര ഭട്ട്, ഹിമ കോഹ്ലി, PS നരസിംഹ എന്നിവർ എതിർത്തോടെ 3-2 എന്ന നിലയിലാണ് പ്രത്യേക വിധി പ്രസ്താവം തള്ളിയത്. ഇതിൽ ഹിമ കോഹ്ലി ഒഴികെയുള്ളവർ പ്രത്യേക വിധി പ്രസ്താവം നടത്തി. മെയ് 11 വാദം പൂർത്തിയാക്കിയ ഹർജികളിൽ 5 മാസത്തിനു ശേഷമാണ് കോടതി ഇന്ന് വിധി പറഞ്ഞത്. പ്രത്യേക വിവാഹ നിയമത്തിൽ മാറ്റം വരുത്തി സ്വവർഗ വിവാഹം കൂടി അംഗീകരിക്കണമെന്ന ഹർജിക്കാരുടെ ഭാഗത്തെയാണ് ചീഫ് ജസ്റ്റിസ് പിന്തുണച്ചത്. നിലവിലുള്ള നിയമം പുരുഷനെയും സ്ത്രീയെയും മാത്രമാണ് പരിഗണിക്കുന്നത്. അതിൽ ഇതര വിഭാഗക്കാരെ കൂടി പരിഗണിക്കണമെന്നാണ് ആവശ്യം. എന്നാൽ പ്രത്യേക വിവാഹ നിയമം കോടതിക്ക് റദ്ദാക്കാൻ കഴിയില്ലെന്നും അക്കാര്യം തീരുമാനിക്കേണ്ടത് പാർലമെന്റാണെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. കാരണം സ്വവർഗ ലൈംഗികത വിഡ്ഢിത്തമോ നഗരസങ്കല്പമോ വരേണ്യവർഗ സങ്കല്പമോ അല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇത് തുല്യതയുടെ വിഷയമാണ് എന്ന പ്രധാനപ്പെട്ട വാക്ക് അദ്ദേഹം ഈ വിധിന്യായത്തിൽ ഉപയോഗിച്ചു. മാത്രമല്ല വിവാഹം എന്ത് സ്ഥിരവും മാറ്റമില്ലാത്തതുമായ വ്യവസ്ഥയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയമങ്ങൾ വഴി വിവാഹത്തിൽ പല പരിഷ്കാരങ്ങളും വന്നിട്ടുണ്ട്. നിയമം ഉണ്ടാക്കാൻ കോടതിക്ക് സാധിക്കില്ല. നിലവിലുള്ള നിയമം വ്യാഖ്യാനിക്കാൻ മാത്രമേ സാധിക്കൂ. അതേസമയം മൗലികാവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്വവർഗ വിവാഹത്തിൽ ഉള്ളവരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകും. അശ്വിനി, വളരെ പ്രധാനമാണ്. കാരണം അവർക്ക് മൗലികാവകാശങ്ങളുണ്ട്. കുട്ടികളെ ദത്തെടുക്കാം, അവർക്ക് സ്വസ്ഥമായി ജീവിക്കാം, അവർക്ക് ഭവനം വാങ്ങാം, അങ്ങനെ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാനായ അവകാശങ്ങളൊക്കെ സമ്മതിക്കുന്നുണ്ട് കോടതി. അതെ, തീർച്ചയായിട്ടും. കാരണം കുട്ടികളെ ദത്തെടുക്കുന്ന അടക്കമുള്ള വിഷയങ്ങൾ ഹർജിക്കാർ ഇതോടൊപ്പം തന്നെ നിയമസാധുത തേടിക്കൊണ്ടുള്ള ഹർജികളിൽ ഉന്നയിച്ചിരുന്നു. അവരുടെ സ്വത്തിന്റെ ഭാഗം വെക്കൽ അല്ലെങ്കിൽ സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഇതോടൊപ്പം തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. ആ വിഷയങ്ങളിലെല്ലാം തന്നെ ഇതേപോലെ തന്നെ നിലപാട് തന്നെയാണ് കോടതി കൈക്കൊണ്ടുള്ളത്. അതെല്ലാം പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ്. അത് കുട്ടികൾക്ക് നൽകുന്നതടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനെല്ലാം നിയമനിർമ്മാണം ആവശ്യമാണെന്നുള്ളൊരു പൊതുവായ ഒരു വിഘാതം ഇതിൽ നിൽക്കുന്നുണ്ട്. അതിലേക്ക് കടക്കാൻ കോടതി തയ്യാറായിട്ടില്ല. അതുതന്നെയാണ് അതിൽ സുപ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇത്തരം വിഷയങ്ങളിൽ നിയമനിർമ്മാണം അടക്കം വേണ്ടതാണ്. അത് നടത്തേണ്ടത് സഭകളാണ്. പാർലമെന്റ് അടക്കമുള്ള അല്ലെങ്കിൽ നിയമസഭകൾ അടക്കമാണ് നടത്തേണ്ടത്. ഇത് വിവാഹം എന്നത് ഒരു സ്ഥിരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ, കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട്, അതായത് സ്പെഷ്യൽ ഹിന്ദു മാരേജ് ആക്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിനെ അടക്കം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയേണ്ടത് ഒരു സാഹചര്യം പോലും വന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത് ഇങ്ങനത്തെ നിലവിലത്തെ ഹർജി പരിഗണിക്കുമ്പോൾ. എന്നാൽ അത് ചെയ്യാൻ തങ്ങൾ തയ്യാറല്ല. കാരണം ഇതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടത് സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടക്കാൻ കോടതി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഒരു വിവാഹത്തിന്റെ നിയമസാധുത തേടിയിട്ടുള്ള ഹർജികൾ തീർപ്പാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിൽ ഒരു അന്തിമമായ ഒരു തീർപ്പ് നടത്താൻ കോടതി തയ്യാറായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം നിയമ പോരാട്ടങ്ങൾ ഇനിയും ഇതിനകത്ത് തുടരാനുള്ള സാധ്യതയാണ് ഇതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ. ഏതായാലും ബന്ധങ്ങൾ 2 വ്യക്തികളുടെ തീരുമാനമാണ്. ഇത്തരം കൂട്ടുകെട്ടുകൾ അംഗീകരിക്കാത്തത് സ്വവർഗ ദമ്പതികളുള്ള വിവേചനമാകും. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ഒരാളുടെ ജീവിത രീതിയുടെ അടിസ്ഥാന ഭാഗമാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അവർക്ക് ചിലത് അവരുടെ ജീവിതത്തിലെ പ്രധാന ഭാഗമാണ്. ഈ ഹർജി പരിഗണിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. അത് വിവാഹം ഈ പറഞ്ഞതുപോലെ സ്വവർഗ ലൈംഗിക എന്നത് സ്വാഭാവിക പ്രതിഭാസമാണ്. അത് വരേണ്യവർഗ സങ്കല്പം മാത്രമല്ല. ഒരു കുഞ്ഞിന് സമ്പൂർണ്ണ സുരക്ഷിതത്വം നൽകാൻ ഭിന്ന ദമ്പതികൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് വ്യക്തമാക്കുന്ന യാതൊരു തെളിവുമില്ല. അത്തരത്തിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന വിധിന്യായം ജസ്റ്റിസ് സഞ്ജയ് കൗളും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക വിവാഹ നിയമം തുല്യതയ്ക്ക് എതിരാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലൈംഗികതയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വൈകാരിക പൂർത്തീകരണത്തിനുള്ള ബന്ധങ്ങളായും സ്വവർഗ ബന്ധങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് പുരാതന കാലം മുതൽ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും നിർണായകമായ ചില സങ്കീർണതകൾ ഉള്ള വളരെ പ്രധാനപ്പെട്ട വിധിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. 2023 ഏപ്രിൽ 18 മുതൽ മെയ് 11 വരെ 10 ദിവസങ്ങളിലായി 40 മണിക്കൂറോളമാണ് ഭരണഘടനാ ബെഞ്ച് ഈ വിധിയിൽ ഹർജികളിൽ വാദം കേട്ടത്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ടിലെ 4-ാം വകുപ്പ് പ്രകാരം 21 വയസ്സ് കഴിഞ്ഞ പുരുഷനും 18 വയസ്സുള്ള സ്ത്രീക്കും വിവാഹിതരാകാം. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹം എന്നത് ഒഴിവാക്കി 2 വ്യക്തികൾ തമ്മിലുള്ള വിവാഹം എന്ന ആവശ്യം പരിഗണിക്കുമെന്നാണ് ഹർജികളിൽ വാദം കേട്ട വേളയിൽ ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചത്. ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയിട്ടില്ല എങ്കിൽ പോലും ചില നിർണായകമായ സൂചനകൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അശ്വിനി.
രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് വിമർശനങ്ങൾ, അതായത് സർക്കാരുകൾക്കുള്ള വിമർശനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യൂർ പേഴ്സണാലിറ്റീസിൻ്റെ, അതല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അങ്ങനത്തെ ഇത്തരം ആളുകൾക്ക് നേരെയുള്ള അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നത്, അത് അങ്ങനെ അവകാശങ്ങൾ അംഗീകരിക്കാതിരിക്കുന്ന സർക്കാരുകളുടെ നിലപാടുകൾ പോലും വേർതിരിവിൻ്റെ ഭാഗമാണ്. ഇത് ഡിസ്ക്രിമിനേഷൻ ആണെന്ന് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ നൽകി കൊടുക്കുക. അതുപോലെ തന്നെ Queer persons cannot be discriminated upon. Material benefits and services flowing the heterosexual couples and denied to queer couples will be a violation of the fundamental right. അതായത് ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള, അതായത് രണ്ട് ലിംഗക്കാർ തമ്മിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കപ്പിൾസിൻ്റെ അവർക്കുള്ള അവകാശം പോലെ തന്നെയാണ് ക്യൂർ പീപ്പിളിനുള്ളതും എന്ന് കോടതി എടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടും കോടതി ഒരു നിയമസാധുത, വിവാഹത്തിന് നിയമസാധുത നൽകിയിട്ടില്ല എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. ഓരോ വിഷയങ്ങളും, അതായത് ലോ കനോട്ട് ബി അസ്യൂം ദാറ്റ് ഓൺലി ഹെറ്ററോസെക്ഷൽ കപ്പിൾസ് ക്യാൻ ബി ഗുഡ് പേരൻസ്, അതായത് രണ്ട് ലിംഗക്കാരടങ്ങുന്ന ദമ്പതികൾക്ക് മാത്രമേ നല്ല മാതാപിതാക്കളാകാൻ സാധിക്കൂ എന്നുള്ള കാഴ്ചപ്പാടുകൾ പോലും കോടതി തള്ളിക്കളയുന്നുണ്ട്. കാരണം അതങ്ങനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. നല്ല മാതാപിതാക്കളാകാൻ രണ്ട് ലിംഗക്കാർ തന്നെ വേണം എന്നുള്ള അടക്കമുള്ള വാദങ്ങൾ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് കോടതി വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അങ്ങനെ നിർണായകമായ വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന്, അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന്, അത് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു അശ്വിനി അത് വളരെ കൃത്യമായി തന്നെ വ്യാഖ്യാനിക്കാറായി എന്ന് തോന്നുന്നു. കാരണം 3-2 ഹർജികൾ തള്ളി എന്നുള്ളത് സ്വവർഗ വിവാഹത്തിന് സാധുതയില്ല എന്ന തരത്തിലാണ് കാര്യങ്ങളെന്ന് തോന്നുന്നു. അത്തരത്തിൽ ഉറപ്പ് വന്നിട്ടുണ്ടോ? രഞ്ജിത്ത്, നമുക്ക് അങ്ങനെ തന്നെ പറയാം. സ്വവർഗ വിവാഹത്തിന് അനുമതിയില്ല എന്നുള്ള തരത്തിൽ തന്നെ നമുക്ക് പറയാം. കാരണം കോടതി ഇതിനെ ഒരു ജഡ്ജിമാരും വിവാഹം നടത്താൻ അനുകൂലിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചിട്ടില്ല. അവർ നിയമസാധുത അത് പരിശോധിക്കണമെന്നടക്കം അല്ലെങ്കിൽ അതിൽ നിയമനിർമ്മാണം നടത്തണമെന്നുള്ള ഒരു പരാമർശം മാത്രമേ നടത്തിയിട്ടുള്ളൂ. പരാമർശം പോലും അത് സഭകൾ, അതായത് സർക്കാരുകൾ അംഗീകരിക്കേണ്ട തരത്തിലുള്ള ഒരു പരാമർശമല്ല, പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇത്തരമുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. വിധി പ്രസ്താവത്തിനകത്ത് ഈ നിരീക്ഷണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നല്ലാതെ സർക്കാരുകൾക്ക് അങ്ങനത്തെ ഒരു നിർമ്മാണം നടത്തേണ്ട ഒരു ബാധ്യതയും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്യൂർ പേഴ്സണാലിറ്റീസിന്റെ അല്ലെങ്കിൽ LGBTQ സമൂഹത്തിന്റെ ആവശ്യം തള്ളിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആനന്ദ് CR ആക്ടിവിസ്റ്റ് നമ്മോടൊപ്പം ചേരുന്നു. ആനന്ദ്, ഇന്ത്യയിൽ സ്വവർഗ വിവാഹത്തിന് നിയമസാധുതയില്ല, രാജ്യം കാത്തിരുന്ന ചരിത്രപരമായ വിധി അത് പുറത്തു വന്നിരിക്കുന്നു. എന്താണ് ആദ്യ പ്രതികരണം? വളരെ ഡിസപ്പോയിന്റഡ് ആണ്. കാരണം ജുഡീഷ്യറിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിധി വരും എന്ന്. പക്ഷെ 3-2 എന്ന നിലയ്ക്ക് വിധി നെഗറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ BJP ഗവൺമെന്റിൽ നമുക്കൊരു പ്രതീക്ഷ ഇല്ല എന്ന് തന്നെയാണ്. ഇങ്ങനെ ഒരു നിയമസാധുത ഒരു സ്പെഷ്യൽ മാരേജ് ആക്ടിൽ കൊണ്ടുവരണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ഗവൺമെന്റിൽ ഒരു പ്രതീക്ഷയില്ല. ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എടുക്കാവുന്ന ഒരു കാര്യം സ്വവർഗ ലൈംഗികത വിഡ്ഢിത്തമോ നഗരസങ്കല്പമോ വരേണ്യവർഗ സങ്കല്പമോ അല്ല, കേന്ദ്ര നിലപാടിനെ പൂർണ്ണമായും തള്ളുന്നുണ്ട്. അതെ, BJP ഗവൺമെന്റ് മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ത്യയെ വെസ്റ്റേൺ കൺട്രി ആക്കാൻ ശ്രമിക്കേണ്ട. ഈ സ്വവർഗ ലൈംഗികത ഒരു വിദേശ കാഴ്ചപ്പാടാണ്, അത് ഇന്ത്യയിൽ ഇല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി അതിനെ എതിർക്കുകയും ഇത് ചരിത്രപരമായി തന്നെ ഇന്ത്യയിലുള്ള ഒരു സംഗതിയാണ് സ്വർഗ പ്രണയവും സ്വർഗ വിവാഹവും സ്വർഗ ബന്ധങ്ങളും എന്ന് സുപ്രീം കോടതി വിധി പറയുന്നുണ്ട്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ സ്വർഗ വിവാഹം എന്നതില് ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരാൾക്കും ട്രാൻസ് മെൻ ആയിട്ടുള്ള ഒരാൾക്കും ഇന്റർസെക്സ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കും വിവാഹത്തിനും അത്തരത്തിലുള്ള ഹെറ്ററോസെക്ഷൽ ബന്ധങ്ങൾക്കും ഹോമോസെക്ഷൽ ബന്ധങ്ങൾക്കും സാധ്യതയുണ്ട് എന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അഡോപ്ഷൻ റൈറ്റ്, അൺമാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിനും അഡോപ്ഷൻ റൈറ്റിന് അവകാശമുണ്ട് എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് തുടരുക. ശിവപ്രസാദ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശിവപ്രസാദ്, കേൾക്കാമോ? ശിവപ്രസാദ്, നമസ്കാരം. എന്താണ് ഈ പ്രധാനപ്പെട്ട വിധിന്യായമാണ് പുറത്തു വന്നിരിക്കുന്നത്, പക്ഷെ അപ്പോഴും ചില അവകാശങ്ങൾ അംഗീകരിക്കപ്പെടുന്നുണ്ട് മൗലികമായ. വളരെയധികം വിഷമമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു സ്ത്രീക്കും പുരുഷനും ഉള്ളതുപോലെ തന്നെയാണ് നമുക്കും പരിഗണന കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാലും ശക്തമായി നമ്മൾ പോരാടും. കിട്ടേണ്ട അവകാശം തീർച്ചയായിട്ടും ഉറപ്പാക്കേണ്ടത് തന്നെയാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് നിർണായകമാകും. കാരണം കേന്ദ്രത്തിന്, പാർലമെന്റിന് ഈ വിഷയത്തിൽ നിയമനിർമ്മാണം വേണമെങ്കിൽ നടത്താം എന്ന് പറഞ്ഞിരിക്കുകയാണ് കോടതി. അവിടെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ടോ? പ്രതീക്ഷിക്കാം, പ്രതീക്ഷയ്ക്ക് തീർച്ചയായിട്ടും വകയുണ്ട്.
മൈറ്റ് ബി ദർ വിൽ സംതിങ് ലൈക്ക് ഒരു മെറാക്കിൾ എവിടെയെങ്കിലും ഉണ്ടായേക്കാമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും എനിക്കുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആദ്യത്തെ ബൈസെക്ഷൽ ഗേ കപ്പിൾസ് ആണ് ഞങ്ങള്. ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ലീഗലൈസേഷൻ ഇറ്റ് ബി പോസിബിൾ, അല്ലെങ്കിൽ അത് നടക്കും, അതൊരു പോസിറ്റീവ് മാനർ ആയിരിക്കും. പക്ഷേ എന്തോ സംതിങ് എവിടെയൊക്കെയോ ഹാപ്പൻഡ്. അല്ല, ഇപ്പോൾ ഇത്തരത്തിലൊരു നിങ്ങൾക്ക് അത്തരത്തിൽ ജീവിക്കാൻ അവകാശങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ ഇപ്പോൾ ഈ ഒരു ജീവിതത്തിൽ, ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പ്രധാനമായും എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാരന്റ്സ്, എനിക്ക് കുഴപ്പമില്ല, എന്റെ പാർട്ട്ണർ സുരാജിന്റെ പാരന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു വിധി വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്വവർഗ രീതിയിൽ നിൽക്കുന്നവർക്ക് വീട് സുരക്ഷിതത്വം 100% ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു തരത്തിലുമുള്ള ഒരു സെക്യൂരിറ്റിയും ഇല്ല. ഈവൻ പോലീസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ശരി, അതേപോലെ തന്നെ ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ശരി. സ്പെഷ്യൽ മാരേജ് ആക്ട് ഈ പറഞ്ഞതുപോലെ നിയമപരമായ ഒരുപാട് പരിമിതികൾ കോടതിക്ക് മുന്നിലുണ്ട്. പറഞ്ഞതുപോലെ നിയമം നിർമ്മിക്കേണ്ടത് പാർലമെന്റാണ്. അപ്പോൾ കോടതിക്ക് പക്ഷേ മൗലികമായ ചില അവകാശങ്ങൾ, നിലവിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് നിലവിലെ നിയമപ്രകാരം വിവാഹം കഴിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന സുപ്രധാനമായ വിധിന്യായമുണ്ട്. സ്വവർഗലേഖക്കാരും ഈ ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് ജസ്റ്റിസ് ഭട്ട് യോജിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധിന്യായങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ഒരു ട്രാൻസ്ജെൻഡറിനും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർക്ക് സെക്യൂരിറ്റി ആരും ഉറപ്പാക്കും. അവരെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ച് അവർക്കെതിരെ പോലീസുകാരും സാഹചര്യത്തിൽ സുരക്ഷിതമില്ല. ഈവൻ പെൺകുട്ടികൾ പോലും രാത്രി പുറത്തിറങ്ങാൻ ഭയക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഞങ്ങളെ പോലുള്ള ആൾക്കാർ പുറത്തിറങ്ങും? എന്താണ് ഈ നിങ്ങൾ ഈ പറയുന്നത്? ഈ ഒരു വിധിന്യായത്തിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു കോടതിയുടെ പരിരക്ഷ ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നു, അതിൽ നിരാശയാണല്ലേ? നല്ലതുപോലെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, വിൽ ഗെറ്റ് എ പോസിറ്റീവ് ചാൻസ്. പക്ഷേ ഇപ്പോൾ കേട്ടപ്പോ 3-ൽ നിന്നും ഇങ്ങനെ ഒരു വിധി കേട്ടപ്പോഴത്തേക്ക് ടോട്ടൽ ഡിസപ്പോയിന്റഡ് ആണ്, നല്ലതുപോലെ ഡിസപ്പോയിന്റഡ് ആണ്. ഇനിയിപ്പോൾ എന്താണ് നിയമപരമായി മറ്റ് നീക്കങ്ങളിലേക്ക് പോകണമല്ലോ, അതിനുള്ള കാര്യങ്ങൾ പോകണമല്ലോ. ഇനി നിങ്ങൾക്ക് അവകാശങ്ങൾ സ്ഥാപിച്ചു. തീർച്ചയായിട്ടും സെൽഫ് ഡിക്ലെയർ ചെയ്യുന്ന എല്ലാ മനുഷ്യരും ട്രാൻസ്ജെൻഡേഴ്സ്, ഐ മീൻ നാൽസ ജഡ്ജ്മെന്റ് 2016 പറയുന്നത് അനുസരിച്ചിട്ട് ആരാണോ ഡിക്ലറേഷൻ, എന്ത് സെൽഫ് ഡിക്ലറേഷൻ, അതാണ് നമ്മളുടെ ഡിക്ലറേഷൻ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ വീണ്ടും കാത്തിരിക്കും, നമുക്ക് അനുകൂലമായ ഒരു വിധി എന്തായാലും വരും. വൺ ഡേ വി വിൽ കോൺക്വർ ദ വേൾഡ്, അത് ഉറപ്പാണ്. ശരി, നന്ദി പ്രതികരിച്ചതിന്. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് യോജിക്കുന്നില്ല ജസ്റ്റിസ് കൗളാണ് യോജിച്ചത്, ഭട്ട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും വന്ന വിധി. സ്വവർഗ ദാമ്പത്യം നഗരപരമല്ലെന്ന് സമ്മതിക്കുന്നുണ്ട്, പക്ഷേ അത് ഒരു നിയമത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് പോകാൻ കോടതി തയ്യാറായില്ല എന്നുള്ളതാണ്. ട്രാൻസ്ജെൻഡറുകൾക്ക് നിലവിലെ നിയമപ്രകാരം വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ട്. സ്വവർഗ ദമ്പതികൾക്ക് സുരക്ഷിതമായ വീടുകൾ ഉണ്ടാകണം എന്ന പ്രധാനപ്പെട്ട ഒരു വിധിന്യായം കോടതിയുടെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. സുരക്ഷിതമായ വീടുകൾ വേണം, ശസ്ത്രക്രിയയ്ക്ക് ഹോർമോൺ തെറാപ്പിക്കോ നിർബന്ധിക്കരുത്, സാമൂഹ്യമായ സുരക്ഷ അവർക്ക് ഉറപ്പുവരുത്താൻ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്. LGBT കമ്മ്യൂണിറ്റിക്ക് അത്തരത്തിലുള്ള സുരക്ഷ സർക്കാരുകൾ ഉറപ്പുവരുത്തണം. പോലീസ് വിളിച്ചു വരുത്തി ഏത് ലിംഗമാണ് എന്ന് ചോദിക്കുന്നത് ഇടവരരുത്. അത്തരത്തിൽ അങ്ങനെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ നിരവധി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാർഗ്ഗമായി കോടതിയിലെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നഗരപരമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ കേന്ദ്ര സർക്കാരൊക്കെ പറയുന്നത് ഇത് ചില ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനോട് കോടതി യോജിക്കുന്നില്ല. പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ട് റദ്ദാക്കാനോ മാറ്റം വരുത്താനോ കോടതിക്കാവില്ല എന്ന് പറയുന്നു. അതിനൊക്കെയുള്ള തീരുമാനം പാർലമെന്റാണ്. അശ്വിനി, മറ്റെന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? അശ്വിനി, രഞ്ജിത്ത്, ഈ വാദം വായിക്കുന്നത് തുടരുകയാണ്. രവീന്ദ്ര ഭട്ടിന്റെ വാദം വായിക്കുന്നത് തുടരുകയാണ്. അദ്ദേഹം നിയമനിർമ്മാണത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിവാഹത്തെ അനുകൂലിക്കുന്നില്ല. അതുപോലെ എന്നാൽ അതിൽ ശ്രദ്ധേയമായിരിക്കുന്ന ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളിന്റെ ഒരു പരാമർശമാണ്. ദിസ് മൂവ്മെന്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു റെമഡി ദ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ദസ് ഗവർണൻസ് നീഡഡ് ടു ഗ്രാൻഡ് റൈറ്റ്സ് ടു സച്ച് യൂണിയൻസ് ഓർ മാരേജ്. അതായത് ഇത്തരത്തിലുള്ള വേർതിരിവുകൾ അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള അവകാശ ലംഘനങ്ങൾ അടക്കം പരിഹരിക്കാനുള്ള ഒരു അവസരമാണ് ഇത്. അവരുടെ മനുഷ്യാവകാശ ലംഘനം അടക്കം പരിഹരിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണണമെന്നാണ് സഞ്ജയ് കിഷൻ കൗൾ പറഞ്ഞിരിക്കുന്നത്. അതായത് സർക്കാരുകൾ ഇതിൽ സ്വന്തമായ നിലയ്ക്ക് മുൻകൈയെടുത്ത് ഇതിൽ നിയമനിർമ്മാണം നടത്തണമെന്നടക്കമുള്ള ഒരു ശുപാർശ പോലെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വിധിയിലുടനീളം ഇത്രയും ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വായിച്ചു, അതുപോലെ തന്നെ സഞ്ജയ് കിഷൻ കൗൾ വായിച്ചു, രവീന്ദ്ര ഭട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു തന്റെ വിധിന്യായം. ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു പൊതുവായൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസാധുത നടത്താൻ കോടതിക്ക് നിർദ്ദേശിക്കാനാകില്ല. അത് ലെജിസ്ലേച്ചറിനകത്തോട്ടുള്ള കടന്നുകയറ്റമാണ്, ജുഡീഷ്യറിയുടെ കടന്നുകയറ്റമായി മാറും. അത്തരത്തിലൊരു കടന്നുകയറ്റം അല്ല നടത്താൻ തങ്ങൾ തയ്യാറാകില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇത്രയും ഇതിനകത്തെല്ലാം എടുത്തിരിക്കുന്നത്, ഈ 3 ജഡ്ജിമാരും എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു വിധി എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമായിരിക്കും. ശ്രീ എം ആർ അഭിലാഷ് കൂടി സുപ്രീം കോടതി അഭിഭാഷകൻ നമ്മുടെ ചേരുന്നു. ശ്രീ എം ആർ അഭിലാഷ്, കോടതിയുടെ
ഇത് ഈ സ്വർഗവിവാഹം നിയമപരമല്ല, 3-2 വിയോജിപ്പ്. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? അത് പാർലമെന്റെങ്കിലും പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് കരുതി സുപ്രീം കോടതി ഒരു നിർദ്ദേശം കൊടുക്കാൻ യോഗ്യമായ ഒരു വ്യവഹാരമായിരുന്നു. ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ജഡ്ജ്മെന്റ് തുടങ്ങിയത് തന്നെ ആ ഒരു സന്നദ്ധതയിലേക്ക് വിരൽ ചൂണ്ടിയാണ്. പക്ഷെ ആത്യന്തികമായിട്ടും ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ തീരുമാനമാണ്, നിയമമെന്നിരിക്കെ അത് സംഭവിച്ചില്ല. ഇത് പാർലമെന്റിന്, സർക്കാരിന് അത്തരം ഒരു ബില്ല് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിശോധിക്കാൻ യുക്തമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ടു ദാറ്റ് എക്സ്റ്റെന്റ് സുപ്രീം കോടതിയുടെ തീരുമാനം ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു തീരുമാനമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അവർ ഈ പറഞ്ഞത് പാർലമെന്റിനാണ് തീരുമാനിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞു വെക്കുന്നു. പാർലമെന്റ് വേണമെങ്കിൽ നിയമനിർമ്മാണം കൊണ്ടുവരട്ടെ എന്നാണ് കോടതി പറയുന്നത്. ഞാനിപ്പോ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ അഭിപ്രായം മാത്രമേ ഇതിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്റെ കേസിന് കോടതിയിലേക്ക് കയറേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തു വന്നപ്പോൾ ഈ 5 പേരുടെ അഭിപ്രായത്തെ കുറിച്ച് കേൾക്കാൻ കഴിയുക മാത്രമാണ് ചെയ്തത്. എനിക്കത് അസർട്ടൈൻ ചെയ്തില്ല. പക്ഷേ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞതുപോലെ പാർലമെന്റിൽ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സർക്കാരിനൊരു നിർദ്ദേശം കൊടുക്കുന്നത് ഇത് വളരെ ഉചിതമായ ഒരു വിഷയമായിരുന്നു. കാരണം ഏതൊരു രാജ്യത്തും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന, അത് ചിന്താപരമായും സ്വഭാവപരമായിട്ടും ഒക്കെയുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്. അങ്ങനെയുള്ളവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്കണ്ഠകളും അവരുടെ അവകാശ സംരക്ഷണവും ഒക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട വഴി ഒരിക്കലും പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു വിഷയത്തിൽ പാർലമെന്റ് പരിഗണിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം സർക്കാരിന് കൊടുക്കുവാൻ കഴിയുന്ന ഒരു വിഷയമായിരുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടു ദാറ്റ് എക്സ്റ്റെന്റ് രാജ്യത്തെ ഭരണഘടനാ കോടതി എന്നുള്ള നിലയിൽ അത് പാർലമെന്റ് പരിഗണിക്കേണ്ട ഒരു വിഷയമായി നിർബന്ധമായി ഒരു നിർദ്ദേശ രൂപേണ അത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, നന്ദി ശ്രീ എം ആർ അഭിലാഷ്. താങ്കൾ കോടതി വ്യവഹാര തിരക്കുകളിലാണ്. ശ്രീ ഫസൽ ഗഫൂർ, അതാണ്, അതായത് പാർലമെന്റിനോടെങ്കിലും അത്തരത്തിൽ ഒന്ന് നിർദ്ദേശിക്കാമായിരുന്നു കോടതിക്ക്. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 95% ആളുകളും ഇതിനെതിരാണെങ്കിൽ പോലും ആ 5% അവകാശങ്ങൾക്കും നമ്മുടെ സമൂഹത്തിൽ വിലയുള്ളതല്ലേ? ഹലോ, കേൾക്കാമോ സർ? കേൾക്കുന്നുണ്ട്. ഇതില് ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള വിഷയമല്ല, ഇതൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു വിഷയമാണ്. മനസ്സിലായോ? ആ സാംസ്കാരികമായ വിഷയത്തിന് നമ്മുടെ ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട്. ഉദാഹരണമായിട്ട് സ്വീഡനോ നോർവേക്കോ ഒരു സംസ്കാരമുണ്ട് ഈ കാര്യത്തില്, USA വേറെ സംസ്കാരമുണ്ട്. അപ്പൊ ഇതൊരു സാംസ്കാരിക വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ട് ഭൂരിപക്ഷം 99% ആൾക്കാരും ഇതിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഇതിൽ കുറച്ചു പേർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടെങ്കിൽ അവരതായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ, യാതൊരു കുഴപ്പമില്ല, ആരും കുറ്റം പറയുന്നില്ല. അത് നമ്മൾ നിയമപരമായിട്ടുള്ള അവർക്കെതിരായിട്ടുള്ള നിയമപരമായിട്ട് നടപടികൾ, ക്രിമിനൽ കുറ്റ നടപടികൾ എടുക്കണ്ട എന്ന് തന്നെ കോടതി മുമ്പ് തീരുമാനിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിപ്പോ ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഈ എൻ്റയർ സിസ്റ്റം ബ്രേക്ക് ഡൗൺ ചെയ്യണം. വിവാഹം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ദത്തെടുക്കണം, അല്ലെ പിന്നെ അപ്പൊ നാളെ വിവാഹം നടത്തുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദത്തെടുത്ത കുട്ടികളുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഉള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വെറുതെ ചന്ദ്രചൂഡ് ഇതൊക്കെ പലതുമൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ എല്ലാ വിധികളും ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള വിധി വളരെ ഞാൻ സ്വാഗതാർഹമായിട്ട് കാണുകയാണ്. പിന്നെ പാർലമെന്റിൽ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റിൽ തീർച്ചയായിട്ടും ഇതിനനുകൂലമായിരിക്കില്ല പാർലമെന്റ്. കാരണം പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം മറ്റേ എന്താ പറയാ കക്ഷികളും എതിരായിരിക്കും. കാരണം അവരെല്ലാം ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പാർട്ടികളാണ്. അവർക്ക് തിരിച്ചു പോയിട്ട് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിനോട് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ബില്ല് ഇതോടുകൂടി തന്നെ ഇത് ഈ വിഷയം മരിച്ചതായിട്ട് കണക്കാക്കാം. ശരി, അതാണ് സാഹചര്യം. ഏതായാലും സ്വവർഗ വിവാഹം ഇന്ത്യയിൽ നിയമപരമല്ല. പല പാശ്ചാത്യ രാജ്യങ്ങളിലും അത്തരത്തിൽ നിയമവിധേയമായിട്ടുണ്ട്. അത്തരമൊരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കോടതി 3-2 എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് തള്ളിയിരിക്കുകയാണ്. എന്തെങ്കിലും പുതിയ വിധിന്യായത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടോ അശ്വിനി? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്ഷൻ 14 പ്രകാരമുള്ള ഒരു നിരീക്ഷണം ജസ്റ്റിസ് ഭട്ട് നടത്തിയിട്ടുണ്ട് വിധി പ്രസ്താവത്തിൽ. സെക്ഷൻ 4 ഈസ് ടു ബി റെഡ് ഇൻ എ ജെൻഡർ ന്യൂട്രൽ മാനർ. ദ ഇന്റർപ്ലേ ഓഫ് അതർ പ്രൊവിഷൻസ് വിൽ ലീഡ് ടു അനോമാലസ് റിസൾട്ട്സ് റെൻഡറിംഗ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് അൺവർക്കബിൾ. അതായത് ഈ സെക്ഷൻ 4 സ്പെഷ്യൽ മാരേജ് ആക്ടിനകത്ത് സെക്ഷൻ 4-നകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് സ്ത്രീകൾക്കടക്കം, അതായത് ഇപ്പോൾ നിലവിലുള്ള വിവാഹ ബന്ധത്തിലുള്ള സ്ത്രീകളെ അടക്കം അത് പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നൊരു നിരീക്ഷണമാണ് ജസ്റ്റിസ് ഭട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെ എതിർക്കാൻ
എടുക്കാനുള്ള ഒരു വാദം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഈ ഹർജിക്കാർ അടക്കം ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ മാരേജ് ആക്ടിനകത്ത് സെക്ഷൻ 4 പരാമർശങ്ങളടക്കം അതിൻ്റെ വിവക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കക്ഷികളെ വിശദീകരിക്കുന്ന രീതിയിലടക്കം മാറ്റം വരുത്തണമെന്ന ഒരു പ്രധാന വാദം ഉന്നയിച്ചിരുന്നു. അതായത് ദമ്പതികൾ എന്നതിന് വിവക്ഷ കൊടുത്തിരിക്കുന്നത് ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിലാണ്. അതിന് പകരം അത് സ്ത്രീ പുരുഷൻ എന്ന രീതിയിൽ മാറ്റണമെന്നടക്കമുള്ള ഒരു വാദമായിരുന്നു ഇവർ ഉന്നയിച്ചിരുന്നത്. അതിനെ തള്ളുന്ന ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് നടത്തിയിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള മറ്റ് ജഡ്ജിമാർ, അതായത് സഞ്ജയ് കിഷൻ കൗൾ, ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടക്കമുള്ളവർ ഇതിൽ മറ്റ് പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ഇത്തരം നിയമത്തിൽ മാറ്റം വരണമെന്നൊരു ആവശ്യത്തിലാണ് അവർ ഉന്നയിക്കുന്നത്. അതിൽ സഞ്ജയ് കിഷൻ കൗൾ അതിനെ എതിർക്കുന്ന ഒരു സഞ്ജയ് കിഷൻ കൗൾ അല്ല, ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് അതിനെ എതിർക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി പ്രസ്താവം എല്ലാം നമ്മൾ ഓരോന്ന് സൂക്ഷിച്ചു തന്നെ വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ കൃത്യമായ ഒരു വിവക്ഷ അല്ലെങ്കിൽ ഒരു വിശദീകരണം, ഒരു നിയമത്തിന്റെ ഒരു ഉത്തരവ് ഇതിൽ അടങ്ങിയിട്ടില്ല. നമ്മൾ അതിന്റെ ഓരോ ഭാഗവും വിശദമായി തന്നെ വായിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. കാരണം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, പല ആർട്ടിക്കിൾ, പല നിയമങ്ങൾ, ഇതെല്ലാം ഓരോ സബ്സെക്ഷനും സെക്ഷനും എല്ലാം അടക്കം ചൂണ്ടിക്കാട്ടിയാണ് വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, അതുപോലെ തന്നെ ഇപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട്, ഹിന്ദു മാരേജ് ആക്ട്, ഇങ്ങനെ അടക്കമുള്ള പല നിയമങ്ങളും അതുപോലെ തന്നെ ഭരണഘടനയിലെ സെക്ഷനുകളും ഫണ്ടമെന്റൽ റൈറ്റ് അടക്കമുള്ള വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് വായിച്ചിരിക്കുന്നത്. വിവാഹം എന്നതൊരു അടിസ്ഥാന അവകാശം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് നമുക്ക് വിവക്ഷിക്കാനാവില്ല എന്ന് കോടതി ഇതിനിടയ്ക്ക് നിരീക്ഷിക്കുകയുണ്ടായി. അത് ഒരു പരാമർശം നടത്തുകയുണ്ടായി. ചീഫ് ജസ്റ്റിസ് ആണ് അത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിവാഹത്തെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കണ്ട് തങ്ങൾക്ക് ഇതിന്റെ ഒരു നിയമപരിരക്ഷ നൽകണമെന്നായിരുന്നു ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനത്തെ ഒരു വാദത്തെ ചീഫ് ജസ്റ്റിസ് തള്ളുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അങ്ങനെ അംഗീകരിക്കാനാകില്ല എന്നൊരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഒരു വായിച്ചെടുക്കേണ്ട ഒരു വിധി പ്രസ്താവമാണ് ഈ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സുപ്രധാനമായ ചില പരാമർശങ്ങൾ, സ്വവർഗ വിവാഹത്തിന് അംഗീകാരമില്ല എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് സുപ്രീം കോടതി പോകുന്നു. കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടത്. പാർലമെന്റിന് അതിൽ തീരുമാനമെടുക്കാമെന്ന് പറയുന്നു. 3-2 ഹർജികൾ തള്ളുന്നു. ചീഫ് ജസ്റ്റിസ് കൗൾ മാത്രം പിന്തുണയ്ക്കുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കോടതി പോകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായി ലഭ്യമാകേണ്ടതുണ്ട്. 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജയ് കൗൾ എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കിയത്. ഇന്ത്യയിൽ സ്വവർഗ ലൈംഗികതയ്ക്ക് നിയമസാധുതയില്ല. രാജ്യം കാത്തിരുന്ന ചരിത്രപരമായ വിധിയിലൂടെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഈ തീരുമാനം കൈക്കൊണ്ടത്. 5-അംഗ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജയ് കൗൾ എന്നിവർ സാധുത പറഞ്ഞു. അതേസമയം രവീന്ദ്ര ഭട്ട്, ഹിമ കോഹ്ലി, PS നരസിംഹ എന്നിവർ എതിർത്തതോടെ 3-2 എന്ന നിലയിലാണ് ഹർജികൾ തള്ളിയത്. ഇതിൽ ഹിമ കോഹ്ലി ഒഴികെയുള്ളവർ പ്രത്യേക വിധി പ്രസ്താവം നടത്തി. മെയ് 11 വാദം പൂർത്തിയാക്കിയ ഹർജികളിൽ 5 മാസമെടുത്തു കോടതി വിധി പറയാൻ. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്നതിനെ കേന്ദ്ര സർക്കാർ കോടതി എതിർത്തിരുന്നു എന്നതും വളരെ പ്രധാനമാണ്. അപ്പോൾ സ്വാഭാവികമായും സ്വവർഗ വിവാഹത്തിൽ ഏർപ്പെടുന്നവർക്ക് അവർക്ക് ഇനിയും ഒരു മാർഗം കേന്ദ്രം സുപ്രീം കോടതി തള്ളുന്നു. പാർലമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിധിന്യായത്തിലേക്കാണ് വരുന്നത്. അശ്വിനി, തുടരാം. രഞ്ജിത്ത്, ഇപ്പോൾ വന്നിരിക്കുന്ന വിധി പ്രസ്താവത്തിലൊരു പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു ഭാഗമുണ്ട്. ചൂസിംഗ് എ ലൈഫ് പാർട്ണർ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ചൂസിംഗ് വൺസ് കോഴ്സ് ഓഫ് ലൈഫ്. സം മേ റിഗാർഡ് ദിസ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഓഫ് ദർ ലൈഫ്. ദിസ് റൈറ്റ് ഗോസ് ടു ദ റൂട്ട് ഓഫ് ദ റൈറ്റ് ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി അണ്ടർ ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് നടത്തിയ വിധി പ്രസ്താവത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം ഇതിൽ പല ആൾക്കാരും, പല വ്യക്തികളും ഒരു വിവാഹം എന്നോ അല്ലെങ്കിൽ തൻ്റെ പങ്കാളിയെ കണ്ടെത്തുക എന്നത് ജീവിതത്തിലെ വളരെ സുപ്രധാനമൊരു നിമിഷമോ അല്ലെങ്കിൽ വിഷയവുമായി തന്നെ കണക്കാക്കുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സങ്കല്പമാണ് നമുക്ക് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ എല്ലാം ഈ ഒരു വിഷയം വരുമ്പോഴത്തേക്കും ഇതിന്റെ എല്ലാം ആർട്ടിക്കിൾ 21 പരിധിയിൽ അതിനകത്ത് പരാമർശിക്കുന്ന അവകാശങ്ങളുടെ പരിധിയിലേക്ക് ഇത് എത്തിപ്പെടുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിന്റെ എല്ലാം അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം എത്തിച്ചേരുന്നത് ഭരണഘടനയിലടക്കമുള്ള ഭരണഘടന അനുശാസിക്കുന്ന പല ആർട്ടിക്കിളിൽ പോലും മാറ്റം വരുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ അത് നടത്തേണ്ടത് കേന്ദ്ര സർക്കാരും ബാക്കിയുള്ള സംസ്ഥാന സർക്കാരുകളുമാണ് നടത്തേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇവരുടെ ആവശ്യം നമുക്ക് അംഗീകരിക്കുന്ന നിലപാടിലേക്കല്ല കോടതി എത്തിയിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത്. സ്വവർഗ വിവാഹത്തിന് അംഗീകാരമില്ല ഇന്ത്യയിൽ എന്നുള്ളത് തന്നെയാണ് സുപ്രധാനമായ
തീരുമാനം എന്ന് മനസ്സിലാക്കണം. അത്തരത്തിൽ ചില വിധികൾ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അംഗീകാരം ലഭിച്ച ഒരു നിയമമാണ് ഇത്. പക്ഷേ ഇന്ത്യയിൽ ഇതിന് നിയമസാധുതയില്ല. 3-2 ഹർജികൾ തള്ളിയിരിക്കുന്നത് എന്നത് പ്രധാനമാണ്. ഇതിന് നിരവധിയായ തീരുമാനങ്ങൾ, പക്ഷേ അതിന് അവരുടെ അവകാശങ്ങൾ പലതും അംഗീകരിക്കപ്പെടണമെന്ന് കോടതി പറയുന്നുണ്ട്. സ്വാഭാവിക പ്രതിഭാസമാണ്. വിവാഹം സ്ഥിരവും മാറ്റമില്ലാത്തതുമായ വ്യവസ്ഥയല്ല. വിഡ്ഢിത്തമോ നഗരസങ്കല്പമോ വരേണ്യവർഗ സങ്കല്പമോ അല്ല. ഇതൊക്കെ കേന്ദ്ര സർക്കാർ നിലപാടായിരുന്നു. അല്ല എന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറയുന്നുണ്ട്. ബന്ധങ്ങൾ 2 വ്യക്തികളുടെ തീരുമാനമാണ്. ഇത്തരം കൂട്ടുകെട്ടുകൾ അംഗീകരിക്കാത്തത് സ്വവർഗ ദമ്പതികളോടുള്ള വിവേചനമാകും. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ഒരാളുടെ ജീവിത രീതിയുടെ അടിസ്ഥാന ഭാഗമാണ്. ചിലർക്ക് അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന തീരുമാനമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21 പ്രകാരമുള്ള അവകാശം അവർക്കുണ്ടെന്നും എല്ലാവർക്കും അവരുടെ ജീവിതത്തിൻ്റെ ധാർമ്മിക നിലവാരം തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സ്വവർഗ ബന്ധമുള്ളവരോട് വിവേചനം കാണിക്കാനാവില്ല. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന വിവാഹ ആനുകൂല്യം സ്വവർഗ പങ്കാളികൾക്ക് നിഷേധിക്കുന്നത് അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനമാണ്. ഒരു കുഞ്ഞിന് സമ്പൂർണ്ണ സുരക്ഷിതത്വം നൽകാൻ സ്ത്രീ പുരുഷ ദമ്പതികൾക്ക് മാത്രമേ സാധിക്കൂ. പ്രജിത്ത് ചേരുന്നു. പ്രജിത്ത്, അദ്ദേഹം ക്യൂർ മെൻസ് അവകാശ പ്രവർത്തകനാണ്. പ്രജിത്ത്, എന്താണ്, നിരാശനാണല്ലേ? നിരാശനല്ല, അങ്ങനെ നമുക്കതിനെ കാണാനായിട്ട് കഴിയില്ല. കാരണം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വിധിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് 100% ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കാരണം കോടതിയിൽ നടന്ന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട പല നിരീക്ഷണങ്ങളും ഒബ്സർവ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഉറപ്പായിട്ടും പൂർണ്ണമായ വിധി നമുക്കിപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ആ ഒരു 5-അംഗ ബെഞ്ചിന്റെ വിധി എന്താണെന്ന് നമുക്കിപ്പോഴും പറയാറായിട്ടില്ല. മുൻപ് നേരത്തെ ഉണ്ടായ ഒരു ചെറിയ തെറ്റിദ്ധാരണയിലാണ് 3-2 എന്ന രീതിയിലൊക്കെ തന്നെ പല ചാനലുകളിലും ഒക്കെ തന്നെ ചർച്ച വന്നത്. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും അറിയിക്കുന്നത് അങ്ങനെയാണ്. വിധി പൂർണ്ണമായും വന്നിട്ടില്ല. ഉറപ്പായിട്ടും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ടുള്ള സ്വവർഗ വിവാഹത്തെ നിയമസാധുത നൽകുന്ന ഒരു വിധി ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ യാതൊരു തർക്കമില്ല. കാരണം അത് കാലത്തിന്റെ ഒരു ആവശ്യമാണ്. LGBTIQ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ദൃശ്യതയുമായി ബന്ധപ്പെട്ട, അവരുടെ ഭരണഘടനാ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അവകാശം തന്നെയാണ്, ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്. അതിനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് നോക്കൂ, കേന്ദ്ര സർക്കാർ വളരെ സങ്കുചിതമായ ഒരു മനോഭാവത്തോടു കൂടിയാണോ അല്ലയോ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവരതിനെ യുനാനിമസ്ലി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നോക്കൂ, വരാൻ പോകുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ഭൂരിപക്ഷത്തെ പിണക്കട്ട എന്നുള്ള കാഴ്ചപ്പാടൊക്കെ അതിലുണ്ടാകാം എന്ന് നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ LGBTIQ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശം അംഗീകരിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഭരണഘടനാപരമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിച്ചേ മതിയാകൂ. ഇന്ന് കോടതി അത് തള്ളുകയാണ്. അംഗീകരിക്കുന്നില്ല എങ്കിൽ അത് ഭൂരിപക്ഷ ബെഞ്ചിലേക്ക്, ഒരു വിശാല ബെഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ അവകാശവുമായി ബന്ധപ്പെട്ട വിധി വരുന്നതും അങ്ങനെയായിരുന്നു. IPC 377 ബന്ധപ്പെട്ട വിധി വരുന്നതും അങ്ങനെയായിരുന്നു. അത് നിയമപരമായ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളും നിരവധിയായിട്ടുള്ള ചർച്ചകളും ഒക്കെ നടത്തി ഇന്ത്യയിലെ LGBTIQ മനുഷ്യർ നേടിയെടുത്ത അവകാശമാണ്. ഇത് ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവോ ലെജിസ്ലേച്ചറോ ഞങ്ങൾക്ക് വെച്ച് നീട്ടി തന്ന ഒരു ഓഫറോ ഒന്നും തന്നെ ആയിരുന്നില്ല. ഒരു തരത്തിലുള്ള സർക്കാരുകൾ നടത്തിയ ഫേവർ ആയിരുന്നില്ല. അത് ഇവിടത്തെ ആത്മഹത്യ ചെയ്ത് രക്തസാക്ഷികളായ LGBTIQ മനുഷ്യർ നടത്തിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത അവകാശമാണ്. അത് തുടരുക തന്നെ ചെയ്യും എന്നതാണ് വളരെ കൃത്യമായും വ്യക്തമായും പറയാനായിട്ടുള്ളത്. ശരി, നന്ദി പ്രജിത്ത്. ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിന് ക്യൂർ മെൻസ് അവകാശ പ്രവർത്തകനായിരുന്നു പ്രജിത്ത്. സ്വവർഗ വിവാഹത്തിന് തൽക്കാലം നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അംഗീകാരമില്ല എന്നുള്ളത് തന്നെയാണ്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി നിങ്ങൾ 4 വ്യത്യസ്ത വിധികളാണ്. 5 അംഗ ബെഞ്ചിന്റെ 4 ജഡ്ജിമാരുടെ 4 വ്യത്യസ്ത വിധികളാണ് ഉള്ളത്. അതിൽ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെയും അതുപോലെ തന്നെ ആർ ഭട്ടിന്റേതും രവീന്ദ്ര ഭട്ടിന്റേതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന്റേതും ഓൾറെഡി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സഞ്ജയ് കിഷൻ കൗൾ തന്റെ വിധിന്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ഹിമ കോഹ്ലിയുടെയും വിധി ന്യായങ്ങളാണ് വരാനുള്ളത്. ഇതിൽ ഹിമ കോഹ്ലിയുടേത് നയം എന്ന് പറയാൻ വിധിന്യായം വായിക്കുകയായിരിക്കില്ല. അവർ ഇതിൽ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ ഒപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദത്തിനൊപ്പം അനുകൂലിക്കുക അല്ലെങ്കിൽ പ്രതികൂലിക്കുന്ന രീതിയിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഹിമ കോഹ്ലിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും നിർണായകമാകുന്നത്. വാദത്തിലുടനീളം അല്ലെങ്കിൽ വിധി പ്രസ്താവത്തിലുടനീളം നമ്മൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ക്യൂർ കമ്മ്യൂണിറ്റി ഉന്നയിച്ച വാദങ്ങൾ എല്ലാം ശരിവെക്കുന്നുണ്ടെങ്കിലും, സുപ്രീം കോടതി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ശരിവെക്കുന്നുണ്ടെങ്കിലും ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളോടോ നിർദ്ദേശിക്കാൻ
കോടതി തയ്യാറാകില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഭരണഘടനാ പ്രകാരം അതിൻ്റെ നിയമനിർമ്മാണം നടത്തേണ്ടത് സഭകളാണ്. അതുകൊണ്ട് തന്നെ ആ അവകാശം അവരുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനമായിട്ടും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ പറഞ്ഞ അതേ വാദം തന്നെ അത് ശരിവെക്കുകയായിരുന്നു കോടതി. വാദത്തിലുടനീളം കേന്ദ്ര സർക്കാരിന്റെ മറ്റ് വാദങ്ങൾ, അതായത് ഭാര്യ ഭർത്താവ് എന്നീ പദങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെയുള്ള വിശകലനങ്ങൾ, അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് എന്നിവയിലെ വിവക്ഷണങ്ങൾ എല്ലാം അത് ഒന്നും സ്റ്റാറ്റിക് അല്ല, അതായത് അതൊന്നും സ്ഥിരമല്ല, അത് മാറ്റപ്പെടേണ്ടതാണ്. ഇത് പലതും ഈ ഒരു പ്രത്യേക വസ്തുത എടുക്കുകയാണെങ്കിൽ അതെല്ലാം പലതും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ കണക്കാക്കപ്പെടേണ്ടതാണെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളടക്കം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായ രീതിയിലല്ല നിലവിൽ വന്നിരിക്കുന്നതെങ്കിൽ പോലും വാദങ്ങളിലെല്ലാം അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നു. ഓരോ ആവശ്യങ്ങളും അവരുടെ ഓരോ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി അതിനെല്ലാം അഡ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ നിർദ്ദേശങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിയമസാധുത വിവാഹത്തിന് കിട്ടുന്നില്ലെങ്കിൽ പോലും കുട്ടികളെ ദത്തെടുക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ അനുകൂലമായ നിലപാടുകളാണ് സ്വവർഗ വിവാഹത്തിന് ഇത്തരത്തിൽ നിയമസാധുത ഇല്ല എന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അശ്വിനി, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന്റെ അന്തിമമായിട്ടുള്ള വിധിയുടെ വിവരങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് ദർ ഇസ് നോ അൺക്വാളിഫൈഡ് റൈറ്റ് ടു മാരേജ്, അതായത് വിവാഹത്തിന് പ്രത്യേകമായ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകമായ ഒരു ഇത് വേണമെന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും വിവാഹിതരാകാം. കൺഫറിംഗ് ലീഗൽ സ്റ്റാറ്റസ് ടു സിവിൽ യൂണിയൻ ക്യാൻ ഓൺലി ബി ത്രൂ ഇനാക്റ്റഡ് ലോ, അത് നിയമപരമായി സർക്കാരുകൾ പാസാക്കിയ നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ഇതിന് ഒരു നിയമസാധുത നൽകാനാകൂ എന്നും അദ്ദേഹം പറയുന്നു. ബട്ട് ദീസ് ഫൈൻഡിങ്സ് വിൽ നോട്ട് പ്രിക്ലൂഡ് ദ റൈറ്റ് ഓഫ് ക്യൂർ പേഴ്സൺസ് ടു എൻ്റർ ഇൻ ടു റിലേഷൻഷിപ്പ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു തടസ്സങ്ങൾ അവർക്ക് ഒരു അതായത് ക്യൂർ പേഴ്സണാലിറ്റീസിന് അവർക്ക് അവരുടെ ഒരു കപ്പിളായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് ജീവിക്കുന്നതിൽ തടസ്സമാകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വിധി പ്രസ്താവത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടത് ഇവരുടെ ആവശ്യങ്ങളെ ഒരിക്കലും അദ്ദേഹം തള്ളി എന്ന് നമുക്ക് പറയാനാകില്ല. Challenge to Supreme Special Marriage Act on the grounds of under classification is not made out. അതായത് സ്പെഷ്യൽ മാരേജ് ആക്ടിനകത്ത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ലെന്നുള്ളത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രവീന്ദ്ര ഭട്ടിന്റെ വിധി പ്രസ്താവത്തെ വളരെ നമ്മൾ വിശദമായി തന്നെ വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ അവകാശങ്ങൾ, അതായത് വിവാഹം എന്നുള്ളത് അവരുടെ അവകാശത്തിനെ അദ്ദേഹം പാടെ എതിർക്കുന്നില്ല, അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു വസ്തുത തന്നെയായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിയമനിർമ്മാണത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ നിയമത്തിൽ കൊണ്ടുവരേണ്ടതാണ്, ഇവരെ എല്ലാം ഉൾപ്പെടുത്തേണ്ടതാണെന്നൊരു നിലപാടിലേക്കാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. എന്നാൽ നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ തങ്ങൾക്കാവില്ല, അതിനകത്ത് പല വസ്തുതകളും പല ഘടകങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം വിശദമായി പരിഗണിച്ച് അത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തി അല്ലെങ്കിൽ അതിനൊരു നിയമസാധുത നൽകേണ്ടത് സർക്കാരുകളാണ്, അതിനുവേണ്ട നടപടികൾ സർക്കാരുകളാണ് കൈക്കൊള്ളേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രഞ്ജിത്ത്, പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സർക്കാരുകൾക്ക് നിയമനിർമ്മാണം നടത്താം എന്ന് പറഞ്ഞു വെക്കുകയാണ് കോടതി. സ്വവർഗ വിവാഹത്തിന് അംഗീകാരമില്ല, ഇന്ത്യയിൽ തീരുമാനം ഭൂരിപക്ഷ വിധി പ്രകാരമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കൗളും ഇതിനോട് യോജിച്ചു, നിയമനിർമ്മാണത്തിൽ യോജിച്ചു. പക്ഷേ മറ്റ് 3 പ്രധാനപ്പെട്ട ജഡ്ജിമാർ അത്തരത്തിലുള്ള യോജിപ്പ് നൽകിയില്ല എന്നുള്ളതാണ്. അശ്വിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പെരിങ്കണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഇഡിക്കെതിരെ CPM കൗൺസിലർ PR അരവിന്ദാക്ഷൻ്റെയും CK ജിൽസിൻ്റെയും ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. എറണാകുളം പ്രത്യേക കോടതിയാണ് ജാമ്യാപേക്ഷയും ബാങ്കിൻ്റെ ഹർജിയും പരിഗണിക്കുക. ബാങ്കിനെതിരെ ED തെറ്റായ പ്രചരണം നടത്തിയെന്നും കേസിലെ 3-ാം പ്രതി അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ അക്കൗണ്ടിൻ്റെ പേരിൽ അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് സഹകരണ ബാങ്ക് നൽകിയ ഹർജിയിൽ ഉള്ളത്. നന്ദകുമാർ വിവരങ്ങൾ. പ്രധാനമായും ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ഈ ഒരു ഹർജി പരിഗണിക്കുക. പ്രധാനമായും ഈ കേസിലെ 3ഉം 4ഉം പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഈ കേസിലെ അറസ്റ്റ് ചെയ്ത സെപ്റ്റംബർ 25-ന് തന്നെ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ഇത്തരത്തിൽ പല കാരണങ്ങളാൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഇന്ന് കോടതി, എറണാകുളത്തെ PMLA കോടതി ഉച്ചയ്ക്ക് 2 മണിക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഇത്തരത്തിൽ EDക്കെതിരെ ഒരു ഹർജിയുമായി രംഗത്തെത്തിയത്. പ്രധാനമായും ED ബാങ്കിനെതിരെ അവാസ്തവമായ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്, ബാങ്കിന്റെ
ലീഗിന്റെ പ്രവർത്തനത്തെ അത് ബാധിച്ചു എന്നും സെക്രട്ടറിയെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചു എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ആ വിഷയങ്ങളിലും ഇന്ന് PMLA കോടതി ഹർജിയിൽ വാദം കേൾക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. അത് മാത്രമല്ല, ഈ പ്രതികളുടെ സ്വാഭാവിക ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒക്ടോബർ 31 തന്നെ ആദ്യ കുറ്റപത്രം സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒതുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളുടെ ജാമ്യത്തിനെതിരെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വരും. പ്രധാനമായും ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ഒരു കേസായതിനാൽ ഈ പ്രതികൾ ജാമ്യത്തിലിറങ്ങി പുറത്തുപോയി കഴിഞ്ഞാൽ അത് കേസിനെ വലിയ തോതിൽ ബാധിക്കുകയും സാക്ഷികളടക്കം പ്രതികൾക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. രഞ്ജിത്ത്. ശരി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറബിക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയാണ് കേരളത്തിൽ ശക്തമായ മഴ പെയ്യാൻ കാരണം. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വരുന്ന ഏതാനും ദിവസങ്ങളിൽ കൂടി കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ഉയർന്ന തിരമാലകൾ വരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ജാഗ്രതാ നിർദ്ദേശം. ഞാനിപ്പോൾ നിൽക്കുന്നത് ടെക്നോ പാർക്കിന്റെ ഫേസ് 3ക്ക് സമീപത്താണ്. ഈ ഫേസ് 3യുടെ അയാളുടെ കാൽഭാഗം കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിലായിരുന്നു. ഇന്നലെയും സമാനമായ സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്നലെ ഏതാണ്ട് ഉച്ചയോടെയാണ് വെള്ളം ഇറങ്ങി തുടങ്ങിയത് പൂർണ്ണമായിട്ട്. അതിൻ്റെ ഫേസ് 3യിലേക്ക് എളുപ്പത്തിൽ കടന്നു പോകുന്ന ഒരു നടപ്പാലമാണിത്. ഇതിൻ്റെ ഇരു കൈവരികളും, അതായത് ഇതിൻ്റെ 2 ഭിത്തികളും കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ മഴയിൽ വെള്ളം കുതിച്ചൊഴുകി രണ്ടും തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ഇപ്പോൾ നടന്നു പോകാനുള്ള വഴി മാത്രമാണുള്ളത്. സുരക്ഷാ വേലിയായി തീർത്തിരുന്ന സ്ഥലമാണ് തകർന്ന് കഴിഞ്ഞ ദിവസം താഴേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായത്. ജീവനക്കാരടക്കം ഫേസ് 3യിലേക്ക് പോകുന്നത് ഈ വഴിയെയാണ്. കടന്നു പോകുന്ന വഴിയിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. പക്ഷേ ഫേസ് 3യിൽ നിന്ന് വെള്ളം ഇറങ്ങിയിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്ത മാത്രമാണ് നമുക്ക് ഇവിടുന്ന് പങ്കുവെക്കാൻ കഴിയുക. ഒരു തവണ കൂടി ഇങ്ങനെ ശക്തമായ മഴ പെയ്താൽ വീണ്ടും സമാനമായ സാഹചര്യമുണ്ടാകും. കാരണം മാലിന്യങ്ങളടക്കം ഈ സമീപത്തുള്ള തോടുകളിലേക്ക്, ഈ ചതുപ്പ് സ്ഥലങ്ങളിലേക്ക് അടിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. ഒരു തവണ കൂടി ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായാൽ വീണ്ടും സമാനമായ രീതിയിൽ ഇവിടെ വെള്ളം പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനടക്കമുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്യപൂർവമായിട്ടാണ് ഇത്തരത്തിൽ ടെക്നോ പാർക്കിന് ഉള്ളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം. ഇതിനു മുമ്പും പലതവണ പ്രളയത്തിന് സമാനമായ സാഹചര്യങ്ങൾ തലസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ ടെക്നോ പാർക്കിനകത്തേക്ക് ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം അത് അപൂർവമായിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി അധികൃതർ അത്തരമൊരു സാഹചര്യം ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കനത്ത മഴ വീണ്ടും പെയ്യാനുള്ള സാധ്യത തലസ്ഥാനത്തടക്കം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായ മുന്നറിയിപ്പാണ് മത്സ്യത്തൊഴിലാളികൾക്കടക്കം ദുരന്ത നിവാരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നടക്കം നൽകിയിരിക്കുന്നതും. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് വേങ്ങേരി ബൈപ്പാസിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ബസ് ഡ്രൈവറും ഉടമയും അറസ്റ്റിൽ. ഡ്രൈവർ കാരന്തൂർ സ്വദേശി അഖിൽകുമാർ, ബസ് ഉടമ അരുൺ എന്നിവരാണ് പിടിയിലായത്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് RTO കെ ബിജുമോൻ പറഞ്ഞു. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, പോലീസ് ക്യാമറ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു. ഇപ്പോൾ എന്താണ് നിഗമനം? തീർച്ചയായും ഇത് ഡ്രൈവറുടെ വ്യക്തിപരമായ അശ്രദ്ധയാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. കാരണം ഈ ഇരുചക്ര വാഹനങ്ങൾ 2 വാഹനങ്ങളാണ് കടന്നുപോയത്. അപകടത്തിൽ മരിച്ച ദമ്പതികളുടെ വാഹനവും മറ്റൊരാളും ഉണ്ടായിരുന്നു. അതിന് തൊട്ടു മുമ്പേ ഒരു ബസ്സാണ് കടന്നുപോയത്. ആ ബസ് വേഗത കുറച്ചപ്പോൾ തൊട്ടു പിന്നാലെ എത്തിയ 2 ഇരുചക്ര വാഹനങ്ങളും വേഗത കുറച്ചു. എന്നാൽ ഇതിന് പിന്നാലെ എത്തിയ സ്വകാര്യ ബസ് ഈ 2 വാഹനങ്ങളുടെ വേഗത്തിന് ആനുപാതികമായി വേഗം കുറച്ചില്ല, ബ്രേക്ക് ചെയ്തില്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് മൊബൈൽ നോക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്തുകൊണ്ടാവും മുമ്പിലുള്ള വാഹനങ്ങൾ വേഗത കുറച്ച് ശ്രദ്ധിക്കാഞ്ഞത് എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കരുതുന്നത്. എന്തായാലും ഇയാളെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇയാളെയും വാഹനത്തിന്റെ ഉടമയും കസ്റ്റഡിയിലെടുത്ത്. ഡ്രൈവർ അഖിലിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഒപ്പം വാഹനത്തിന്റെ ഉടമയ്ക്കെതിരെ പ്രേരണാ കുറ്റം അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ഒപ്പം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഈ അഖിലിന്
കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇയാളുടെ ലൈസൻസ് ഉടൻ സസ്പെൻഡ് ചെയ്യുമെന്നും അറിയിച്ചിരുന്നു. ഇയാളിൽ നിന്നും മൊഴിയെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ജില്ലയുടെ വിവിധ ഇടങ്ങളിലായി വാഹന പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കർശനമാക്കി നടത്തുന്നുണ്ട്. ഏത് തരത്തിലുള്ള നിയമലംഘനങ്ങളും കണ്ടെത്തുന്ന തരത്തിലായിട്ടുള്ള പരിശോധന മാറ്റുന്നുണ്ട്. ഒപ്പം ഡ്രൈവർമാർക്കും ഈ മറ്റു ബസ് ജീവനക്കാർക്കും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശരി. കനത്ത മഴയിൽ വീട്ടിലേക്ക് ഇരച്ചു കയറിയ ചെളിവെള്ളത്തിൽ കുതിർന്നു നശിച്ച വിവാഹ വസ്ത്രം ഉണക്കി ധരിച്ച് കതിർ മണ്ഡപത്തിലേക്ക് എത്താൻ രാമില. കണ്ണമൂല കാക്കോട് സ്വദേശി സനൽകുമാറിന്റെ കുടുംബത്തിനാണ് ദുരിതമഴ വേദന സമ്മാനിച്ചത്. കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ് പലരും വസ്ത്രങ്ങളുമായി സനൽകുമാറിന്റെ വീട്ടിലേക്ക് എത്തി. വി വിനോദിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പെയ്ത കനത്ത മഴയെ തുടർന്ന് തങ്ങളുടെ കുടുംബത്തിനുണ്ടായ നൊമ്പരപ്പെടുത്തുന്ന അനുഭവത്തെക്കുറിച്ചാണ് കണ്ണമൂല കാക്കോട് പാലത്തിനടുത്തുള്ള സനൽകുമാറിനും കുടുംബത്തിനും പറയാനുള്ളത്. ചേട്ടാ, മകളുടെ കല്യാണത്തിന് 2 ദിവസമുള്ളപ്പോഴാണ് വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറിയത്. ഈ വിവാഹ വസ്ത്രമെല്ലാം കുതിർന്നു പോകുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഉണക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്താ സംഭവിച്ചത്? ഇത് നമുക്ക് ഇവിടെ ഇതുവരെ ഈ കണക്കിന് വെള്ളം വന്നിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനെ ഇവിടെ ഇത്രയും വെള്ളം വീണത്. അപ്പോൾ വന്നാലും കട്ടിലിൻ്റെ കാലിൻ്റെ അവിടെയൊക്കെ വെള്ളം ഊറ്റ് വരെ ഉള്ളൂ. ആ ധൈര്യത്തിൽ കട്ടിലിൻ്റെ പുറത്ത് എല്ലാ കവറിലും തുണി അടുക്കി വെച്ച് ബാക്കി അലമാരയിലും എടുത്ത് വെച്ച്. അപ്പം ചെറിയ മഴയുണ്ട്, ഇപ്പം ഊറ്റി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഭാര്യയും മക്കളും നമ്മൾ മോൻ്റെ വീട്ടിലങ്ങ് പോയി. രാത്രി 1 മണിയായപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടുകാർ വിളിച്ചു പറഞ്ഞു വീട്ടിൽ എന്തെങ്കിലും സാധനം താഴെ ഉണ്ടാകുന്ന കേട്ട്. അപ്പോൾ എന്ത് പറ്റി? അപ്പം വെള്ളം തോട്ടന്ന് വെള്ളം കയറി നമ്മളെ വീട്ടിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ആ വീട് പൊക്കത്തിലിരിക്കുന്നതുകൊണ്ട് ഇന്നുവരെ കയറിയിട്ടില്ല. അപ്പോൾ അവിടെ കയറിയെന്ന് പറയും. പിന്നെ ഇവിടെ വന്നപ്പോൾ രാവിലെ വന്ന് അങ്ങോട്ട് വരാറില്ല. അവിടെ നിന്ന് ഇങ്ങ് വരെ നടന്നു വരണം. ഇത്രയും വെള്ളമുണ്ട്. ഈ അമ്മയുടെ കയ്യിലിരിക്കുന്നത് മകളുടെ വിവാഹ വസ്ത്രമാണ്. പെരുമഴയിൽ കുതിർന്നു പോയ ഈ ചെളി കയറിയ വീട്ടിനുള്ളിൽ കുതിർന്ന് നശിച്ചു പോയ വിവാഹ വസ്ത്രം അത് കഴുകി ഉണക്കി കയ്യിൽ വെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നമുക്ക് ഏറ്റവും വലിയൊരു നൊമ്പരമായി മാറിയ സംഭവമാണ്. ചേച്ചി, വീട്ടിനകത്ത് വെള്ളം കയറുമ്പോൾ വസ്ത്രങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ വാങ്ങി വെച്ചിരുന്നതാണ്? നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അതെല്ലാം നശിച്ചു പോയി. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒന്നും കിട്ടിയില്ല, എല്ലാം പോയി. പിന്നെ ബാക്കിയുള്ളതൊക്കെയാണ് അവിടെ എല്ലാം ഇരിക്കണം. കുറച്ച് നമ്മൾ കഴിവെടുത്ത് ബാക്കിയുള്ളതൊക്കെ കുറേ കളഞ്ഞു. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ഇരിക്കണം. അതിന് കഴുകിയൊക്കെ എടുക്കണം. കൊള്ളാന്നുള്ളത് എടുക്കണം പറ്റുള്ളൂ. എത്ര രൂപയുടെ വസ്ത്രം വാങ്ങിയിരുന്നു? എല്ലാം കൂടെ ഒരു 10-25,000 രൂപയ്ക്കകത്തുള്ളത് എല്ലാവർക്കും എന്ന് വെച്ചാൽ വാങ്ങിച്ചു വെച്ചിരുന്നു. ഒന്നും കിട്ടിയില്ല. എല്ലാവർക്കും കുടുംബമായിട്ട് എല്ലാവർക്കും തുണി വാങ്ങിയിരുന്നു. മോളെ തുണികളല്ലാതെ നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവർക്കുമായിട്ടും തുണി വാങ്ങിയിരുന്നു. അതാണ് ഓരോ കവറിൽ അടുക്കിയൊക്കെ വെച്ചൊക്കെ സന്തോഷത്തിയിരുന്നു. നേരത്തെ കൊണ്ടുപോകാനുള്ളത് നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്നു. അങ്ങ് പോപ്പ കൊണ്ടുപോകാൻ അതിനുള്ള തുണി വാങ്ങി വെച്ചിരുന്നു. അതും പോയി. വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനേ അതും പോയി. സാമ്പത്തിക പരാധീനതയൊക്കെ ഉള്ള കുടുംബമാണ്. അതെ, ഇത് നമുക്ക് സ്വന്തം വീട് അല്ല, കുടുംബ വീടാണ്. എൻ്റെ മാമൻ 10-14 വർഷമായി മരിച്ചിട്ട്. ആ മാമൻ്റെ പേരിലിരിക്കുന്ന വസ്തുവാണ്. അന്ന് മാമൻ മരിക്കും മുമ്പ് 1,00,000 രൂപയ്ക്ക് അനന്തപുരി ബാങ്കിൽ പണങ്ങിയിരിക്കുകയാണ്. കൂട്ടുകുടുംബമാണ്, അല്ലാതെ നമുക്ക് സ്ഥലവും വീടും അങ്ങനെ യാതൊന്നുമില്ല ഇവിടെ. പിന്നെ ബാങ്കിൽ ഇതുവരെ ബാങ്കുകാരങ്ങനെ ഒരു നടപടിക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ധൈര്യമായിട്ട് കിടക്കും. മോക്കും വിഷമമുണ്ടായിട്ടുണ്ടാവില്ലേ വസ്ത്രം? അത് പിന്നെ അവൾക്കറിയാതിരിക്കും. അവൾ പിന്നെ മക്കളത്തിന് കരയണ്ട, വിഷമിച്ചിട്ടാണ്. അത്രയും എല്ലാം നടക്കും. ദൈവം നമ്മളെ ഇതുവരെ കൊണ്ടുവന്നില്ലേ, ബാക്കി നടത്തും. അങ്ങനെ ഒരു ഭയവും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ ഒരുവിധം സമാധാനിപ്പിച്ചു. അവൾ ഇനി എല്ലാം പോയി എന്നും പറഞ്ഞ് പ്രാന്തൊടിച്ചനങ്ങനെ നടന്നു. ഇതിന് മുമ്പ് ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട്? ഇത് ഞങ്ങളിവിടെ വന്നതിന് തന്നെ ആദ്യത്തെ അനുഭവം. വരും വെള്ളം വരും. അവിടെ നിന്ന് വന്നാലും ഇവിടം വരെ വരുമ്പോൾ അപ്പുറത്തെ ബാക്കിൽ നമ്മളെ വീട് താന്നല്ലേ കിണകം. അപ്പോൾ അവിടെ നിന്ന് ഊറ്റ് ഒരു കാലിൻ്റെ ഭാഗത്തിന് കണക്കുള്ള ഊറ്റ് പാത്രം വരും. അത് കോരിക്കളഞ്ഞ് തുടച്ചെടുക്കും. അതാണ് ഇന്ന് വരെ നടന്നിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. വിനോദ് അവിടെ ഉണ്ട്. വിനോദ്, പ്രതിപക്ഷ നേതാവ് അവിടെ എത്തിയിരിക്കുന്നു, കാര്യങ്ങൾ തിരക്കുന്നു. എന്താണ് വിവരങ്ങൾ? ഇത്രയും പൊക്കി കെട്ടിയിട്ടുണ്ട്. പൊഴി മുറിയുമ്പോൾ വെള്ളം പോകും.
ഇടയ്ക്കുന്നൊക്കെ വെള്ളം വരുന്നുണ്ടോ? ഈ ചെളിയ വന്നടിയോ ചെളിയ വീട്ടിലേക്ക് അല്ലേ? ആ ഇങ്ങനെ പോലെ ആരുടെ വീട് എവിടെയാണ്? നാളെ എപ്പോഴാ മുഹൂർത്തം എപ്പോഴാ? ശരി എന്താ നാളെ ചോദിച്ചിട്ട് അല്ല ഇത് കേട്ടിരിക്കും കൊടുത്തു സാധനം സൂര്യ ഞങ്ങൾ പണ്ട് നിയമസഭയിൽ പറഞ്ഞതാണ്, ഒരു രാത്രി മഴ പെയ്താൽ പിറ്റേ ദിവസം വെള്ളം പൊങ്ങുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറി. കാലാവസ്ഥാ വ്യതിയാനവും കേരളത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ ഗൗരവത്തോടുകൂടി ഗവൺമെൻറ് കാണുക. 95 രാജ്യങ്ങളുടെ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള IPCCയുടെ റിപ്പോർട്ട്, അത് സംബന്ധിച്ചുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ റിപ്പോർട്ടും ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. കേരളം അപകടകരമായ രീതിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് മിനിയാന്ന് പാർട്ടി സെക്രട്ടറി CPM സെക്രട്ടറി കേരളയിൽ വന്നേ പറ്റുള്ളൂ. ഇപ്പം തന്നെ കേരളത്തിൽ കണ്ടല്ലോ, ഇനി 300 മീറ്റർ 30 അടി ഉയരത്തിൽ എംബാങ്ക്മെൻറ്റും 200 കിലോമീറ്റർ ദൂരത്ത് 300 കിലോമീറ്ററാണ് എംബാങ്ക്മെൻറ്റ്, 200 കിലോമീറ്റർ ദൂരത്തിൽ 2 വശത്തും 10 അടി പൊക്കത്തിൽ മതിലും കേരളത്തിൽ കയറ്റി എന്തായിരിക്കും കേരളത്തിലെ സ്ഥിതി? അപ്പോൾ കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ അടിസ്ഥാനമാക്കി വേണം രൂപകൽപ്പന ചെയ്യാൻ. ഇവകളുടെ ഒരു പാലം വന്നാണ്, പ്രദേശവാസികൾ പറഞ്ഞല്ലോ, ഒരു പാലം വന്നാണ്. ആ പാലം വന്നപ്പോൾ തന്നെ ഇവിടുത്തെ അവിടെ വരാൻ പോകുന്നതിൻ്റെ അവിടെ ഒരു ബ്ലോക്ക്, പാലം വരുന്നതിൻ്റെ ഒരു ബ്ലോക്ക് വന്നപ്പോൾ തന്നെ ഈ ഇവിടെയുള്ള ഈ ഇരുവശത്തുള്ള ഈ പാവങ്ങളെ പോലുള്ള ആളുകളാണിത് അനുഭവിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തിരുവനന്തപുരത്ത് ഈ 2018 പ്രളയത്തിന് ശേഷം ഇത് തലസ്ഥാന നഗരിയാണ്, ഇവിടുത്തെ വിഷയങ്ങളെല്ലാം മാറ്റുമെന്ന് പല പ്രഖ്യാപനങ്ങൾ നടത്തി. ഡച്ച് മോഡൽ കൊണ്ടുവരുമെന്ന് ഇവിടെ പോയി മുഖ്യമന്ത്രിയൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇതാണ് ഡച്ച് മോഡലെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ല. ഒറ്റ രാത്രി മഴ പെയ്തപ്പോഴാണ് പിറ്റേ ദിവസം തലസ്ഥാന നഗരിയിലെ പാവങ്ങൾ മുഴുവൻ വെള്ളത്തിലാണ്. എത്ര പേരാണ് ക്യാമ്പിൽ? ഇനി അവർ വന്ന് ഈ ചെളിയെല്ലാം കുറച്ച് മാറ്റി ക്ലീൻ ചെയ്ത് വീട്ടിലേക്ക് കയറണം. വീട്ടിലെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അടിയന്തരമായി ആ കുടുംബങ്ങൾക്കെല്ലാം ധനസഹായം നൽകണം, അവർക്ക് ആവശ്യമായ മറ്റു സഹായങ്ങൾ ചെയ്യണം, മെഡിക്കൽ സഹായം വേണം. ഇപ്പോൾ അവർക്ക് കുടുംബത്തിലേക്ക് വീട്ടിൽ വന്ന് കയറി അവിടെ താമസിക്കാൻ ഒന്നുമില്ല, കയ്യിൽ എല്ലാം പോയി, വീട്ടിലെല്ലാ സാധനങ്ങളും പോയി, ഉടുതുണി മാത്രമേ ഇല്ല. അപ്പോൾ അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ വിതരണം ചെയ്യണം, നടപടി ഉണ്ടാകണം. അടുത്ത വർഷമെങ്കിലും ഇതില്ലാതിരിക്കാൻ വേണ്ടി ഈ തോടിന് ആഴം കൂട്ടി ഇതിൻ്റെ തടസ്സങ്ങൾ മുഴുവൻ മാറ്റി ബാക്കിയുള്ള തിരുവനന്തപുരം നഗരത്തിൽ ഒരു സമഗ്രമായ പദ്ധതി നടപ്പാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അത് ചെയ്യണം. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ വിഷയവും ഞങ്ങൾ ഗൗരവമായി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ 2018 പ്രളയം ഉണ്ട്, ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരുന്ന നിയോജകമണ്ഡലമാണ് എൻ്റെ. ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് കൊച്ചിൻ സർവകലാശാലയിലെ കാലാവസ്ഥാ പഠന കേന്ദ്രം. ഇത്ര ഭംഗിയായിട്ട് യൂറോപ്പ് അമേരിക്കൻ നിലവാരത്തിൽ പ്രഡിക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഞങ്ങൾ പറഞ്ഞു, കേരളത്തിലെ ഗവൺമെൻറ് ഈ നമ്മുടെ കാലാവസ്ഥാ പ്രവചനങ്ങൾ കുറേ കൂടി കുറ്റമറ്റതാക്കാൻ കൊച്ചി സർവകലാശാലയെ പോലത്തെ ഒരു സർവകലാശാലയും
നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ എന്നിട്ട് അവരെ പ്രയോജനപ്പെടുത്തണ്ടേ? അവരെ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ മഴ മുൻകൂട്ടി കാണാമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് അത് വലിയ സംഭവമല്ല. ഒരു ലോ പ്രഷർ രൂപം കൊണ്ടാൽ അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കൊച്ചി സർവകലാശാല കൃത്യമായിട്ട് അത് പറയാറുണ്ട്. ഞങ്ങൾ തന്നെ അവരെ അഭിനന്ദിക്കാറുണ്ട് പലപ്പോഴും. ഞങ്ങളെല്ലാം ഈ ചാലക്കുടി പുഴയിൽ വെള്ളം പൊങ്ങുന്നതും പെരിയാറിൽ വെള്ളം പൊങ്ങുന്നതും ഒക്കെ അറിയുന്നത് കൊച്ചി സർവകലാശാല വഴിയാണ്. അപ്പോൾ നമുക്കറിയാം എവിടെ നിന്നാണ് ആളെല്ലാം നീക്കം ചെയ്യേണ്ടതെന്ന്. വെള്ളം പൊങ്ങുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങളെല്ലാം സ്വകാര്യ ഏജൻസികളെ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ഡാം തുറന്നാൽ എവിടെയായിരിക്കും വെള്ളം പൊങ്ങുന്നത്, എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ. അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഈ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കാതെ ഒന്നും ചെയ്യുന്നില്ല. ഗവൺമെൻറ് ഒരു ഇത്തരം കാര്യത്തിൽ ചെയ്യുന്നില്ല. കേരളത്തിൻ്റെ മുൻഗണനകളാണ് ഇതെല്ലാം. സർക്കാർ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. പ്രതിപക്ഷ നേതാവ് ഈ സംഭവ സ്ഥലത്തെത്തി. കനത്ത മഴയിൽ വീട്ടിലേക്ക് ഇരച്ചു കയറിയ വെള്ളത്തിൽ കുതിർന്ന് നശിച്ച വിവാഹ വസ്ത്രം ഉണക്കി ധരിക്കാൻ കതിർമണ്ഡപത്തിലേക്ക് പോകാൻ ശ്രമിച്ച രാമില. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, പ്രതിപക്ഷ നേതാവെത്തി, അവർക്കുള്ള കൈത്താങ്ങായി നാട്ടുകാരുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രാമലയുടെ വീട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. വലിയ ദുഃഖകരമായ സംഭവമാണ്. നാളെയാണ് വിവാഹം നടക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ വെള്ളം കുത്തിയൊലിച്ച് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിവാഹ വസ്ത്രം ഉൾപ്പെടെ സാഹചര്യമാണ് ഉണ്ടായത്. ഒരു നിർധന കുടുംബമാണ്, ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് സനൽകുമാറിൻ്റെ മകളുടെ വിവാഹമാണ്. ഈ പാവപ്പെട്ട കുടുംബമാണ്. അവർ ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ കണ്ണമ്പൂലത്തോട് ഇവിടുത്തെ കൽഭിത്തി കരകവിഞ്ഞ് ഒഴുകി ഈ വീട്ടിലേക്ക് ഇതുവരെയും ഇങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. ഈ വിവാഹ വസ്ത്രവും അവരുടെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് വാങ്ങി വെച്ചിരുന്ന പലവ്യഞ്ജനവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം നശിച്ചു പോകുന്ന, നമ്മൾ നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ കാണിച്ചതാണ്. രാമലയുടെ അമ്മ ആ ഉണക്കിയ വസ്ത്രവുമായി നാളെ കതിർമണ്ഡപത്തിലേക്ക് പോകുമ്പോൾ ധരിക്കാനുള്ള ആ വസ്ത്രം അത് ചെളിയിൽ നിന്ന് കഴുകിയെടുത്ത് ഉണക്കി അവർ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. കുറച്ച് വസ്ത്രമൊക്കെയും രാമലയുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീട്ടിൽ കുതിർന്നു പോയതാണ്. ബന്ധുക്കൾക്കടക്കമുള്ള വസ്ത്രങ്ങൾ വാങ്ങി വെച്ചിരുന്നു. ഏതാണ്ട് 25,000 രൂപയുടെ വസ്ത്രമാണ് ഇവർ വിവാഹവുമായി ബന്ധപ്പെട്ട് വാങ്ങി വെച്ചിരുന്നത്. അതെല്ലാം തന്നെ കുതിർന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. കുറേയൊക്കെ അവർ ഉപേക്ഷിച്ചു. എടുക്കാൻ കഴിയാത്ത തരത്തിൽ ചെളി കയറി ഇല്ലാതായിപ്പോയി, തീർത്തും നശിച്ചു പോയി. അങ്ങനെ ആ നിലയ്ക്കുള്ള വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചു. കുറേ വസ്ത്രങ്ങൾ കഴുകി ഉണക്കിയെടുത്തു. ബാക്കിയുള്ളവ ഇപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള, വൃത്തിയാക്കി എടുക്കാനുള്ള കുറേ വസ്ത്രം ഇരിക്കുന്ന ഒരു വിവാഹ വീടാണ്. നാളെ വിവാഹം നടക്കേണ്ട വീടാണ്. കതിർമണ്ഡപത്തിലേക്ക് ആ പെൺകുട്ടി പോകേണ്ടത് ഇങ്ങനെ ചെളി കയറിയ വസ്ത്രം കഴുകി ഉണക്കി ഉടുത്ത് നാളെ മംഗല്യാവതി ആകേണ്ട ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ അലർട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഒരു രാത്രി മുഴുവൻ മഴ പെയ്യുമ്പോൾ രാത്രി 1 മണിക്ക് പോലും ഈ കാലാവസ്ഥാ വകുപ്പ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്ത് രാത്രി 1 മണിക്ക് ഇറക്കിയ നൗ കാസ്റ്റുണ്ട്. അങ്ങനെ 3 മണിക്കൂർ ഇടവിട്ട് ഈ കാലാവസ്ഥയുടെ ഒരു അറിയിപ്പ് വരും. അതിൽ പോലും യെല്ലോ അലർട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതാണ് ഇവിടെ ഏറ്റവും ഗുരുതരമായ വിഷയം. ജനങ്ങളിത് അറിയുന്നില്ല. ആളുകൾ വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു വരുന്നത്. ഒട്ടനവധി വീടുകളിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വസ്ത്രങ്ങളും രേഖകളും അവരുടെ സർട്ടിഫിക്കറ്റുകൾ, കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ളവ നശിച്ചു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ പ്രദേശത്താകെയും ഇങ്ങനെ വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ നേരത്തെയും പകുതി വരെയൊക്കെ വെള്ളം കയറാറുണ്ട്. സാധനങ്ങളെ മാറ്റിയാലും മാറി. ഇപ്പോഴാണ് ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഈ ആളുകൾക്ക് ഒരു അറിയിപ്പ് കിട്ടിയില്ല എന്നുള്ള ഒരു പ്രശ്നം നിൽക്കുന്നു. അറിഞ്ഞില്ലല്ലോ, പെട്ടെന്ന് ആ ഒരു രാത്രിയുള്ള മഴ കൊണ്ടല്ലേ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞില്ല. അവരുടെ സർട്ടിഫിക്കറ്റും പുസ്തകങ്ങളെല്ലാം നശിച്ചു, വെള്ളത്തിൽ കയറി നശിച്ചു. ഈ നമ്മൾ വെള്ളം കയറാത്ത സ്ഥലങ്ങൾ, ഓൾസെൻസിൻ്റെ ആ ഭാഗത്തൊക്കെയും ഇതുവരെ വെള്ളം കയറിയിട്ടില്ല. 50 വർഷമായി വെള്ളം കയറിയിട്ടില്ല എന്ന് പറയുന്നു. കണ്ണമ്മൂലയിലുള്ള വീടുകൾ ബണ്ട് സ്ഥലങ്ങളിൽ പോലും ഇത്തവണ വെള്ളം കയറിയെന്ന് പറയുന്നു. വലിയ വെള്ളപ്പൊക്കമായിരുന്നു. അതുകൊണ്ട് 18 വെള്ളപ്പൊക്കത്തിന് ശേഷം ഇപ്പോഴാണ് ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും പ്രതീക്ഷിച്ചില്ല. ഒറ്റ രാത്രി കൊണ്ടുള്ള മഴയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം വീട്ടിലൊക്കെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ വീടുമായി നല്ല ബന്ധമുള്ളതാണ്. ഞങ്ങൾ ജനശ്രീ യൂണിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചവറും മാസത്തിലൊരിക്കലും ഇവിടെ വരുന്നതാണ്. അപ്പോഴൊക്കെ ചെറിയ മഴയത്ത് ഇപ്പോൾ ഈ പാലത്തിൽ ഇത് ഇത്രയും മതിൽ പൊക്കി കിട്ടി. എന്നിട്ടാണ് ഈ വെള്ളം മതിൽ കവിഞ്ഞ് വെള്ളം നേരത്തെ ഈ മതിൽ ഇല്ല. എൻ്റെ മുകളിൽ കൂടെ വന്നതാണ് ഈ മതിൽ. ഇപ്പോൾ കിട്ടിയാണ് ഏകദേശം ഒരു 2 മാസം ആവത്തുള്ളൂ ഈ മതിൽ കെട്ടിയിട്ട്. അതിന് മുകളിൽ കിട്ടി. ഈ മതിലിനെക്കാട്ട് ഒരു 5 അടി പൊക്കത്ത് പിന്നെയും വന്നു. അങ്ങനെയാണ് വന്നത്. സാധാരണ ഇങ്ങോട്ട് ഇവിടെ വരത്തില്ല വെള്ളം.
അല്ല ഈ താഴത്താണ് തിട്ടായിരുന്നു, മുകളിലത്തത് ഇപ്പൊ കെട്ടിയതാണ്. ടെക്നോ പാർക്ക് അടുത്താണ്. ടെക്നോ പാർക്കിൽ ബന്ധം വരാൻ സാധ്യത കുറവാണ്. അവിടെയൊക്കെയും വെള്ളം കയറി. ഇപ്പൊ ആദ്യമായിട്ടാണ് അവിടെ ആദ്യമായിട്ടാണ് വെള്ളം കയറുന്നത്. ഇവിടെയും ഈ ഭാഗത്തോട്ട് ചെറിയ വെള്ളം വരുന്നതാണ്. ഇത്രയും ഭീമമായ വെള്ളം ഇതുവരെ ആദ്യമായിട്ടാണ് വരുന്നത്. അതന്നെ ഈ ഭാഗത്ത് ഇവിടെ നനവ് കണ്ടാൽ അറിയാൻ പറ്റിയ വീട്ടിലെ ആ വീട്ടിന്റെ പകുതി വരെയൊക്കെ അതുവരെ കയറിയായിരുന്നു. പിന്നെ സാധാരണ പൊഴി മുറിയുമ്പോൾ വെള്ളം പോകുന്നതാണ്. ഇപ്രാവശ്യം എന്തായാലും ജനങ്ങളുടെ ദുരിതാവസ്ഥ വിവരിച്ചത്. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തുണ്ടായ വലിയ മഴയിൽ ഒരുപാട് പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ആ ദുരിതം ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എന്നതും പ്രധാനമാണ്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിന്നുണ്ടായിരിക്കുന്നത് സഞ്ജയ് കിഷൻ കൗളിന്റെയും ചീഫ് ജസ്റ്റിസിന്റേതും ഏകദേശം സമാനമായ നിലപാടുകളാണ് വന്നിട്ടുള്ളത്. രവീന്ദ്ര ഭട്ട് മാത്രമാണ് ഇതിൽ നിന്ന്, അതായത് നിയമസാധുത കൊടുക്കരുതെന്നുള്ള തരത്തിലുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇനി ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹിമ കോഹ്ലിയുടെയും വാദങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് യോജിച്ച് ജസ്റ്റിസ് സഞ്ജയ് കൗളിന്റെ വിധിന്യായം വന്നിരിക്കുന്നു. ജസ്റ്റിസ് സഞ്ജയ് കൗൾ പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഇതിന്റെ ഭാഗമായി വരുന്നു. സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് ഒരു വാലിഡ് പോയിന്റായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാക്കും. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് ഇത്തരത്തിൽ സഞ്ജയ് കൗൾ യോജിക്കുകയാണ്. ജസ്റ്റിസ് ഭട്ട് ഇത്തരത്തിൽ ആർട്ടിക്കിൾ രഞ്ജിത്ത് രവീന്ദ്ര ഭട്ട് തന്റെ വിധിന്യായം വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ക്യൂർനെസ് ഈസ് നെയ്തർ അർബൻ ഓർ നോർ എലീറ്റിസ്റ്റ്. അതായിരുന്നു പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്ന വാദം. കാരണം ഇതൊരു അർബൻ സമൂഹത്തിനിടയ്ക്ക്, അതായത് നഗര കേന്ദ്രീകൃതമായ വളരെ സമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം കണ്ടുവരുന്നൊരു രീതി മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ മാത്രം വാദമാണെന്നുള്ള തരത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിനെ സമീപിച്ചത്. എന്നാൽ ഇതെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് ജഡ്ജിമാരെല്ലാം നിലപാടെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ സഞ്ജയ് കിഷൻ കൗൾ, ഇപ്പോൾ രവീന്ദ്ര ഭട്ടും ഇതിന് നിയമസാധുത നൽകുന്നതിനെ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ക്യൂർനെസ് എന്നതിനെ നെയ്തർ അർബൻ ഓർ എലീറ്റിസ്റ്റ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതൊരു പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, അത് ജനങ്ങൾക്കിടയിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു അതിന് സമ്പന്നരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർതിരിവുകളോ ഒന്നുമില്ലാതെ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്താ രീതികൾ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ തന്നെ കണക്കാക്കണം. 4 വ്യത്യസ്ത വിധികളാണ്, 5 അംഗ ബെഞ്ചിന്റെ 4 ജഡ്ജിമാരുടെ 4 വ്യത്യസ്ത വിധികളാണ് ഉള്ളത്. അതിൽ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെയും അതുപോലെ തന്നെ രവീന്ദ്ര ഭട്ടിന്റേതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന്റേതും ഓൾറെഡി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സഞ്ജയ് കിഷൻ കൗൾ തന്റെ വിധിന്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ഹിമ കോഹ്ലിയുടെയും ഹിമ കോഹ്ലിയുടെയും വിധി ന്യായങ്ങളാണ് വരാനുള്ളത്. ഇതിൽ ഹിമ കോഹ്ലിയുടേത് നയം എന്ന് പറയാൻ വിധിന്യായം വായിക്കുകയായിരിക്കില്ല. അവർ ഇതിൽ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ ഒപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദത്തിനൊപ്പം അനുകൂലിക്കുക അല്ലെങ്കിൽ പ്രതികൂലിക്കുന്ന രീതിയിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഹിമ കോഹ്ലിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും നിർണായകമാകുന്നത്. വാദത്തിലുടനീളം അല്ലെങ്കിൽ വിധി പ്രസ്താവത്തിലുടനീളം നമ്മൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ക്യൂർ കമ്മ്യൂണിറ്റി ഉന്നയിച്ച വാദങ്ങൾ എല്ലാം ശരിവെക്കുന്നുണ്ടെങ്കിലും, സുപ്രീം കോടതി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ശരിവെക്കുന്നുണ്ടെങ്കിലും ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളോടോ നിർദ്ദേശിക്കാൻ കോടതി തയ്യാറാകില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഭരണഘടനാ പ്രകാരം അതിന്റെ നിയമനിർമ്മാണം നടത്തേണ്ടത് സഭകളാണ്. അതുകൊണ്ട് തന്നെ ആ അവകാശം അവരുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനമായിട്ടും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ പറഞ്ഞ അതേ വാദം തന്നെ അത് ശരിവെക്കുകയായിരുന്നു കോടതി. വാദത്തിലുടനീളം കേന്ദ്ര സർക്കാരിന്റെ മറ്റു വാദങ്ങൾ, അതായത് ഭാര്യ ഭർത്താവ് എന്നീ പദങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെയുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് എന്നിവയിലെ വിവക്ഷണങ്ങൾ എല്ലാം അത് ഒന്നും സ്റ്റാറ്റിക് അല്ല, അതായത് അതൊന്നും സ്ഥിരമല്ല, അത് മാറ്റപ്പെടേണ്ടതാണ്. ഇത് പലതും ഈ ഒരു പ്രത്യേക വസ്തുത എടുക്കുകയാണെങ്കിൽ അതെല്ലാം പലതും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ കണക്കാക്കപ്പെടേണ്ടതാണെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളടക്കം ചീഫ് നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സ്വവർഗ വിവാഹത്തിന് നിയമസാധുതയില്ല, പാർലമെന്റ് നിയമം നിർമ്മിക്കണമെന്ന ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കൗളും. വിവാഹ നിയമം മാറ്റേണ്ടതില്ലെന്ന 5 അംഗ ബെഞ്ചിലെ 3 ജഡ്ജിമാർ.
സ്വവർഗ പങ്കാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് സുപ്രീം കോടതി. മരണഭീതിയിൽ ഗാസയിലെ ജനങ്ങൾ. ഗാസയ്ക്ക് മേൽ യുദ്ധം കടുപ്പിച്ച് ഇസ്രായേൽ. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4000 കടന്നു. ജോ ബൈഡൻ ഇസ്രായേലിലേക്ക്. വേങ്ങേരി ബൈപ്പാസിലെ വാഹനാപകടത്തിൽ ബസ് ഡ്രൈവറും ഉടമയും അറസ്റ്റിൽ. കോഴിക്കോട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന. കരുവന്നൂർ കേസിൽ ഇഡിക്കെതിരായ പെരിങ്ങണ്ടൂർ ബാങ്കിന്റെ ഹർജി കോടതിയിൽ. ഇഡി വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന ബാങ്ക്. അരവിന്ദാക്ഷന്റെയും ജിൽസിന്റെയും ജാമ്യാപേക്ഷകൾ ഇന്ന് പരിഗണിക്കും. മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനവുമായി സമസ്ത. PMA സലാമിനെ ഉന്നമിട്ട് രൂക്ഷ വിമർശനം. കടുത്ത മറുപടി നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ആദ്യ സ്വർണം കണ്ണൂരിന്. പോയിന്റ് നിലയിൽ പാലക്കാട് മുന്നിൽ. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ ഗോപിക്ക് സ്വർണം. മുഹമ്മദ് അമീനും ബിജോയ് ജയ്ക്കിനും നിത്യയ്ക്കും സ്വർണം. വിശദമായ വാർത്തകൾ നോക്കാം. സ്വവർഗ വിവാഹത്തിന് നിയമസാധുതയില്ല. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകേണ്ടെന്ന പാർലമെന്റാണെന്നാണ് ഭൂരിപക്ഷ വിധി. നിയമനിർമ്മാണം എന്നത് സർക്കാരുകളുടെ അധികാരമാണെന്നും അതിലേക്ക് കടന്നുകയറാൻ തയ്യാറല്ലെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. LGBTQA സമൂഹത്തിന്റെ ആവശ്യങ്ങളെയും അവർക്കുള്ള ആനുകൂല്യങ്ങളെയും കുറിച്ച് പഠിക്കാൻ സമിതി രൂപീകരിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി എസ് അശ്വിനി ചേരുന്നുണ്ട്. അശ്വിനി, ഏറെ നാഴികക്കല്ലാകും അല്ലെങ്കിൽ ഒരു നാഴികക്കല്ലാകും എന്ന് ചിലരെങ്കിലും കരുതിയിരുന്ന ഒരു വിധിയായിരുന്നു വരേണ്ടത്. ക്യൂർ സംഘടനകളൊക്കെ വലിയ പ്രതീക്ഷയിൽ കാത്തിരുന്ന വിധി. എന്തൊക്കെയാണ് പ്രധാനമായും കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം 2018 സ്വവർഗ രതിക്ക് അനുമതി നൽകിയതിന് പിന്നാലെ അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ മറ്റൊരു അവകാശം ആയിരുന്നു സ്വവർഗ വിവാഹത്തിന്റെ അംഗീകാരം, നിയമസാധുത എന്നത്. അത് പക്ഷേ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് സുപ്രീം കോടതി. കാരണം ആ ആവശ്യം അംഗീകരിക്കാനായിട്ട് അതിനുള്ള നിയമനിർമ്മാണം നടത്താൻ കോടതിക്ക് ശുപാർശ ചെയ്യാനാകില്ല എന്ന നിലപാടാണ് 5 അംഗ ബെഞ്ച് കൈക്കൊണ്ടിരിക്കുന്നത്. അത് നിയമനിർമ്മാണം നടത്താനുള്ള അവകാശം കോടതിക്കല്ല, മറിച്ച് അത് പാർലമെന്റിനാണെന്നും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്കാണെന്നുമുള്ള നിലപാടാണ് സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസാധുത നൽകാൻ കോടതിക്ക് ആവില്ല. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും കോടതിക്ക് പുറപ്പെടുവിക്കാനാവില്ല. കാരണം ഈ ഒരു നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കുമ്പോൾ അതിന് പല ഘടകങ്ങളും പരിഗണിക്കേണ്ടതായി വരും. അത് കോടതിക്കും പരിഗണിക്കാനാവില്ല, മറിച്ച് അത് സർക്കാരുകൾ അല്ലെങ്കിൽ പാർലമെന്റ് അത് പരിഗണിച്ച് അതിനനുസരിച്ച് ചർച്ച നടത്തി വേണം നിയമനിർമ്മാണം നടത്താനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ അവകാശങ്ങൾ ഈ ഹർജിക്കൊപ്പം, നിയമസാധുത തേടിയുള്ള ഹർജിക്കൊപ്പം പല ആവശ്യങ്ങളും പല ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ LGBTQ സമൂഹം മുന്നോട്ട് വെച്ചിരുന്നു. അത് പഠിക്കാനായി കേന്ദ്ര സർക്കാർ ഒരു സമിതിയെ രൂപീകരിക്കാമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വാദത്തിനിടെ. അത് സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ട് അത്തരത്തിലൊരു സമിതി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുകയും അതിന് ചില മാർഗനിർദ്ദേശങ്ങളും അതിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങളുമെല്ലാം ഇതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട്, അതുപോലെ ഫോറിൻ മാരേജ് ആക്ട് അടക്കമുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ആകില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഭവ്യ, ഈ ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കൗളും പറയുന്ന അനീതിയോട്, വിവേചനത്തിനോട് മറ്റ് ജഡ്ജിമാരും യോജിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കുന്നത്. അതായത് വിവാഹം എന്ന നിലവിലെ സങ്കല്പത്തിനോട് മാറ്റാൻ മറ്റ് ജഡ്ജിമാർ തയ്യാറായില്ല, അല്ലേ? അങ്ങനെ വിവാഹം എന്നത് അവരുടെ ഒരു അവകാശമായി തന്നെ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് അടക്കമുള്ളവർ നിരീക്ഷിക്കുകയുണ്ടായി. ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളും ഇതേ വാദത്തെ അംഗീകരിച്ചിരുന്നു. മറ്റു വാദങ്ങളെ, അതായത് ഇവരുടെ രണ്ടുപേരുടെയും, ചീഫ് ജസ്റ്റിസിന്റെയും അതുപോലെ തന്നെ ജസ്റ്റിസ് കൗളിന്റെയും വാദത്തെ എതിർത്ത ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട്, പക്ഷേ ഇവരുടെ അവകാശങ്ങൾ ന്യായമാണെന്നുള്ളൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതിൽ കോടതിക്ക് ഇടപെടാനാകില്ല. ഇതിൽ ഇവരുടെ സഞ്ജയ് കിഷൻ കൗളിന്റെയും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസിന്റെയും നിലപാട് മറ്റൊന്നായിരുന്നു. അതായത് കുട്ടികളെ ദത്തെടുക്കുന്നതിലെ അവരുടെ
നിലപാടാണ് ഇവർ ബാക്കിയുള്ള ശേഷിക്കുന്ന 3 ജഡ്ജിമാരും പ്രധാനമായും എതിർത്തതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അല്ലാതെ നിയമനിർമ്മാണം അല്ലെങ്കിൽ നിയമസാധുത നൽകുന്നതിലല്ല ഇവർ തമ്മിൽ ഭിന്നത നിലനിന്നിരുന്നത്. കുട്ടികളെ ദത്തെടുക്കുന്നതടക്കമുള്ള അവകാശങ്ങൾ സംബന്ധിച്ചാണ് പ്രധാനമായും 5-അംഗ ബെഞ്ചിൽ ഭിന്നത ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് അശ്വിനി, വിവാഹം പോലുള്ള വിഷയങ്ങളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കേണ്ടത് കോടതിയല്ല, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളാണത് ചെയ്യേണ്ടത് എന്നല്ലേ? അതെ, അതായത് സർക്കാരുകളാണ് നിയമനിർമ്മാണം നടത്തേണ്ടതെന്ന പൊതു നിലപാടാണ് ബെഞ്ചിനുള്ളിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു മറിച്ചൊരു അഭിപ്രായം ജഡ്ജിമാർക്കാർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില അവകാശങ്ങൾ സംബന്ധിച്ചാണ് തർക്കം പ്രധാനമായും ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരു 4 പ്രത്യേക വിധിന്യായങ്ങൾ വന്നത്. കാരണം ചില അവകാശങ്ങൾ പൊതുവെയുള്ള ഇവരുടെ ആവശ്യങ്ങൾ പൊതുവെ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിന് നിയമസാധുത സാധുത നൽകാനാവില്ലെന്ന പൊതു നിലപാട് തന്നെയാണ് ഇതിലുണ്ടായിരുന്നതെങ്കിൽ പോലും ചില ആവശ്യങ്ങളിൽ മാത്രമാണ് ഭിന്നത ഉണ്ടായത്. അതുകൊണ്ടാണ് 4 വ്യത്യസ്ത വിധിന്യായങ്ങൾ വന്നതും ഇതിൽ ഭൂരിപക്ഷം ഇതിൽ ജസ്റ്റിസ് സീമ കോഹ്ലി ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഈ ആവശ്യങ്ങൾ നിയമസാധുത തേടിയുള്ള ഹർജികൾ തള്ളിയത്. അതുപോലെ തന്നെ കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശം ഇവർക്ക് നിഷേധിക്കപ്പെട്ടതും. എങ്ങനെയായിരുന്നു ആ 4 വ്യത്യസ്ത വിധിന്യായങ്ങൾ അശ്വിനി? ഇപ്പൊ ഞാൻ നേരത്തെ